പഠിப்போமாக. ഈ ദിനങ്ങളിൽ നമുക്ക് നമ്മെ കുറിച്ച് പഠിക്കാം. அதாவது தேவனுடைய மனதின் நோக்கம், അഥവാ ദൈവത്തിന്റെ മനസ്സിലെ ഉദ്ദേശം. எதற்காக தேவன் இந்த வானத்தையும் பூமியையும் பூமியிലെ ചരാചരങ്ങളെയും കടേസിയാക ഈ മനുഷ്യനെയും സൃഷ്ടിച്ച നോക്കം என்ன? ദൈവം ഈ ആകാശത്തെ, ഭൂമിയെ, അതിലെ സർവ്വചരാചരങ്ങളെ, ഒടുവിൽ മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. അതിന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യൻ പിറക്கிறாൻ, വേല ചെയ്യുகிறாൻ, ജീവിக்கிறான், മരിച്ചു പോறான். മനുഷ്യൻ പിറക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു, ഒടുവിലായി മരിക്കുന്നു. ഇതിനുടെ എല്ലാം അർത്ഥം என்ன? ഇതിന്റെ എല്ലാം അർത്ഥം എന്താണ്? ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവർ തൃത്വ ദേവനാക എത്ര வருடம் ജീവിച്ചാരോ தெரியாது. എല്ലാവற்றையும் സൃഷ്ടിക്കുന്നതിന് മുന്നമേ അവർ തൃത്വ ദേവനാക കാണപ്പെട്ടാർ. ദൈവം എത്ര വർഷം തൃത്വദൈവമായി ജീവിച്ചുവെന്ന് അറിഞ്ഞുകൂടാ. എന്നാൽ സർവവും സൃഷ്ടിക്കും മുൻപേ ദൈവം തൃത്വദൈവമായി തന്നെ ഉണ്ടായിരുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഒരു മേന്മயான നോക്കത്തുക്കാക ദേവൻ മനുഷ്യനെ സൃഷ്ടിച്ചാർ. ഒരു ശ്രേഷ്ഠമായ ഉദ്ദേശത്തോടുകൂടി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതേ പാർക്കിലും മേന്മயான നോക്കത്തുക്കാക, പരിശുദ്ധ നോക്കത്തുക്കാക ദേവനുடைய മനതുക്കേറ്റപടി നമ്മെ അழைத்தார். അതേസമയം വിശുദ്ധമായ, അതീവ ശ്രേഷ്ഠമായ ഒരു ഉദ്ദേശത്തോടുകൂടി ദൈവത്തിന്റെ മനസ്സിലെ നിർണയപ്രകാരം ദൈവം നമ്മെയും വിളിച്ചു. அந்த நோக்கத்தை குறித்து இந்த 3 நாட்களில் தேவன் தருகிற സമയத்துக்கு ஏற்றபடி നാം ചില സത്യങ്ങളെ ചിന്തിപ്പോമാക. ആ ഉദ്ദേശത്തെ കുറിച്ച് ഈ 3 ദിനങ്ങളിലായി ദൈവം അനുവദിച്ചു തരുന്ന സമയപരിധിക്കൊത്തവണ്ണം നമുക്ക് ചില സത്യങ്ങളെ ചിന്തിക്കാം. ഒരു സത്യം നിങ്ങൾ യാവരും വിളങ്ങ വേണ്ടിയത്, ഒരു സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ദേവനുடைய നോക്കத்துக்கு വിരോധமாக പിശാസാനവൻ വല്ലമയാക ക്രിയ ചെയ്യുന്നു. ദൈവ ഉദ്ദേശത്തിനെതിരായി പിശാച് ശക്തമായി പ്രവർത്തിക്കുന്നു. അത് ദേവ പിള്ളകളിലും ഉലകത്തിലെ ചില സംഭവങ്ങളിലും വൈത്ത് നന്നാക നാം വിളങ്ങിക്കൊള്ള മുടിയും. അത് ദൈവമക്കളിലൂടെ, ലോകത്തിലെ ചില സംഭവങ്ങളിലൂടെ നമുക്ക് നന്നായി മനസ്സിലാക്കുവാനാവും. നാം കേൾക്കുന്നത് പോലെ, നാം കൂടെ കേൾക്കുന്നത് ദേവ പിള്ളകളുടെ ശരീരത്തിൽ പിശാസ് ക്രിയ ചെയ്വதை പാർക്കിലും മനതെ കെടുക്കുമ്പടി അവൻ ക്രിയ ചെയ്യുന്ന. ദൈവജനത്തിന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതിനേക്കാൾ അധികമായി മനസ്സിനെ വഷളാക്കുവാനായി അവൻ പ്രവർത്തിക്കുന്നു. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ഇവിധമാക മനതെ തീട്ടുപെടുത്തി ദേവനുടെ നോക്കത്തെ വിട്ട് മനുഷ്യനെ അവൻ പിരിക്കണം. അങ്ങനെ മനസ്സിനെ മലിനമാക്കി ദൈവ ഉദ്ദേശത്തിൽ നിന്ന് പിശാച് മനുഷ്യനെ വേർപെടുത്തുന്നു. വേദപാഠത്തിൻ നോക്കം, അല്ലെങ്കിൽ വേദപാഠത്തിൻ തലയ്പ് മണവാട്ടി. ഈ വേദപഠനത്തിന്റെ തലക്കെട്ട് മണവാട്ടി എന്നാകുന്നു. ദേവനുடைய മനതിൻ നോക്കം, അതാകുന്നു ദൈവത്തിന്റെ മനസ്സിലെ ഉദ്ദേശം. ഒരു മണവാട്ടിയെ ഉരുവാക്ക വേണ്ടി, ഒരു മണവാട്ടിയെ ഉരുവാക്കണം. അത് കേട്ടതാണ് കുറി വസനം വെളിപ്പെടുത്തൽ 21-ാം അധികാരം 9-ാം വസനത്തെ നാം വാസിപ്പോമാ. അതിന് ചേർന്നതായ ഗുരുവാക്യമായി വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 9-ാം വാക്യം വായിക്കാം. 21:9. 21:9. 7 കലശം ഉണ്ടായിരുന്ന 7 ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. 7 வாதைகளால் நிறைந்த 7 கலசங்களுடைய அந்த 7 தூதரில் ஒருவன் என்னிடத்தில் வந்து, நீ இங்கே வா, ஆட்டுக்குட்டியானவருடைய மனைவியாகிய மணவாட்டியை உனக்கு காண்பிக்கிறேன் என்று சொல்லி, ആട്ടുകുട്ടിയാനവരുടെ മനവിയാകിയ മണവാട്ടിയെ ഉനക്ക് കാണിപ്പിக்கிறேன். വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് യാവർക്കും തെരിന്ത് അറിയാവുന്ന നല്ല ഒരു വസനം താ. ഇതെല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു വേദവാക്യം. വീടുകൾ പലയിടങ്ങളിലും இந்த வசனம் எழுதப்பட்டிருக்கு. നമ്മുടെ വിശ്വാസ വീടിൽ പലയിടങ്ങളിലും ഈ വാക്യം എഴുതിയിട്ടുണ്ട്. இதுதான் தேவனுடைய மனதின் மேன்மையான நோக்கம். ഇതാകുന്നു ദൈവമനസ്സിലെ ശ്രേഷ്ഠമായ ഉദ്ദേശം. தேவனுக்கு மகிமை உண்டாகட்ടെ, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആട്ടുകുട്ടിയാനവരുടെ മനവിയാകിയ മണവാട്ടിയെ ഉനക്ക് കാണിപ്പിக்கிறேன். കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ ഞാൻ നിനക്ക് കാണിച്ചു തരാം. முதலாவது മണവാട്ടി മനവിയാക മാറ്റപ്പെട வேண்டும். ഒന്നാമത് ഈ മണവാട്ടി ഒരു കാന്തയായി അഥവാ ഭാര്യയായി മാറണം. ഉലകത്തിൽ முதலாவது മണവാട്ടി, അടുത്ത മനവി.
ലോകത്തിൽ നോക്കിയാൽ ആദ്യം മണവാട്ടിയും പിന്നെ ഭാര്യയുമാകുന്നു. உலகத்திலே மனைவி அவர் மணவாட்டியாக சுத்தமுள்ளவளாக கரையில்லாதவளாக தீட்டுப்படாதவளாக காணப்பட்டு அப்புறம் ஒரு புருஷனுடைய வாழ்க்கையோட தீட்டுப்பட்டு பலவீனப்பட்ட கரதிரையாக்கப்பட்ட ബലവീനത്തിലെ അവൾ ഇറന്നു പോകുകയാണ്. ഈ ലോകത്തിൽ ഒരു മണവാട്ടി അവൾ മാലിന്യമേശാതെ കളങ്കമേൽക്കാതെ കറകളേൽക്കാതെ ജീവിച്ച് പിന്നീട് ഒരു പുരുഷന്റെ ഭാര്യയായി മാറുമ്പോൾ ഈ അനുഭവങ്ങളെല്ലാം അവളുടെ ജീവിതത്തിൽ വന്ന് അവൾ ദുർബലയായി പിന്നീട് അവൾ മരിക്കുന്നു. ദൈവത്തിന് മഹത്വം. തീട്ടുപെടുത്തുകിற സ്വഭാവം താൻ ഉലകത്തിൻ സ്വഭാവം. ഈ ലോകത്തിന്റെ സ്വഭാവം എന്നത് മലിനമാക്കുന്ന സ്വഭാവമാകുന്നു. ഇനിയും ആവിക്കുറിയ ഗോളത്തിൽ വരുമ്പോൾ ആത്മീക ഗോളത്തിലേക്ക് നാം വരുമ്പോൾ முதலாவது ഒരു ദേവ പിള്ളെ ആട്ടുകുട്ടിയാനവർക്ക് മനവി. ഒന്നാമത് ഒരു ദൈവ പൈതൽ കുഞ്ഞാടിന്റെ ഭാര്യയാകുന്നു. அதுக்கு பிறகு அந்த மனைவி பலவீனப்படாமல் கரதிரை இல்லாமல் பரிசுத்தமுள்ளதாக பிழையற்றதாக மாற்றப்பட்டு ക്രിസ്തുവുക്കുൾ വളർന്ന് വളർന്ന് മണവാട്ടിയാക മാറ്റപ്പെടുക. പിന്നീട് ആ കാന്ത അവൾ ബലഹീനപ്പെടാതെ കറചൊളുക്കമൊന്നുമില്ലാതെ ശുദ്ധയായി നിഷ്കളങ്കയായി ജീവിച്ച് ഒടുവിൽ അവൾ ക്രിസ്തുവിന്റെ മണവാട്ടിയായി മാറ്റപ്പെടുന്നു. അതിനേറ്റതായിട്ട് നിലമയ്ക്കും ഉലകത്തുക്കുമുള്ള വ്യത്യാസം ഇതാണ്. ലോകത്തിനും ആത്മീക ഗോളത്തിലെ അവസ്ഥയ്ക്കും തമ്മിലുള്ള വ്യത്യാസം ഇതാകുന്നു. മാംസത്തുക്കും ആവിക്കുമുള്ള വ്യത്യാസം ഇതാണ്. ജഡത്തിനും ആത്മാവിനും തമ്മിലുള്ള വ്യത്യാസം ഇതാകുന്നു. ഉലകത്തിലെ മക്കൾക്കുമുള്ള വ്യത്യാസം ഇതാണ്. ദൈവപൈതലിനും ലോകജനത്തിനും തമ്മിലുള്ള വ്യത്യാസം ഇതാകുന്നു. ദൈവത്തിന് മഹത്വം. ആട്ടുകുട്ടിയാനവരുടെ മനവി, കുഞ്ഞാടിന്റെ കാന്ത. ഇനി മനവി എന്ന് ചൊല്ലുമ്പോൾ ഈ കാന്ത അഥവാ ഭാര്യ എന്ന് പറഞ്ഞാൽ അത് ഏറെ വെളിപ്പെടുത്തി ഇതെന്തിനെ കാണിക്കുന്നു? അതുക്കും പല വിളക്കങ്ങളുണ്ട്, അതിനും പല വിശദീകരണങ്ങളുണ്ട്. 5-ാം അധികാരം 23-ാം വചനം വാസിക്കുമ്പോൾ എഫേസ്യ ലേഖനം 5:23 മനവിയാനവൾ പൂർണ്ണ കീഴ്പ്പെടുതലുള്ളവൾ, ഭാര്യ പൂർണ്ണമായി അനുസരണമുള്ളവൾ. രണ്ടാമത് നീതിമൊഴികൾ 15:18 വാസിക്കുമ്പോൾ രണ്ടാമതായി സദൃശവാക്യം 15:18 മനവിയാനവൾ മകിഴ്ചയുടയവൾ, ഭാര്യ സന്തോഷവതി, തന്റെ പുരുഷനെ സന്തോഷപ്പെടുത്തக்கூடிയവൾ, തന്റെ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നവൾ. മൂന്നാമത് നീതിമൊഴികൾ 18:22 വാസിക്കുമ്പോൾ മൂന്നാമതായി സദൃശവാക്യം 18:20 മനവിയാനവൾ നന്മയെ ചെയ്യக்கூடிയവൾ, ഭാര്യ നന്മ ചെയ്യുന്നവളാകുന്നു. നന്മ എന്ന് ചൊല്ലുമ്പോൾ കുടുംബ പൊറുപ്പ്. നന്മ എന്ന് പറഞ്ഞാൽ കുടുംബത്തിലെ ഉത്തരവാദിത്വം. അതിനാൽ താൻ ഒരു മനവിയാനവൾ കുടുംബത്തെ കെട്ടിയെളുപ്പുകയാണ്. അതുകൊണ്ട് ഒരു ഭാര്യ കുടുംബത്തെ പണിതുയർത്തുന്നു. അടുത്തപടിയാക പ്രസംഗി 9-ാം അധികാരം 9-ാം വചനത്തെ പഠിക്കുമ്പോൾ സഭാപ്രസംഗി 9-ാം അധ്യായം 9-ാം വാക്യത്തിൽ മനവിയാനവൾ എല്ലാവറ്റെയും താങ്ക കൂടിയ അൻപേ പെറ്റവൾ, ഭാര്യ സകലവും സഹിക്കത്തക്കതായ സ്നേഹം പ്രാപിച്ചവൾ. എല്ലാ പ്രശ്നങ്ങൾ, പുരുഷനുடைய പ്രശ്നം, മനവി പിള്ളകളുடைய പ്രശ്നം, കുടുംബത്തിലെ ഭാരം എല്ലാവറ്റെയും അവൾ താങ്ങിക്കൊണ്ടിരുപ്പാൾ. അവൾ കുടുംബഭാരം, ഭർത്താവിന്റെ പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ എല്ലാം അവൾ വഹിക്കുന്നു. 1 പേതുരു 3-ാം അധികാരം 2-ാം വചനത്തെ വാസിക്കുമ്പോൾ അവൾ മാതൃകയുള്ളവളാകെ കാണപ്പെടുകയാണ്. 1 പത്രോസ് 3:2 വായിച്ചാൽ അവൾ മാതൃകാ ജീവിതം നയിക്കുന്നു. ദൈവത്തിന് മഹത്വം. കടസിയാക എഫേസ്യർ 5-ാം അധികാരം 32-ാം വചനത്തെ പഠിക്കുമ്പോൾ ഒടുവിൽ എഫേസ്യർ 5:32 അവൾ ഭയഭക്തിയുള്ളവളാകെ കാണപ്പെടുന്നു. അവൾ ഭയഭക്തിയുള്ളവളായിരിക്കുന്നു. ഇതാണ് ഒരു മനവി എന്ന് ചൊല്ലപ്പെടുന്നു. ഇതാകുന്നു ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ ദൈവത്തിന് മഹത്വം. അന്ത ഒരു മനവിയിനാല്, ആ ഒരു ഭാര്യയിലൂടെ നീതിമൊഴികൾ 31-ാം അധികാരം 10-ാം വചനത്തിലിരുന്ന് 17-ാം വചനം മുടിയ വാസിക്കുമ്പോൾ സദൃശവാക്യം 31-ാം അധ്യായം 10 മുതൽ 17 വരെ വായിച്ചാൽ 17 വിധமான ആശീർവാദങ്ങൾ പുരുഷൻ പെറ്റുകൊള്ളും. ആ ഭർത്താവ് 17 വിധ അനുഗ്രഹങ്ങൾ അവളിലൂടെ പ്രാപിക്കുന്നു. അവൾ ഒരു വ്യാപാര കപ്പലെ പോലെ, അവൾ ഒരു കച്ചവട കപ്പൽ പോലെ. അവളുടെ വീട്ടുക്ക് കപ്പലൊക്കെ ഒന്നും കുറവില്ല, അവളുടെ വീട്ടിൽ ഒന്നിനും കുറവില്ല. ഈ വിധமான 17 ആശീർവാദങ്ങൾ നാം പാർக்கலாம். ഇങ്ങനെയുള്ള 17 അനുഗ്രഹങ്ങളെ കാണാം. ഇതാണ് ഒരു മനവി, ഇതാകുന്നു ഒരു ഭാര്യ. ദൈവത്തിന് മഹത്വം. அப்படிப்பட்ட ஒரு மனைவியாக நாம் இயேசுவுக்கு காணப்பட வேண்டும். നാം യേശുവിന് ഇങ്ങനെയുള്ള ഒരു ഭാര്യയായി കാണപ്പെടണം. ആ മനവിதான்
മണവാട്ടിയാക മാറ മുടിയും. ആ ഭാര്യയ്ക്ക് മാത്രമേ മണവാട്ടിയാകുവാൻ സാധിക്കൂ. അപ്പോസ്തലിക ഉപദേശത്തിൻപടി, അപ്പോസ്തലിക ഉപദേശപ്രകാരം പരിശുദ്ധാവിൻ അഭിഷേകത്തെ നാം പെറ്റുകൊള്ളുമ്പോൾ, നാം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ അവൾ മനവിയാക മാറ്റപ്പെടുക, അവൾ ഭാര്യയായി മാറുന്നു. അതற்கு സന്ദേഹമില്ല, അതിന് സംശയമേ ഇല്ല. അഭിഷേകം പെറാവിട്ടാൽ, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ നീ മനവിയാക മാറ മുടിയാ, നീ ഭാര്യയായി തീരുകയില്ല. അപ്പടി നീ അഭിഷേകം പെറ്റ് മനവിയാക മാറ്റപ്പെട്ടാലും കൂടെ, അങ്ങനെ നീ അഭിഷേകം പ്രാപിച്ച് ഭാര്യയായി തീർന്നാൽ പോലും ജീവിതமான സ്വഭാവങ്ങൾ ഉன்னுடைய வாழ்க்கையில் ഇരാവിട്ടാൽ, ഇങ്ങനെയുള്ളതായ സ്വഭാവങ്ങൾ നിന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ മനവി എന്നതാന തന്മയിൽ വളരുവതില്ല. ആ ഭാര്യ എന്നതായ അവസ്ഥയിൽ നീ വളർച്ച പ്രാപിക്കുന്നില്ല. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നീ പൂർണ്ണ കീഴ്പ്പെടുതൽ, സമ്പൂർണമായ അനുസരണം. നമ്മുടെ യേശുവുക്ക് നാം പൂർണ്ണ കീഴ്പ്പെടുതൽ. നാം നമ്മുടെ യേശുവിനെ പൂർണ്ണമായി അനുസരിക്കണം. യേശുവിനുടെ വിഷയത്തിൽ നാം പൊറുപ്പുള്ളവരാക കാണപ്പെട வேண்டும். യേശുവിന്റെ കാര്യത്തിൽ ചുമതലാബോധമുള്ളവരായിരിക്കണം. അതാ നന്മ ചെയ്യக்கூடிയവരാക കാണപ്പെട வேண்டும். നാം നന്മ ചെയ്യുന്നവരായിരിക്കണം. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അടുത്തപടിയാക എല്ലാവற்றைയും താങ്കக்கூடிയവരാക നാം കാണപ്പെട வேண்டும். അടുത്തതായി സകലവും സഹിക്കുന്നവരായിരിക്കണം. നമ്മുടെ வாழ்க்கைയിൽ പല പ്രശ്നങ്ങൾ വരലാം. നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നേക്കാം. മുൻകാലങ്ങളെ നാം പാർക്കുമ്പോൾ, മുൻകാലങ്ങളെ നോക്കിയാൽ പേതുരുവിൻ കാലത്തിലും നമ്മുടെ സഭയുടെ ആരംഭ നാൾക്കളിലും, പത്രോസിന്റെ കാലത്തിലും നമ്മുടെ സഭയുടെ ആരംഭ നാളുകളിലും എത്രയോ പ്രശ്നങ്ങൾ സഭയ്ക്കും തനിപ്പെട്ട മുറയിൽ വിശ്വാസികൾക്കും ഊഴിയർക്കും വന്നതുണ്ട്. സഭയ്ക്കെതിരായും വ്യക്തിപരമായ നിലയിൽ വിശ്വാസികൾക്കും വേലക്കാർക്കും എതിരായും അനവധി പ്രശ്നങ്ങൾ വന്നു. എതിർത്തു പേസാമൽ, എതിർത്ത് സംസാരിക്കാതെ, അവർക്ക് വിരോധமாக കേസ് പോടാമൽ, അവർക്ക് വിരോധമായി കേസിന് പോകാതെ, അടിപിടി സണ്ടയ്ക്ക് പോകാമൽ, അടിപിടി വഴക്കിന് പോകാതെ, എന്ന ഇഴയ്പ് വന്നാലും എന്ത് നഷ്ടം വന്നാലും സഹിക്കാറുണ്ട്, സഹിക്കുന്നു. ഞാനെല്ലാം കഷ്ടപ്പെട്ട് അന്ത നാൾക്കളിൽ இந்த ஏத்தவாழ மரம் வைப்போம். ഞങ്ങളെല്ലാം ആ നാളുകളിൽ വളരെ കഷ്ടപ്പെട്ട് ഏത്തവാഴ വയ്ക്കാറുണ്ട്. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. നല്ല വിളഞ്ഞ് വേറെ നേരത്തിലെ തിരുടം വന്ന് വെട്ടിട്ട് പോവാം. നല്ല നന്നായി വിളഞ്ഞു വരുന്ന സമയത്ത് കള്ളൻ വന്ന് മോഷ്ടിച്ചു. അപ്പൊ എനിക്കൊരു 10-12 വയസ്സ് താ. അന്ന് എനിക്കൊരു 10-12 വയസ്സുള്ളൂ. തണ്ണി കുടത്തിൽ കോരിയോം എന്ന് சொல்ல முடியாது. എത്ര കുടം വെള്ളം കോരിയെന്ന് പറയാനില്ല. ഇപ്പൊ ചൊല്ലുമ്പോ കൈയും കാലെല്ലാം വലിക്കുന്നു. പറയുമ്പോൾ തന്നെ കൈകാലുകൾ വേദനിക്കുന്നു. കഷ്ടപ്പെട്ടു, അത്രയും കഷ്ടപ്പെട്ട് സ്കൂളിലും പോക വേണ്ടും, സ്കൂളിൽ പോകണം, മറ്റു വേലയും ചെയ്യ വേണ്ടും, മറ്റു ജോലികൾ ചെയ്യണം, വാഴമരത്തും തണ്ണി അരയ്ക്ക വേണ്ടും, വാഴയ്ക്ക് വെള്ളമൊഴിക്കണം. കടസി പാത്ത തിരുടം വെട്ടിട്ട് പോവാം. ഒടുവിൽ കള്ളം കൊണ്ടുപോകും. ഒരു മുറ ഞാൻ കല്ലെടുത്ത് വീசுறது കല്ലെടുത്ത് ഒരിക്കൽ കല്ലെടുത്തെറിയാനായി താങ്ങ മുടിയുന്നില്ല, എനിക്കത് സഹിക്കാനൊക്കുന്നില്ല. അപ്പ എന്റെ മണ്ടയിൽ ഒരു കൊട്ട് കൊട്ടി, അപ്പോൾ എന്റെ തലയിൽ ഒരു വിശ്വാസ വീട്ടിൽ കൊണ്ടുപോയി മുഴങ്കാൽ പടിയിട്ട് മുഴങ്കാലിൽ ഊഴിക്കാലക്ക് മുന്നാലെ മന്നിപ്പ് കേൾക്ക വെച്ചിട്ട് വേലക്കാരോട് എന്റെ പിതാവിനെ ക്ഷമ ചോദിപ്പിച്ചു. ഇവൻ അവനക്ക് വിരോധமாக കല്ലെടുത്ത് വീസ കല്ലെടുത്തിട്ട് ഇവൻ അവനെതിരായി എറിയാൻ കല്ലെടുത്തു. ദൈവത്തിന് മഹത്വം. എനിക്ക് 12 വയസ്സ്, അന്ന് എനിക്ക് 12 വയസ്സേ ഉള്ളൂ. അഭിഷേകം പറ്റവൻ, ഞാൻ അഭിഷേകം പ്രാപിച്ചു. അന്യ ഭാഷ പറയാറുണ്ട്. എനക്കുള്ള அந்த സ്വഭാവ മറുരൂപമില്ല, എന്നാൽ എന്നിൽ ആ സ്വഭാവ രൂപാന്തരമില്ല. അപ്പൊ അഭിഷേകം പറ്റാലും കൂടെ, അപ്പോൾ അഭിഷേകം പ്രാപിച്ചാലും നമ്മിൽ സ്വഭാവ മറുരൂപപ്പെട്ട് നാം വളര വേണ്ടും. നമ്മിൽ സ്വഭാവം രൂപാന്തരപ്പെട്ട് നാം വളരണം. ദൈവത്തിന് മഹത്വം. എല്ലാവற்றைയും താങ്കக்கூடிയവர்களாக, എല്ലാം സഹിക്കുന്നവരായി നാം കാണപ്പെട വേണ്ടും, നാം കാണപ്പെടണം. ഇവിധமான സ്വഭാവത്തിൽ ഒരു മനവിയാനവൾ ഇപ്പോഴും വളര വേണ്ടും. ഒരു ഭാര്യ ഈ വിധ സ്വഭാവത്തിൽ ഇപ്പോൾ വളരണം. വളർന്ന് വളർന്ന് അവൾക്കൊരു നിലമയുണ്ട്. അങ്ങനെ വളർന്ന് വളർന്ന് അവൾ എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. വാഴമരം വളർന്ന് 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 അതൊരു നിലയുണ്ട്. ആ വാഴ വളർന്നെത്തേണ്ട ഒരു നിലയുണ്ട്. വാഴത്താർ, ആ വാഴക്കുല, വാഴത്താർ വന്ന പിറകെ അത് വളർച്ചയില്ല. വാഴക്കുല വന്നു കഴിഞ്ഞാൽ പിന്നീട് വളർച്ചയില്ല. പിന്നെ അതൊക്കെ മറുരൂപം താ, പിന്നീട് അതിന് രൂപാന്തരമേ ഉള്ളൂ. ദൈവത്തിന് മഹത്വം. എന്നാ മറുരൂപം? ഏതാണ് ആ രൂപാന്തരം? വാഴത്താറിൽ കായെ പാർக்கிறோம், വാഴക്കുലയിൽ കായ്കൾ കാണുന്നു. அந்த காயானது பெருசாகுது, അത് വളരുന്നു. ആദ്യം പച്ചക്കായാ இருக்கும், ആദ്യം പച്ചക്കായ, കറയുള്ള കായാ இருக்கும், അതിൽ കറയുണ്ട്. அதுக்கு பிறகு அந்த காயோட நிறம் மாறுது, പിന്നീട് അതിന്റെ നിറം മാറും, அப்புறம் மஞ்சள் ஆகுது, മഞ്ഞ നിറം വരും, அப்புறம் கரை இல்ல. പിന്നീട് അതിൽ കറയില്ല. മഞ്ഞളാകുമ്പോൾ, ആ മഞ്ഞയാകുമ്പോൾ നാം என்ன செய்வோம்? നമ്മൾ എന്ത് ചെയ്യും? വെട്ടി വീട്ടുക്കുള്ള കൊണ്ടുപോകും. നാം വെട്ടി വീട്ടിൽ കൊണ്ടുപോകും. அந்த വാഴമരത്തിന്റെ മറുരൂപം പാരുങ്ക, ആ വാഴയുടെ രൂപാന്തരം നോക്കുക. ദൈവത്തിന് മഹത്വം. ഇതേപോലെ നാം മറുരൂപപ്പെട വേണം. ഇതുപോലെ നാം രൂപാന്തരപ്പെടണം. വാഴമരത്തിനുடைய നിലമേ അപ്പടി ഇരുന്നാൽ, വാഴയുടെ അവസ്ഥ എങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു നിലമയുണ്ട്, നാമും എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. എഫേസ്യർ 5:26. അതാണ് എഫേസ്യർ 5:26. മുതലാനത് ഒന്നുമില്ലാமல் പരിശുദ്ധവും പിഴയറ്റതുമാണ് മഹിമയുള്ള സഭയാക
സഭയാകുമ്പടി തമ്മെ താമെ അതിർക്കഞ്ച് ഒപ്പുകൊടുത്ത. കറാച്ചുളുക്കം മുതലായതൊന്നുമില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായ സഭയാകേണ്ടതിന് തന്നെത്താൻ അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. കറ തിര പിഴ മൂന്ന് കാര്യങ്ങൾ ഇരിക്കക്കൂടാതെ നോക്കുക, കറാച്ചുളുക്കം വട്ടമൊന്നും ഉണ്ടാകരുത്. കറ എന്നത് ശരീരത്തിൽ വരുகிறதான ഒരു പാവം. കറ എന്നത് ശരീരത്തിൽ വരുന്ന പാപം. തിര എന്നത് ആത്മാവിലെ പാവം. ചുളുക്കം എന്നത് ആത്മാവിലെ ദേഹിയിലെ പിഴ പാപം. എന്നത് മനതിലെ പാവം. മാലിന്യം എന്നത് മനസ്സിലെ പാപം. തിര പിഴ. കറാചുളുക്കം മാലിന്യം മഹിമയുള്ളതാക, തേജസ്സുള്ള സഭയായി, പരിശുദ്ധമുള്ളതാക, വിശുദ്ധിയുള്ളതായി അത് കാണപ്പെട വേണം. അത് കാണപ്പെടണം. ദൈവത്തിന് മഹത്വം. இந்த நிலைமை வரும்போது, ഈ അവസ്ഥയിലെത്തുമ്പോൾ இதுதான் മണവാട്ടി. ഇതാണ് മണവാട്ടി. അതുവരെക്കും മനവി താൻ, അതുവരെ വെറും ഭാര്യ മാത്രം. ദൈവത്തിന് മഹത്വം. இந்த நிலைமை வரும்போது, ഈ അവസ്ഥയിലെത്തുമ്പോൾ വാഴമരത്തെ പാരുங்கள். വാഴയെ നോക്കുക. அந்த വാഴമരമാനത് വളരുகிறது. ആ വാഴ വളരുന്നു. അപ്പുറം ഒരു വാഴത്താറ്, ഒരു വാഴക്കുല, അപ്പുറം കായ്കൾ. അത് വന്ന് അപ്പടിയെ മറുരൂപപ്പെടുகிறது. അത് പിന്നീട് രൂപാന്തരപ്പെടുന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. മറുരൂപപ്പെട്ട് മഞ്ചൾ നിറം, രൂപാന്തരം പ്രാപിച്ച് മഞ്ഞ നിറത്തിൽ. ആ മഞ്ചൾ നിറമാകുമ്പോൾ, ആ മഞ്ഞ നിറമാകുമ്പോൾ പഴം എന്ന് சொல்லுவார். അതിനെ പഴമെന്ന് വിളിക്കുന്നു. പിന്നെ അതിനെ കായ് എന്ന് சொல்லுவது. പിന്നെ അതിനെ കായ് എന്ന് വിളിക്കുന്നില്ല. ഇതാണ് വാഴപ്പഴം. ഇതാണ് വാഴപ്പഴം. അതുതാണ് അതിന്റെ കടേസി നിലവരം. അതാണ് അതിന്റെ അവസാന ഘട്ടം. അത് ആ വാഴപ്പഴം എന്നത് താൻ മണവാട്ടി. ആ വാഴപ്പഴം എന്ന് പറയുന്നത് മണവാട്ടി. അപ്പൊ നാം വാഴമരം വെക്കുന്നത് എതുക്കാക? നാം എന്തിനെ വാഴ നടുന്നു? പഴത്തുക്കാക, പഴത്തിന് വേണ്ടി. പച്ചക്കായ്ക്കല്ല, ഇലയ്ക്കല്ല, ഇലയ്ക്ക് വേണ്ടിയുമല്ല, വാഴനാരുക്കുമല്ല, വാഴനാരിനുമല്ല. ചില വാഴമരമുണ്ട്, ചില വാഴമരമുണ്ട്, അതിൽ കായ് ഒന്നും വരാതെ, അതിൽ കായ്കൾ വരികില്ല. അത് വാഴപ്പൂ പൂക്കും, ഒടുവിലായി അത് പൂക്കും. அந்த മരത്തെ വളർത്തുന്നത് എതിർക്കാക? അതെന്തിനായി വളർത്തുന്നു? വാഴനാരുക്കാക, വാഴനാരിന് വേണ്ടി. ദൈവത്തിന് മഹത്വം. ചിലത് വാഴമരത്തെ ചെറുതിലെ വളർത്തുന്നത് ഇലയ്ക്കാക. ചിലർ ഈ വാഴമരം വളർത്തുന്നത് ഇലയ്ക്ക് വേണ്ടി. ഉണ്മയാക ഒരുവൻ വാഴമരം വളർത്തുന്നത് നാരുക്കുമല്ല, ഇലയ്ക്കുമല്ല, പഴത്തുക്കാക. എന്നാൽ വാസ്തവമായ ഒരു വാഴ നടുന്നതിന്റെ ഉദ്ദേശം ഇലയോ നാരോ ലഭിക്കാൻ വേണ്ടിയല്ല, പഴത്തിന് വേണ്ടി മാത്രമാണ്. വാഴനാർ എന്നത് പുതിയ ഭൂമിക്കുറിയ പരിശുദ്ധവാൻകൾ. വാഴനാർ എന്നത് പുതിയ ഭൂമിക്ക് വേണ്ടി. ഇല എന്നത് പുതിയ വാനത്തുക്കുറിയ പരിശുദ്ധവാൻ. വാഴയില എന്നത് പുതിയ ആകാശത്തിനുള്ള വിശുദ്ധന്മാർ. പഴം എന്നത് പുതിയ യെരുസലേം സിയോനുക്കാർ. പഴം എന്നത് പുതിയ യെരുസലേം സിയോൻ. പുതിയ യെരുസലേം സിയോൻ എന്നത് മണവാട്ടി. പുതിയ യെരുസലേം സിയോൻ എന്നത് മണവാട്ടി. അപ്പോ ഇപ്പോഴത്തെ ദേവജനമാകിയ നാം, ഇപ്പോൾ ദൈവജനമായ നാം വളർന്ന് മറുരൂപപ്പെട വേണം. നാം വളർന്ന് രൂപാന്തരപ്പെടണം. സ്വഭാവം മറുരൂപപ്പെട വേണം. സ്വഭാവം രൂപാന്തരപ്പെടണം. അനുസരണം, പൊറുപ്പ്, ഉച്ചമതലാബോധം അല്ലെങ്കിൽ ഉത്തരവാദിത്വം, കർത്തവ്യബോധം, നന്മ ചെയ്യുന്ന വിഷയത്തിൽ, നന്മ ചെയ്യുന്ന കാര്യം, അൻപെന്ന വിഷയത്തിൽ, സ്നേഹത്തിൽ, ഇതിലെല്ലാത്തിലും നാം മറുരൂപപ്പെട വേണ്ടിയത് ആവശ്യം. നാം ഇതിലെല്ലാം രൂപാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോ ആവ്യാത്മ ശരീരത്തിൽ കറയില്ലാത്തവരാകെ കാണപ്പെട വേണം. അങ്ങനെയെങ്കിൽ ദേഹാത്മദേഹിയിൽ കറയില്ലാത്തവരായിരിക്കണം. മണവാട്ടി, അതാണ് മണവാട്ടി. இந்த നാൾക്കളിൽ ഈ കാലയളവിൽ മനവിയെ കുറിച്ച് നാം പഠിക്ക പോകുന്നത്, ഭാര്യയെ കുറിച്ച് പഠിക്കുന്നില്ല, മണവാട്ടിയെ കുറിച്ച് പഠിപ്പോ. മണവാട്ടിയെ കുറിച്ച് പഠിക്കാം. വാഴപ്പഴത്തെ കുറിച്ച് പഠിപ്പോ. ആ വാഴപ്പഴത്തെ കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിന് നാം ആവരും രക്ഷിക്കപ്പെട്ടവർ, നമ്മളെല്ലാവരും രക്ഷിക്കപ്പെട്ടവർ, ജ്ഞാനസ്നാനം എടുത്തവർ, സ്നാനപ്പെട്ടവർ, പരിശുദ്ധാവിയെ പെറ്റവർ, പരിശുദ്ധാത്മാവിനെ വിശുദ്ധമായി ജീവിക്കുന്ന വിശുദ്ധന്മാർ. നമുക്കൊരു കടേസി നിലവരമുണ്ട്. നമ്മൾ എത്തേണ്ട ഒരു അന്ത്യഘട്ടമുണ്ട്. മണവാട്ടി, അതാണ് മണവാട്ടി. ആ മണവാട്ടിയെ കുറിച്ച് പഠിപ്പോ. ആ മണവാട്ടിയെ കുറിച്ച് പഠിക്കാം. ദൈവത്തിന് മഹത്വം. മണവാട്ടിയെ കുറിച്ച് പഠിക്കുമ്പോൾ അനേക വിഷയങ്ങളുണ്ട്, അനേക കാര്യങ്ങളുണ്ട്. സിദ്ധമാനാൽ മൂന്ന് വിഷയത്തെ, മൂന്ന് തലപ്പിൽ അത് നാം പഠിക്ക പോകും. ദൈവഹിതമായാൽ 3 വിഷയങ്ങൾ 3 തലക്കെട്ടിൽ പഠിക്കാം. ഒന്ന്, മണവാട്ടിயின் അർത്ഥം എന്ന്. ഒന്നാമത് മണവാട്ടി എന്നാൽ അർത്ഥം എന്ത്? ദൈവത്തിന് മഹത്വം. രണ്ടാമത് മണവാട്ടിயின் തകുതി എന്ന്. രണ്ടാമത് മണവാട്ടിയുടെ യോഗ്യത എന്ത്? മൂന്നാമത് മണവാട്ടിയുടെ அந்த கடைசி தேவன் மணவாட்டியை குறித்த தேவ நோக்கம் என்ன? അടുത്തത് ഒടുവിലായി മണവാട്ടിയെ കുറിച്ചുള്ള ദൈവ ഉദ്ദേശം എന്ത്? கடைசியாகி மணவாட்டியை கொண்டு தேவன் என்ன செய்ய போகிறார்? മണവാട്ടിയെ കൊണ്ട് ദൈവം എന്ത് ചെയ്യുവാൻ പോകുന്നു? இந்த மூன்று தலைப்பில் சில சத்தியங்களை நாம் சிந்திப்போம். ഈ 3 തലക്കെട്ടിലൂടെ ചില സത്യങ്ങൾ ചിന്തിക്കാം. ഒന്നാമത് മണവാട്ടിയുടെ അർത്ഥം என்ன? മണവാട്ടിയുടെ അർത്ഥം എന്ത്? ദൈവത്തിന് ദൈവത്തിന് മഹത്വം.
മனைவிയുടെ അർത്ഥം എന്ന? ഭാര്യയുടെ അർത്ഥം എന്താണ്? മனைவிകൾ ചൊല്ലുങ്ക. മனைவி சொன்ன അർത്ഥം എന്ന? ഭാര്യമാർ പറഞ്ഞാട്ടെ, ഭാര്യ എന്നാൽ അർത്ഥം എന്താണ്? മனைவி சொன்னா ഉദവി എന്ന അർത്ഥം. ഭാര്യ എന്ന് പറഞ്ഞാൽ സഹായി എന്നർത്ഥം. ഉദവി, സഹായം. ഉപദ്രവമല്ല, ഉപദ്രവമല്ല, ഉദവി, സഹായമാണ്. ദൈവത്തിന് മഹത്വം. ചിലര് തലയിൽ കൈവയ്ക്കുക. ചിലർ തലയിൽ കൈവച്ചു. ഒരുത്തൻ വന്ന് തലയിൽ കൈവയ്ക്ക. അന്നൊരുത്തൻ വന്ന് തലയിൽ കൈവച്ച്, നീങ്ങളല്ല ഏൻ പാസ്റ്റർ കല്യാണം പണിത് എതുക്കെന്റെ എനിക്കിപ്പോ ரொம்ப കവലയായിരിക്കുന്നുണ്ട്. ഇവ കല്യാണം കഴിച്ചത് എന്തിനാണെന്ന് ഞാനിപ്പോൾ ഓർത്ത് വിഷമിക്കുകയാണ്. അതാണ് ഇതെല്ലാം മുന്തിയെ യോജിച്ചിരിക്കണം. പറഞ്ഞ പണ്ടേ ആലോചിക്കണ്ടേ. ദേവനക്ക് ദൈവത്തിന് മഹത്വം. കാരണം എന്നാ കേട്ടാ, അവളാല എനിക്ക് சொல்ல முடியாத ഉപദ്രവം. അവളെ കൊണ്ട് പറഞ്ഞു തീരാത്ത ഉപദ്രവമാണ്. ഉണ്മயான ഉപദ്രവം താ. ശരിക്കും ഉപദ്രവം. ഇവർക്ക് தெரியாம ആയിരം കണക്ക് പണത്തെ കടൻ വാങ്ങുക. ഭർത്താവിനറിയാതെ ആയിരക്കണക്കിന് രൂപ കടം വാങ്ങും. യാരാவது செய்வாங்களா? അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? രണ്ടാമത് എല്ലാ വിധமான പാപങ്ങളും, മറ്റേത് പാപങ്ങൾ, சொல்ல முடியாத കാര്യങ്ങൾ, പുറത്ത് പറയാനൊക്കാത്ത കാര്യങ്ങൾ. ദൈവത്തിന് മഹത്വം. അവളാൽ ഇവനക്ക് ഉപദ്രവം. അവളെ കൊണ്ട് ഒരു ഉപദ്രവം തന്നെ. പോനാലും എന്നയ്യാ ബൈബിൾ തൂക്കിട്ട് പോറിയ കടൻ കൊടുത്തിട്ട് പോങ്ക. എവിടെ പോയാലും ബൈബിളും കൊണ്ട് നടക്കുന്നില്ല, ആദ്യം കടം തന്നിട്ട് പോകാൻ പറയും. കടൻ? ഏത് കടമാണ്? ഉന്റെ മനവി വാങ്ങിട്ടാളെ. നിന്റെ ഭാര്യ വാങ്ങിയതാ. എപ്പോത് വാങ്ങിയ? എപ്പോഴാണ്? അവൻ ചരിത്രം சொல்றான். അവളുടെ പോയി കേട്ട അവളോട് ചോദിച്ചു, ഞാൻ വാങ്ങിച്ചു. കുടുംബത്തെ നടത്ത വേണ്ടാം? കുടുംബമൊക്കെ നടത്തണ്ടേ? പിള്ളകളെ നടത്ത വേണ്ടാം? മക്കളുടെ കാര്യം നോക്കണ്ടേ? ഞാൻ വാങ്ങുന്ന ശമ്പളം എന്ന? ഇപ്പോൾ ഞാൻ വാങ്ങുന്ന ശമ്പളമോ? അപ്പൊ അവളുടെ വാർത്തയെല്ലാം വേറെ. അപ്പോൾ അവൾ പറയുന്നതൊക്കെ വേറെയാ. ദൈവത്തിന് മഹത്വം. ഇത് താൻ ചില മനവികൾ. ഇങ്ങനെയാണ് ചില ഭാര്യമാർ. ഉപദ്രവം, വെറും ഉപദ്രവം. ഇങ്ങനെയുള്ള മനവികളെല്ലാം ഉപദ്രവമല്ല, ഉദവിത. ഇവിടെയുള്ള ഭാര്യമാർ ഉപദ്രവകാരികളല്ല. തെരിയും എല്ലാം ഉദവിത. നിങ്ങളുടെ മുഖം കണ്ടാലേ അറിയാം നല്ല സഹായികളാണ്. ദൈവത്തിന് മഹത്വം. അവൻ തലയിൽ കൈവയ്ക്கிறான். അവൻ തലയിൽ കൈവച്ചു. വാനத்துக்கு நேராக கை வைத்து ஸ்தோத்திரம் பண்ணி தேவனை துதிக்க வேண்டியவன் இப்பொழுதோ கையெல்லாம் மடங்கி எவரெஸ்ட் மேலே தலைக்கு மேலே கை வைக்கிறான். സ്വർഗത്തിലേക്ക് കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടവൻ ഇപ്പോൾ അവന്റെ തലയിൽ എവറസ്റ്റ് ഉള്ളതുപോലെ തലയിൽ കൈവച്ച് നടക്കുന്നു. ദൈവത്തിന് മഹത്വം. இப்படி கை வச்சால் അതിന്റെ അർത്ഥം என்ன? തലയിൽ ഇങ്ങനെ കൈവച്ചാൽ അർത്ഥം ഓ എന്റെ ദൈവമേ കഷ്ടമേ കഷ്ടം. എന്റെ ദൈവമേ കഷ്ടമേ കഷ്ടം. அப்படி ஸ்தோத்திரம் பண்ணும்போது நான் போய் தட்டும். ചില സഹോദരന്മാർ ഇങ്ങനെ സ്തോത്രം ഒരു നാള് കയ്യിലെ തലയിൽ കൈ വെച്ച് ഇപ്പടി സ്തോത്രം പണ്ണക്കൂടാ. ഒരിക്കലും തലയിൽ കൈവച്ച് ഇങ്ങനെ സ്തോത്രം ചെയ്യരുത്. അത് അയ്യോ കഷ്ടം എന്റെ അർത്ഥം. അയ്യോ കഷ്ടം എന്ന് പറയുന്നതാണ് അതിന്റെ അർത്ഥം. ദൈവത്തിന് മഹത്വം. കൈ ഉയർത്തി സ്തോത്രം പണ്ണ പഴക വേണം. കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്ത് ശീലിക്കണം. ദൈവത്തിന് മഹത്വം. അപ്പോ മനവിയിൽ ചൊന്നാൽ അർത്ഥം എന്ന? അപ്പോൾ ഭാര്യ എന്നാൽ അർത്ഥം എന്താണ്? ഉദവി, സഹായം, തുണ. അത് അവനക്ക് ഏറ്റ തുണയെ നാം ചെയ്യും. ഞാൻ അവനെ തക്ക തുണ ഉണ്ടാക്കി കൊടുക്കും. അവനക്ക് ഏറ്റ ഒരു തുണയെ ഉണ്ടാക്കുവോ? തക്കതായൊരു തുണ ഉണ്ടാക്കി കൊടുക്കും. തുണയാണ്, ഉദവിത, സഹായിയാണ്, ഉപദ്രവമല്ല, ഉപദ്രവിയല്ല. ആദാമുക്ക് ഏറ്റ തുണയെ നാം ഉണ്ടാക്കുവോ? ആദാമിന് തക്ക തുണ ഉണ്ടാക്കി കൊടുക്കാം. അവനക്ക് തുണയായിരിക്കണം, അവനെ തുണയായിരിക്കണം, അവനക്ക് ഉദവിയായിരിക്കണം, അവനെ സഹായിയായിരിക്കണം. അവന്റെ എല്ലാ ഇക്കട്ടുകളിലും, എല്ലാ പ്രശ്ന വേളയിലും, എല്ലാ സന്തോഷ വേളയിലും ഇവൾ ഉദവിയാകെ കാണപ്പെട വേണം. അവന്റെ കഷ്ടങ്ങളിൽ, ദുഃഖങ്ങളിൽ, സന്തോഷത്തിലെല്ലാം ഇവൾ സഹായിയായിരിക്കണം. മനുഷ്യനുടെ വാഴ്ക്കയിൽ ഏറ്റക്കുറച്ചിലുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകളുണ്ട്. ചില വേളയിൽ നല്ല ചെഴിപ്പായിരിക്കാം, ചിലപ്പോൾ സമൃദ്ധിയായിരിക്കാം, ചില വേളയിൽ താഴ്ചയും വരാം, ചിലപ്പോൾ താഴ്ചയായിരിക്കാം. മാരേജ് നടത്തുമ്പോൾ അതുകൊണ്ടാണ് വിവാഹം നടത്തുമ്പോൾ താഴ്വിലും ഉയർച്ചയിലും താഴ്ചയിലും, ബലത്തിലും ബലവീനത്തിലും, ബലത്തിലും ബലഹീനതയിലും എന്നെല്ലാം നാം ചൊല്ലിക്കൊടുക്കും. എങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഞാൻ ഇവർക്ക് ഏറ്റ ഉദവിയായിരിപ്പേൻ, ഞാൻ തനിക്ക് തക്ക തുണയായിരിക്കും. ഞാൻ മനവിയായിരിപ്പേൻ சொல்ல വേണ്ടിയവൾ ഭാര്യയായിരിക്കുമെന്ന് പറയേണ്ടവൾ ഉദവിയായിരിപ്പേൻ, ഞാൻ തക്ക തുണയായിരിക്കും. ഇവർക്ക് ഒരു കഷ്ടം വരുമ്പോൾ, എനിക്കൊരു കഷ്ടം വരുമ്പോൾ കഷ്ടത്തിൽ ഞാനും പോയി ചേരും. ആ കഷ്ടത്തിൽ ഞാനും പങ്കാളിയാകും. എനിക്കൊരു നല്ല മനവിയെ തരും. എനിക്കൊരു നല്ലൊരു ഭാര്യയെ കുറിച്ച് അറിയാം. തന്റെ പുരുഷനുடைய ബിസിനസ്സുക്കാക, ആ ഭർത്താവിന്റെ ബിസിനസ്സിനായി ഡെയിലി മധ്യാഹ്ന വേളയിൽ 2 മണി നേരം ജപിപ്പാൻ. ദിവസേന ഉച്ചയ്ക്ക് 2 മണിക്കൂർ പ്രാർത്ഥിക്കും. അവരുടെ പ്രശ്നയെല്ലാം അവളിടത്തിലെ ചൊല്ലുവാൻ. താൻ പ്രശ്നങ്ങളൊക്കെ ഭാര്യയോട് പറയും. ആ പ്രശ്നയെ താൻ പേപ്പറിൽ എഴുതി വെച്ച്, ആ പ്രശ്നങ്ങൾ താൻ ഒരു പേപ്പറിൽ ഡെയിലി കുറിക്കപ്പെട്ട സമയം 2 മണി നേരം, ദിവസവും ഒരു പ്രത്യേക സമയം 2 മണിക്കൂർ ആ പ്രത്യേക
புருஷனுடைய பிசினஸ் பிரச்சனைக்காக ഭർത്താവിന്റെ ബിസിനസ്സിലെ இவள் പ്രശ്നങ്ങൾക്കായി போராடி போராடி ஜெபிப்பாள். ഇവൾ പോരാടി പ്രാർത്ഥിക്കും. ആ പുരുഷനക്ക് അത് പെരിയ ബലനാക കാണപ്പെട്ടു. ഭർത്താവിന് അതൊരു വലിയ ബലമാണ്. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഒരു മുறை അവർ പെരിയ പ്രശ്നയിൽ കാണപ്പെട്ട. ഒരിക്കൽ താൻ ഒരു വലിയ പ്രശ്നത്തിലായി. ഒരു കമ്പനിക്ക് ഒരു ഡയറക്ടർ, ഒരു കമ്പനിയിലെ ഡയറക്ടർ, വലിയ മനുഷ്യൻ, ഒരു വലിയ മനുഷ്യൻ. ആ കമ്പനി പല പ്രശ്നങ്ങളുണ്ട്. കമ്പനിയിൽ പല പ്രശ്നങ്ങളുണ്ട്. വലിയ പ്രശ്നയായി വിട്ടത്. വലിയ പ്രശ്നങ്ങളായല്ലോ. അതല്ല, എനിക്ക് കഷ്ടമില്ല. ഇല്ല, എനിക്ക് കഷ്ടമില്ല. അതെന്നെ കാരണം എന്താണ്? എനിക്കൊരു നല്ല മനവിയുണ്ട്, എനിക്കൊരു നല്ല ഭാര്യയുണ്ട്. എന്റെ പ്രശ്നയ്ക്കാകെ അവൾ പോരാടി ജപിപ്പാൾ. എന്റെ പ്രശ്നങ്ങൾ ഓർത്ത് അവൾ പോരാടി പ്രാർത്ഥിച്ചു. അവൾ ജപിച്ച് അവൾ പ്രാർത്ഥിച്ചു. മല പോലെയുള്ള പ്രശ്നയെല്ലാം അത് താഴ്വരയാക മാറ്റപ്പെട്ടു. ഈ പർവ്വത സമാനമായ പ്രശ്നങ്ങൾ ഒരു താഴ്വരയായി മാറി. പ്രശ്നയെ കുറിച്ച് കവലയില്ല. ആകയാൽ പ്രശ്നങ്ങളെ ഓർത്ത് ഭയപ്പെടുന്നില്ല. എവളോ നല്ല ഒരു മനവി, എത്ര നല്ലൊരു ഭാര്യ. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പുരുഷനക്ക് ആറുതലായിരുന്നു, ഭർത്താവിന് ഒരു ആശ്വാസമായി, സന്തോഷമായിരുന്നു, ഭർത്താവിന് സന്തോഷമായിരിക്കും. ദേവനക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ഇനി ഒരു മനവിയെ എനിക്ക് തെരിയും. വേറെ ഒരു ഭാര്യ അറിയാം. വലിയ വരുമാനമില്ല, വലിയ വരുമാനമില്ല. എന്നാൽ അവരുടെ വീട് പാത്താൽ പെരിയ ഒരു വരുമാനമുള്ള പണക്കാർ വീട് പോലെ താൻ ഇരിക്കും. എന്നാൽ അവരുടെ വീട് നോക്കിയാൽ വലിയ സമ്പന്നരുടെ ഗൃഹം പോലെ ഇരിക്കും. ഇവർ അടിക്കടി വരുമാനമില്ലേ എന്ന് ചൊല്ലി ദുഃഖപ്പെടുവാൻ. താൻ കൂടെ കൂടെ വരുമാനമില്ലല്ലോ എന്ന് ഭാര്യ പറയും. നിങ്ങൾ ദുഃഖപ്പെടാതീങ്ക, നിങ്ങൾ ദുഃഖിക്കേണ്ട, ഈ വരുമാനം പോതും, നമുക്ക് ഈ വരുമാനം മതി, ഇതിൽ സന്തോഷമായി നാം ജീവിക്കും, ഇതിൽ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം, ഞാൻ നിങ്ങൾക്ക് സഹായിയായിരിക്കും. വരുമാനമില്ലേ എന്ന് ചൊല്ലി കവലപ്പെട വേണ്ട. വരുമാനമില്ലെന്ന് നിങ്ങൾ വിഷമിക്കേണ്ട, എന്നെ നിങ്ങൾ തൃപ്തിപ്പെടുത്ത വേണ്ട, നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തണ്ട. ഞാൻ നിങ്ങളുടെ എല്ലാ കഷ്ടത്തിലും എല്ലാ ദുഃഖത്തിലും എന്ത് വരുമാനമാനാലും അതിൽ ഇസൈന്ത് നിങ്ങൾക്ക് ഉദവിയായിരുന്നു. നിങ്ങൾക്ക് എത്ര വരുമാനം ഉണ്ടായാലും കഷ്ടത്തിലും ദുഃഖത്തിലും അങ്ങയോട് ചേർന്ന് അങ്ങയ്ക്ക് ഞാൻ നല്ലൊരു സഹായിയായിരിക്കാം. എവളവും ആറുതലാന വാർത്ത, എത്രയും ആശ്വാസപ്രദമായ വാക്ക്. അത് കേൾക്കുമ്പോൾ നല്ല കൂൾ ഡ്രിങ്ക്സ് കുടിച്ച മാതിരി, ഒരു ശീതളപാനീയം കുടിച്ചതുപോലെ. കവലപ്പെടാതെ, നിങ്ങൾ വിഷമിക്കണ്ട. വീട്ടിക്ക് കാശില്ലേ, പണമില്ല, വീട്ടിലൊന്നുമില്ല. ഒരു മനവി ഒരു ഭാര്യ പറയുന്നു, കവലപ്പെടാതീങ്ക, നിങ്ങൾ വിഷമിക്കണ്ട. മധ്യാഹ്നം ഞാൻ നല്ല കുളമ്പ് തരാം, ഉച്ചയ്ക്ക് നല്ല കറി തരാം, ഇരിക്കുന്നത് വെച്ച് ഞാൻ നല്ല കുളമ്പ് ചെയ്യറേൻ, ഉള്ളത് കൊണ്ട് ഓണം പോലെ ഉണ്ടാക്കി തരാം. കവലപ്പെടുകയാണ്. താൻ വിഷമിക്കുന്നു, കാരണം എന്റെ വീട്ടിക്ക് എന്നാല് ഒരു നല്ല പിള്ളകൾക്ക് സാപ്പാട് കൊടുക്ക എന്നാല് മുടികരുതില്ലയേ, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം കൊടുക്കാനുള്ള സമ്പാദ്യം എനിക്കില്ലല്ലോ, സമ്പാദിക്കാൻ കഴിയുന്നില്ലല്ലോ, വരുമാനമില്ലയേ, എനിക്ക് വരുമാനം കുറവാണ്. കവലപ്പെടുന്നത് ഉണ്മതാ. അവൻ വിഷമിക്കുന്നത് വാസ്തവം. അവൾ എന്നെ சொல்லுகிறா, അവൾ എന്താണ് പറയുന്നത്? കവലപ്പെടാതീങ്ക, അച്ഛ വിഷമിക്കേണ്ട, ഉള്ളത് കൊണ്ട് നല്ല സാപ്പാട് നല്ല ഭക്ഷണം ഉണ്ടാക്കി സന്തോഷമായിരുங்க, നിങ്ങൾ സന്തോഷമായി വേലയിൽ സന്തോഷமாக செய்யுங்க, ഉള്ള ജോലി സന്തോഷത്തോടെ ചെയ്യുക. ഒരു ദിവസം ദേവൻ നമ്മെ ആശീർവദിക്കും. ദൈവം തീർച്ചയായും നമ്മെ ആശീർവദിക്കും. നിങ്ങളുടെ അധ്വാനം അനുഗ്രഹിക്കും. നാം വലിയ കാര്യങ്ങൾ ചെയ്യും, അന്ന് നമുക്ക് വലിയ കാര്യങ്ങൾ നേടാം. ഇതാണ് ഒരു മനവി, ഇതാണ് ഒരു ഭാര്യ. അതാ മനവി എന്ന് சொன்னால் ഉദവി. ഭാര്യ എന്ന് പറഞ്ഞാൽ സഹായി, ഉപദ്രവമല്ല, ഒരു ഉപദ്രവമല്ല. ഇതുപോലെ നമ്മുടെ യേശുവുക്ക് നാം മനവിയാക ഉദവിയാക കാണപ്പെടുவோம். നാം യേശുവിനെ ഭാര്യയായി സഹായിയായി കാണപ്പെടാം. യേശുവുക്ക് இப்போது ഉദവിയായി இருக்க வேண்டும். നാം ഇപ്പോൾ യേശുവിനെ സഹായികളായ കാര്യങ്ങളിൽ, യേശുവിന്റെ കാര്യത്തിൽ, ആവിക്കുറിയ വിഷയങ്ങളിൽ, ആത്മീക കാര്യങ്ങളിൽ, പരിശുദ്ധ വിഷയത്തിൽ, വിശുദ്ധിയുടെ കാര്യങ്ങളിൽ, സ്വഭാവ വിഷയത്തിൽ, സ്വഭാവത്തിൽ അവർക്ക് നാം ഉണ്മയുള്ളവരാക ഉദവിയുള്ളവരാക നാം കാണപ്പെട வேண்டும். നാം തനിക്ക് വിശ്വസ്തരായി സഹായികളായി കാണപ്പെടാം. ഇതാണ് ഒരു മനവി, ഇതാണ് ഒരു ഭാര്യ. സാറാൾ അബ്രഹാമുക്ക് ഉദവിയാക കാണപ്പെട്ടാൾ. സാറ അബ്രഹാമിന് സഹായിയായിരുന്നു. ഇസാഖിക്ക് ഉദവിയാക ഇസഹാക്കിന് ഒരു സഹായിയായിരുന്നു. ദൈവത്തിന് മഹത്വം. എസ്തർ അഹശ്വേരോസ് രാജാവുക്ക് ഉദവിയാക കാണപ്പെട്ടു. എസ്തർ അഹശ്വേരോസിന് സഹായിയായിരുന്നു. ദൈവത്തിന് മഹത്വം. രൂത്ത് ബോവസുക്ക് ഉദവിയാക, രൂത്ത് ബോവസിന് ഒരു സഹായിയായിരുന്നു. ഇപ്പടി വേദത്തിൽ അനേക നല്ല നല്ല മനവികളെ നാം പാർക്കുന്നു. ഇങ്ങനെ ബൈബിളിൽ എത്രയോ നല്ല ഭാര്യമാരെ കാണാം. പുരുഷനുക്ക് ഉദവിയാക കാണപ്പെട്ടാർ, ഭർത്താവിന് സഹായികളായവർ കാണപ്പെട്ടു. ആവിക്കുറിയ വിഷയത്തിൽ, ആത്മീക കാര്യത്തിൽ നാം നമ്മുടെ യേശുവുക്ക് ഉദവിയായിരുന്നു. നാം നമ്മുടെ യേശുവിന് സഹായികളായിരിക്കാം. അക്ഷരീകമായ സഹോദരികളെ, മനവികളെ, உங்கள் வீட்டுக்கு உங்கள் புருஷனுக்கு നിങ്ങൾ ഉദവികളാക കാണപ്പെട வேண்டும். പ്രിയ സഹോദരിമാരെ, ഭാര്യമാരെ, നിങ്ങളുടെ ഭവനത്തിന് ഭർത്താക്കന്മാർക്ക് നല്ല സഹായികളായിരിക്കുവിൻ. அந்த சகோதரி புருஷனுடைய விஷயத்துக்காக, புருஷனுடைய கஷ்டத்துக்காக
குடும்பத்திலே கஷ்டத்துக்காக குறிக்கப்பட்ட ஒரு நேரம் எடுத்து ஜெபித்தது போல என் குடும்பத்துக்காக, என் புருஷனுக்காக, என் பிள்ளைகளுக்காக, என் கஷ்டத்துக்காக ജപിപ്പേൻ എന്ന് சொன்னால் ഉൻ കുടുംബം ആശീർവദിക്കപ്പെടും. ആ സഹോദരി ഭർത്താവിന്റെ കഷ്ടങ്ങൾ ഓർത്ത് കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ആ നിർദ്ദിഷ്ട സമയത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ എന്റെ ഭർത്താവിന്റെ കഷ്ടങ്ങൾ ഓർത്ത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമെന്ന് നീ തീരുമാനിച്ചാൽ തീർച്ചയായും നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. രണ്ട് കുടുംബത്തിലെ പുരുഷர்கள் മനവിയിൽ മികവും അൻപ് കൂർന്താർ. രണ്ട് കുടുംബത്തിലെ ഭർത്താക്കന്മാർ ഭാര്യയിൽ വളരെയധികം സ്നേഹം പുലർത്തി. ദൈവത്തിന് മഹത്വം. അതുപോലെ പുരുഷകളെ മനവിയിൽ അൻപ് കൂറുക. അതുപോലെ ഭർത്താക്കന്മാരെ എഴുത്തിൻപടിയുള്ള കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടും. അങ്ങനെ അക്ഷരികമായ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. നിങ്ങൾ ഇരുവരും ഐക്യപ്പെട്ടാൽ മറ്റും താൻ വളരെ മുടിയും. നിങ്ങൾ രണ്ടുപേരും ഐകമത്യപ്പെട്ടാലേ വളരുവാനാവൂ. ദൈവത്തിന് മഹത്വം. വളർന്ന സ്വഭാവം മറുരൂപപ്പെടവേ. വളർന്ന സ്വഭാവം രൂപാന്തരപ്പെടണം. മറുരൂപത്തെ കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു சொல்லுகிற വേളയിൽ കർത്താവായ യേശു രൂപാന്തരത്തെ കുറിച്ച് പറയുമ്പോൾ 8-ാം അധികാരം 18-ാം വചനത്തിൻപടി യെശയ്യാവ് 8:18 ഇതോ ഞാനും കർത്തർ എനിക്ക് തന്ന പിള്ളകളും ഇതാ ഞാൻ പർവ്വതത്തിൽ അത്ഭുതങ്ങളാകെ അടയാളങ്ങളാകെ കാണപ്പെടുകിன்றனர். ഇതാ ഞാനും യഹോവ എനിക്ക് തന്ന മക്കളും സിയോൻ പർവ്വതത്തിൽ അത്ഭുതങ്ങളായി അടയാളങ്ങളായി കാണപ്പെടുന്നു. ഇതാ ഞാനും കർത്തർ യഹോവ എനിക്ക് തന്ന പിള്ളകൾ. യഹോവയാകുന്ന കർത്താവ് എനിക്ക് തന്നതായ മക്കൾ. അതിന്റെ അർത്ഥം എന്നാ? അർത്ഥം എന്താണ്? ദേവനുടെ ആവിയിനാൽ പരിശുദ്ധമാക്കപ്പെട്ട ദേവപിള്ളകൾ. ദൈവാത്മാവിനാൽ വിശുദ്ധരാക്കപ്പെട്ട ദൈവമക്കൾ. ദേവനുടെ ആവിയിനാൽ പരിശുദ്ധാവിയിനാൽ മറുരൂപമാക്കപ്പെട്ടവர்கள். ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ രൂപാന്തരപ്പെട്ട ദൈവമക്കൾ. അത കർത്തർ എനിക്ക് തന്ന പിള്ളകൾ. യഹോവ എനിക്ക് തന്ന മക്കൾ. യേശു சொல்லுகிறார். യേശു പറയുന്നു. തൃത്വത്തിൽ രണ്ടാം ദേവൻ சொல்லுகிறார். തൃത്വത്തിലെ രണ്ടാമനായ ദൈവം പറയുന്നു. ഇതാ ഞാനും കർത്തർ എനിക്ക് തന്ന പിള്ളകൾ. യഹോവ എനിക്ക് തന്ന മക്കളും. സിയോൻ പർവ്വതത്തിൽ ദേവനുക്ക് മുൻപാകെ അത്ഭുതങ്ങളാകെ അടയാളങ്ങളാകെ കാണപ്പെടും. സിയോൻ പർവ്വതത്തിൽ ദൈവം മുൻപാകെ അത്ഭുതങ്ങളായി അടയാളങ്ങളായി കാണപ്പെടുന്നു. ഇതാണ് മണവാട്ടിയെ കുറിച്ചുള്ള ദേവനുടെ സാക്ഷി. ഇതാണ് മണവാട്ടിയെ കുറിച്ചുള്ള ദൈവത്തിന്റെ സാക്ഷി. മണവാട്ടിയുടെ അർത്ഥം എന്ന്? മണവാട്ടിയുടെ അർത്ഥം എന്ത്? ദൈവത്തിന് മനവിയുടെ അർത്ഥത്തെ പാർത്തു. ഭാര്യയുടെ അർത്ഥം നോക്കി. അർത്ഥത്തിൻപടി എഴുത്തിൻപടിയും ആവിക്കുറിയ നിലമയിലും ജീവിക്കുമ്പടിയാക നമ്മെ നാം ഒപ്പടയ്പോം. ആ അർത്ഥത്തിന് അനുയോജ്യമായ നിലയിൽ ആത്മീകമായും അക്ഷരീകമായും ജീവിക്കുവാൻ നമ്മെ സമർപ്പിക്കാം. ഇനി മണവാട്ടി എന്നാൽ അർത്ഥം എന്ന്? ഇനി മണവാട്ടി എന്നാൽ അർത്ഥം എന്താണ്? ആയത്തപ്പെട്ടവൾ എന്റെ അർത്ഥം. ഒരുങ്ങിയിരിക്കുന്നവൾ എന്നർത്ഥം. ദൈവത്തിന് മഹത്വം. വെളിപ്പെടുത്തൽ 22-ാം അധികാരം 12-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 22:12 വായിച്ചാട്ടെ. ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം. 22:17 വരിക എന്ന ആത്മാവും വരിക എന്റെ ആത്മാവും മണവാട്ടിയും പറയുന്നു. മണവാട്ടിയും சொல்லுகிறது. വാരുങ്ങൾ എന്റെ ആവിയും മണവാട്ടിയും ഒന്നാക சொல்லுகிறார். വരിക എന്ന ആത്മാവും മണവാട്ടിയും ഒത്തൊരുമിച്ച് പറയുന്നു. വാരുങ്ങൾ വരിക. யாரை பார்த்து வாருங்கள் சொல்ல முடியும்? ആരോടാണ് വരുവിൻ എന്ന് പറയുന്നത്? അവർക്ക് ഒരു സീറ്റിനെ ആയത്തപ്പെടുത്തിനാൽ അവർക്ക് ഒരു ഇരിപ്പിടം വാരുങ്ങൾ ഉட்காருங்கள். വരുവിൻ ഇരിക്കുവിൻ എന്ന് പറയാം. അവർക്ക് കുടിക്കുന്നതുക്കാக നീ വയ്ത്താൽ അവർക്ക് പാനീയം ഒരുക്കി വെച്ചാൽ വാരുങ്ങൾ കുടിയുങ്ങൾ. വരുവിൻ അത് പാനം ചെയ്യുവിൻ എന്ന് ഏതാവത് കൊടുക്കുന്നതുക്കാக വയ്ത്താൽ ഏതെങ്കിലും നൽകുവാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വാരുങ്ങൾ പെറ്റുകൊള്ളുങ്ങൾ. വരുവിൻ അത് പ്രാപിച്ചുകൊള്ളുവിൻ. ഒന്നുമില്ലാமல் വാരുങ്ങൾ சொன்னால் അർത്ഥം എന്ന്? ഒന്നുമില്ലെങ്കിൽ വരിക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഉட்கார்றதுக்கு നാற்കാലി ഇല്ല, ഇരിക്കാൻ കസേരയില്ല. വാരുങ്ങൾ വരിക. അവൻ വந்தாச்சு, വന്നു, നിൽക്കണം, അവിടെ തന്നെ നിൽക്കുന്നു. എന്നാ അർത്ഥം? അർത്ഥം എന്താണ്? അതിലർത്ഥമില്ല. വാരുങ്ങൾ വരുവിൻ. കുടിക്കുന്നതുക്ക് ഒന്നുമില്ല, കുടിക്കാനൊന്നുമില്ല. അതിലെന്നാ അർത്ഥം? അതിലർത്ഥം എന്ത്? ഇതോ മണവാട്ടിയും ആവിയും சொல்லுகிறது என்ன? ഇതാ ആത്മാവും മണവാട്ടിയും എന്ന് പറയുന്നു. വാരുങ്ങൾ, വരിക. യേശുവേ വാരു, യേശുവേ വരേണമേ. അർത്ഥം എന്താണ്? ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. ആവിയിനാൽ ഞാൻ ആയത്തപ്പെട്ടു. ഈ ആത്മാവിനാൽ ഞാൻ ഒരുക്കപ്പെട്ടു. ആവിയും
நானும் இப்பொழுது ஒன்றாக காணப்படுகிறோம். ഇപ്പോൾ ആത്മാവും ഞാനും ഒന്നായിരിക്കുന്നു. இந்த ആവിക്ക് ഞാൻ കീഴ്പ്പടിந்தேன். ഈ ആത്മാവിനെ ഞാൻ അനുസരിച്ച്, இந்த ആവിயிനാൽ ഈ നടത്തപ്പെട്ടു, ആത്മാവിനാൽ നടത്തപ്പെട്ട്, இந்த ആവിயிനാൽ പരിശുദ്ധമാക്കപ്പെട്ടു, ഈ ആത്മാവിനാൽ இந்த വിശുദ്ധമാക്കപ്പെട്ട്, ആവിயிനാൽ എല്ലാ செய்கைகளும் செய்தேன். ഈ ആത്മാവിനാൽ സകല പ്രവൃത്തികളും என்னை ചെയ്തു. குறித்து ஆவியோடு கேட்டு பாருங்கள். എന്നെ കുറിച്ച് ആത്മാവിനോട് ചോദിച്ചു നോക്കുക. പരലോകത്തിൽ സാക്ഷിയിടുகிறவர்கள் മൂവർ, സ്വർഗത്തിൽ സാക്ഷ്യം നൽകുന്നവർ മൂവർ. അതിൽ ഒരുവർ ആവി, അതിൽ ഒന്ന് ആത്മാവ്, പരിശുദ്ധാവി. அந்த പരിശുദ്ധാത്മാവ്. പരിശുദ്ധാവിയും മണവാട്ടിയും ചേർന്ന് சொல்லுகிறார். ആ പരിശുദ്ധാത്മാവ് മണവാട്ടിയും ചേർന്ന് പറയുന്നു, കർത്തരാകിയ ആണ്ടവരേ വാരും, ആമേൻ, കർത്താവേ ഞങ്ങൾ വരേണമേ. ആയത്തമായി ഇരിക്കുന്നു. ഞങ്ങൾ ഒരുങ്ങിയിരിക്കുന്നു. അത് ആയത്തപ്പെട്ടവൾ എന്റെ അർത്ഥം. അതാണ് ഒരുങ്ങിയിരിക്കുന്നവൾ എന്നർത്ഥം. ദൈവത്തിന് മഹത്വം. ആയത്തപ്പെട്ടവൾ എടുത്തുകൊള്ളപ്പെടുവാർ. ഒരുങ്ങിയിരിക്കുന്നവൾ എടുക്കപ്പെടും. അടുത്ത അപ്പൊ ആയത്തപ്പെട വേണ്ടുമാനാൽ നാം എന്നെ ചെയ്യ വേണ്ടും. ആകയാൽ ഒരുങ്ങണമെങ്കിൽ നാം ഇതൊരു എന്ത് വലിയ ചെയ്യണം? വിഷയം. ഇതൊരു വലിയ എല്ലാം വിഷയമാണ്. ചൊല്ലാൻ നമുക്ക് നേരം, എല്ലാം പറയാൻ നേരമില്ല. ദൈവത്തിന് മഹത്വം. മുഴു ബൈബിളും ഈ മണവാട്ടി എന്ന വിഷയത്തിൽ നാം പഠിക്ക വേണ്ടും. ഈ മണവാട്ടി എന്ന വിഷയത്തിൽ മുഴുവൻ ബൈബിളും നാം പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ദേവന്റെ മനസ്സിലെ നോക്കം. ഇതാണ് ദൈവ മനസ്സിലെ ഉദ്ദേശം. 1 കൊരിന്ത്യർ 2:16 1 കൊരിന്ത്യർ 2:16 ദേവനുடைய മനதை അറിந்தവൻ യാർ? കർത്താവിന്റെ മനസ്സാരാഞ്ഞറിഞ്ഞവനാ. ഞങ്ങൾക്കോ ദേവനുடைய മനതുണ്ട്. ഞങ്ങളോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. ദേവനുடைய മനதை ഞങ്ങൾ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ കർത്താവിന്റെ മനസ്സ് മനസ്സിലാക്കി, ദേവനുடைய മനதை വിളങ്ങി ഞങ്ങൾ കർത്തൃക്കന്റെ ഊഴിയം ചെയ്യുന്നു. ഞങ്ങൾ ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കി കർത്താവിനായി സേവ ചെയ്യുന്നു. അറിந்தവൻ യാർ? കർത്താവിന്റെ മനസ്സറിഞ്ഞവനാർ. കർത്തരുടെ മനതെന്നെ? കർത്താവിന്റെ മനസ്സ് എന്താണ്? മണവാട്ടിയാക മാറ്റപ്പെട വേണം, മണവാട്ടിയായി മാറണം. இந்த பூமியில் இருந்த ഒരു കൂട്ടം പരിശുദ്ധവാൻകൾ മണവാട്ടിയാക മാറ്റപ്പെടണം. ഈ ഭൂമിയിൽ നിന്ന് ഒരു കൂട്ടം വിശുദ്ധന്മാർ മണവാട്ടിയാകണം. അവൾ ആയത്തപ്പെട്ടവളാക കാണപ്പെടണം. അവൾ ഒരുങ്ങിയവളായി മാറണം. പരിശുദ്ധാവിയിനാൽ ആയത്തപ്പെട വേണ്ടും. പരിശുദ്ധാത്മാവിനാൽ ഒരുങ്ങണം. ആവിയും മണവാട്ടിയും ചൊല്ലുகிறாർ. ആത്മാവും മണവാട്ടിയും പറയുന്നു, ആവിയിനാൽ ഞാൻ ആയത്തപ്പെട്ട്, ഞാൻ ആത്മാവിനാൽ ഒരുക്കപ്പെട്ടു. റോമർ 8:14 റോമാലേഖനം 8:14 ആവിയിനാൽ നടത്തപ്പെട്ട്, ആത്മാവിനാൽ നടത്തപ്പെട്ടു. റോമർ 8:26 റോമർ 8:26 യൂദ 23 യൂദ 23 വാക്യപ്രകാരം പരിശുദ്ധാവിയിൽ ഞാൻ ജപിത്തേ, ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. പരിശുദ്ധാവിയിൽ ജപിത്തേ, ഞാൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചു. ആവിക്ക് മുற்றிலுமாக ഞാൻ കീഴ്പ്പെടുந்து ജീവിത്തേ. ഞാൻ പൂർണ്ണമായി ആത്മാവിനെ അനുസരിച്ച് ആവിയിനാൽ പരിശുദ്ധമാക്കപ്പെട്ടു, ആത്മാവിനാൽ വിശുദ്ധമാക്കപ്പെട്ടു. അതിനകത്ത് ആവിയും മണവാട്ടിയും ചൊല്ലുகிறார்கள் വാരും. ആകയാൽ ആത്മാവ് മണവാട്ടിയും പറയുന്നു, പരിശുദ്ധാവിയിനാൽ പരിശുദ്ധമാക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധമാക്കപ്പെട്ട്. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. പരിശുദ്ധമാക്കപ്പെട വേണ്ടുമാനാൽ നാം വിശുദ്ധമാക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഉപദേശപ്രകാരം വചനത്തിനാൽ പരിശുദ്ധം, വചനത്താൽ വിശുദ്ധി, രക്തത്തിനാൽ പരിശുദ്ധം, രക്തത്താൽ വിശുദ്ധി, ആവിയിനാൽ പരിശുദ്ധം, ആത്മാവിനാൽ വിശുദ്ധി. அந்த விஷயம் നമുക്ക് தெரியும். ആ കാര്യം നമുക്കറിയാം. ഇനിയും എസ്തേർ റാണിയെ കുറിച്ച് നാം പഠിക്കുമ്പോൾ, നാം എസ്തർ രാജ്ഞിയെ കുറിച്ച് വായിക്കുമ്പോൾ, അഹസ്വേരോസ് രാജാവുക്കാக അവൾ തന്നെ ആയത്തപ്പെടുത്തിനാൾ. അവൾ അഹസ്വേരോസ് രാജാവിനായി തന്നെത്താൻ ഒരുക്കി. അങ്ങയും ഒരു ആയത്തത്തെ കുറിച്ച് നാം പാർക്കുന്നു. അവിടെയും ഒരു ഒരുക്കത്തെ കുറിച്ച് കാണുന്നു. ദൈവത്തിന് മഹത്വം. 6 മാസം വെള്ളപ്പോളത്തിനാലും 6 മാസം മൂരുകൊണ്ടും 6 മാസം സുഗന്ധവർഗത്തിനാലും അവരെ ആയത്തപ്പെടുത്ത 6 മാസം വേണ്ടും. കുന്തിരിക്കം കൊണ്ടും ശുദ്ധീകരണം വേണം. വെള്ളപ്പോളത്തിനാൽ ഒരു ആയത്തം, മൂര് കൊണ്ടുള്ളതായ ഒരു ഒരുക്കം, ശുദ്ധീകരണം. സുഗന്ധവർഗത്തിനാൽ ഒരു ആയത്തം, കുന്തിരിക്കം കൊണ്ടുള്ളതായ ഒരു ശുദ്ധീകരണം. 5 നിമിഷത്തിൽ ചൊല്ലുகிறேன். അത് മാത്രം ഒരു 5 മിനിറ്റ് കൊണ്ട് പറയാം. இந்த விஷயத்தில் നാമും ആയത്തപ്പെട വേണ്ടും. ഈ വിഷയത്തിൽ ഈ വർഷം നാം ആയത്തപ്പെടുക. നാം പരിശുദ്ധാത്മാവിനാൽ ഒരുങ്ങുന്നു. പരിശുദ്ധാവിനാൽ എപ്പടി നാം ആയത്തപ്പെടുகிறோம்? നാം പരിശുദ്ധാത്മാവിനാൽ എങ്ങനെ ഒരുങ്ങുന്നു? നിറമ്പിനാൽ മറ്റും പോരാ. ആത്മാവിൽ നിറഞ്ഞാൽ മാത്രം പോരാ. ഭാഷ പേസിനാൽ മറ്റും അന്യഭാഷകൾ പറഞ്ഞാൽ മാത്രം പോരാ. ആവിയിൽ നിറമ്പ വേണ്ടും, അന്യഭാഷ പേസ വേണ്ടും. ആത്മാവിൽ നിറയണം, അന്യഭാഷകൾ പറയണം. വെള്ളപ്പോളത്തിനാൽ ഉന്നെ നീ ശുദ്ധീകരിക്ക വേണ്ടും. നീ മൂര് കൊണ്ട് നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. വെള്ളപ്പോളം ഏതെ വെളിപ്പെടുത്തുക? ഈ മൂര് എന്തിനെ കാണിക്കുന്നു? ദൈവത്തിന് മഹത്വം. വെള്ളപ്പോളം നമ്മുടെ വിണ്ണപ്പത്തെ വെളിപ്പെടുത്തുക. ആ മൂരുന്നത് നാം ദിവസത്തിൽ കഴിക്കുന്ന അപേക്ഷയെ കാണിക്കുന്നു. ആവിയിനാൽ നമ്മെ നാം ശുദ്ധീകരിക്ക വേണം. നാം യാചനയുടെ ആത്മാവിനാൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കണം. ജപത്തിക്ക് 4 പകുതികളുണ്ട്. പ്രാർത്ഥനയ്ക്ക് 4 ഭാഗമുണ്ട്. ഒരു വിണ്ണപ്പം, ഒന്ന് അപേക്ഷ, രണ്ടാമത് വേണ്ടുതൽ, അടുത്തതായി യാചന, മൂന്നാമത് ജപം, പ്രാർത്ഥന, നാലാമത് സ്തോത്രം. പഴയ ഏർപ്പാട്ടെ പാർക്കുമ്പോൾ പഴയ നിയമത്തിൽ നോക്കിയാൽ വെള്ളപ്പോളം, മൂര്, കുങ്കിലിയം, ലവംഗം,
ഹൽബാനി പശ, സാമ്പ്രാണി. സാമ്പ്രാണി. இந்த 4 விதமான பொருட்களினால் ഇങ്ങനെ 4 വിധ വസ്തുക്കളാൽ നീ ദേവനുക്കെന്റെ ധൂപവർഗത്തെ ചെയ്വായാ. നീ ദൈവത്തിനായി സുഗന്ധ ധൂപവർഗം ഉണ്ടാക്കണം. 30-ാം അധികാരം 34-ാം വചനത്തിൽ ഇതെല്ലാം വാസിക്കാം. പുറപ്പാട് 30-34 ഇതൊക്കെ വായിക്കേണ്ട. ദൈവത്തിന് മഹത്വം. അപ്പോ ഒരു ജപ ആവി നമുക്ക് തേവ. ആകയാൽ ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് നമുക്ക് വേണം. ദൈവത്തിന് മഹത്വം. ഒരു വിണ്ണപ്പത്തിന് ആവി, ഒരു യാചനയുടെ ആത്മാവ്, സപ്ലിക്കേഷൻ, യാചന, പെറ്റീഷൻ, പരിദേവനം. ദൈവത്തിന് മഹത്വം. നമ്മുടെ வாழ்க்கைയിൽ പല ദുഃഖങ്ങൾ വരും. നമ്മുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങൾ വന്നേക്കാം, കഷ്ടതകൾ വരും. അനേകർ ദുഃഖവേളയിൽ, അനേക ദുഃഖവേളകളിൽ, കഷ്ടവേളകളിൽ, രോഗവേളകളിൽ തളർന്ന് അധൈര്യപ്പെട്ട് പിൻവാറി ഒരു പിന്മാറ്റക്കാരനെ പോലെ കാണപ്പെടുന്നു. ഇല്ല, നമുക്ക് കഷ്ടങ്ങളുണ്ട്, നമുക്ക് കഷ്ടതകളുണ്ട്. കഷ്ടമില്ലാമൽ പൂർണ്ണമില്ല, കഷ്ടതയില്ലാതെ തികവില്ലല്ലോ. ദൈവത്തിന് മഹത്വം. പാടുകളിനാല് അവർ പൂർണ്ണനാക്കപ്പെട്ടാർ. താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ തികഞ്ഞവനായി മാറി. ஆனால் இவ்விதமான கஷ்டங்கள் வரும்போது, ആകയാൽ ഇങ്ങനെയുള്ള കഷ്ടങ്ങൾ വരുമ്പോൾ நீங்கள் தேவனிடத்தில் வேண்டுதல் செய்ய, നിങ്ങൾ ദൈവത്തോട് അപേക്ഷ കഴിക്കണം. ஏன் இந்த கஷ்டம் என்று நீ கேள்வி கேட்க கூடாது. എന്തിനാണ് ദൈവമേ ഈ കഷ്ടതകളെ ചോദ്യം ചെയ്യരുത്. உன்னை நீ சுத்திகரிக்க வேண்டும். ആ മൂർത്തൈലം കൊണ്ട് നിന്നെ തന്നെ ശുദ്ധീകരിക്കുക. மனவாட்டியாக மாற்றப்பட வேண்டுமா? നീ മനവാട്ടിയായി മാറണമോ? உன்னுடைய வாழ்க்கையில் ஒரு வெள்ளை போளம் தேவை. നിന്റെ ജീവിതത്തിൽ ഒരു മൂർത്തൈലം വേണം. ദൈവത്തിന് മഹത്വം. வெள்ளை போளம் சொன்னால் வேண்டுதலை வெளிப்படுத்து. ഈ മൂർത്തൈലം എന്നത് യാചനയെ കാണിക്കുന്നു. കുങ്കുലിയം എന്ന് சொன்னால் ജപത്തെ വെളിപ്പെടുത്തുന്നു. ഗുൽഗുലു എന്നത് പ്രാർത്ഥനയെ കാണിക്കുന്നു. ഹൽബാന പശ എന്നത് അത് വിണ്ണപ്പ വേണ്ടുതലെ വെളിപ്പെടുത്തുന്നു. അത് പക്ഷപാതത്തെ കാണിക്കുന്നു. സാമ്പ്രാണി എന്നത് സ്തോത്രത്തെ കാണിക്കുന്നു. വെള്ളപ്പോളം ഒരു മൂർത്തൈലം. ദൈവത്തിന് മഹത്വം. വിണ്ണപ്പം ചെയ്യണം. നാം അപേക്ഷിക്കണം. ഞാൻ എനിക്കായി തന്നെ അപേക്ഷിക്കുന്നത്. ദൈവത്തിന് മഹത്വം. അന്നാളെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഹന്നയെ കുറിച്ച് വായിക്കുമ്പോൾ 1 സാമുവേൽ 1-ാം അധികാരം 6-ാം വചനം, 8-ാം വചനം, 10-ാം വചനം, 11, 12, 17 വചനങ്ങളിൽ വാസിക്കുമ്പോൾ 1 ശമൂവേൽ 1-ാം അധ്യായം 6, 8, 11, 12, 17 10-ാം വാക്യത്തിൽ അവളുടെ ചക്രാത്തിയിനാൽ അവൾക്ക് പെരിയ ഉപദ്രവം വന്നത്. അവൾക്ക് അവളുടെ ഭർത്താവിനുണ്ടായിരുന്ന മറ്റു ഭാര്യയാൽ വലിയതായ ഉപദ്രവം ഉണ്ടായി. ദൈവത്തിന് മഹത്വം. എൽക്കാനാവുക്ക് 2 മനവി. എൽക്കാനയ്ക്ക് 2 ഭാര്യമാർ. അതാ ചക്രത്തിൻ சொல்லுகிறது. അവളെ ഭാര്യയുടെയും ഭർത്താവിന്റെ മറ്റൊരു ഭാര്യ. അവളെ കൊണ്ട് വലിയ നിന്ദ. നീ എന്തിനു വരണം? ഞങ്ങൾ ആലയത്തിൽ പോയി പിള്ളകൾക്കാക പലവിധமான വഴിപാടുകൾ ചെയ്യ പോകുறோம். ആലയത്തിൽ ചെന്ന് മക്കൾക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ പോകുന്നു. നിനക്ക് പിള്ളയില്ലേ? എനിക്ക് ഭാര്യയില്ല. നീ ഏൻ വരികറ? നീ എന്തിനു വരുന്നു? നീ വീട്ടിലെ ഇരുന്ന് വേല പാര്. നീ വീട്ടിലിരുന്ന് ജോലി ചെയ്യുക. മാടുക്കെല്ലാം കുറച്ച് തണ്ണി കൊടു. ആ പശുവിന് വെള്ളം കൊടുക്കുക. തോട്ടത്തിലേക്ക് പോയി വേല ചെയ്യ്. തോട്ടത്തിൽ വെള്ളം കൊടുക്കുക. നീ ഏൻ പുരുഷന്റെ പിന്നാലെ വരികറ? നീ എന്തുകൊണ്ട് അങ്ങയുടെ പിന്നാലെ വരുന്നു? ഉനക്കും പുരുഷനും നിനക്കും ഭർത്താവിനും എന്ത് ബന്ധം? മക്കളുണ്ടെങ്കിൽ അവളെ അർപ്പമാക പേശി നിന്ദിത്ത് കേവലപ്പെടുത്തി. ഇങ്ങനെ അവളുടെ സബത്നി അവളെ നിന്ദിച്ച് ആക്ഷേപിച്ചു. അവളൊന്നും മറുപടി പറഞ്ഞില്ല. അവൾ തനിക്ക് വേണ്ടി അപേക്ഷിച്ചു. അവൾ ദുഃഖപ്പെടവില്ല. അവൾ ദുഃഖിച്ചില്ല. അധൈര്യപ്പെട്ടില്ല. വിട്ടു പോകവില്ല. അവൾ എൽക്കാനയെ വിട്ടു പോയില്ല. അവൾ ദേവനോട് പേശിക്കൊണ്ട് ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് മഹത്വം. ദേവൻ അവളുടെ ജപത്തെ കേട്ടു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. അവൾക്ക് സാമുവേൽ എന്നതാണ് ഒരു ആൺപിള്ളയെ കൊടുത്തു. ശമൂവേൽ എന്നൊരു ആൺകുട്ടിയെ കൊടുത്തു. ഇതുപോലെ നിങ്ങളുടെ வாழ்க்கைയിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങളും ദേവസമൂഹത്തിൽ വേണ്ടുതൽ ചെയ്യ வேண்டும். നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. அந்த വേണ്ടുதலுக்கு നമുക്ക് ജപാവി തേവ. ആ പ്രാർത്ഥനയ്ക്കായി ഒരു പ്രാർത്ഥനയുടെ ആത്മാവ് വേണം. തനിപ്പെട്ട ജപം മുഖ്യം. ആകയാൽ തനിച്ചുള്ള പ്രാർത്ഥന മുഖ്യമാണ്. പ്രിയ ദൈവജനമേ, തനിപ്പെട്ട ജപം മുഖ്യം. വ്യക്തിപരമായ പ്രാർത്ഥന പൊതുവായ പ്രാർത്ഥനയ്ക്ക് പോയേക്കാം. കുടുംബ ജപവും ഒരുപക്ഷെ കുടുംബ പ്രാർത്ഥനയും ചെയ്തേക്കാം. അത് പോരാ. ഉന്റെ വാഴ്ക്കയിലെ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, നിന്ദകൾ മാറ്റപ്പെട വേണ്ടുമാ? ധൈര്യപ്പെടാമൽ മുന്നുക്ക് പോക വേണ്ടുമാ? ഉൻ വാഴ്ക്കയിൽ തനിപ്പെട്ട ജപം തേവ. നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, നിന്ദകൾ മാറണമോ? അധൈര്യപ്പെടാതെ നീ മുന്നേറി ചെല്ലണമോ? നിനക്ക് തനിച്ചുള്ള പ്രാർത്ഥന വേണ്ടിയിരിക്കുന്നു. അവൾക്ക് എവ്വളവും പ്രശ്നം. അവളുടെ പ്രശ്നങ്ങൾ എത്രയോ. 10-ാം വചനത്തെ പഠിയുക. 1 ശമൂവേൽ 1:10. ഇതിന്റെ പകുതി നമുക്ക് യാവർക്കും തെരിഞ്ഞ പകുതി എല്ലാം വാസിച്ച സമയത്ത് വീണാക്ക വേണ്ട. ഈ ഭാഗം നമുക്ക് സുപരിചിതമാണ്. എല്ലാം വായിച്ചു നേരം വാഴാക്കണ്ട. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ച്. അവൾ മനക്ലേശമുള്ള സ്ത്രീയാക
മികവും മനവേദനപ്പെട്ട് ദേവനിടത്തിലെ അഴുതു പുലമ്പിനാൾ. അവൾ മനോവ്യസനത്തോടെ വളരെ വേദനയോടെ ദൈവത്തോട് കരഞ്ഞു വിലപിച്ചു. ദൈവത്തിന് മഹത്വം. ഒരു പുരുഷൻ ഇറന്നു പോകും പോതും, ഒരു ഭർത്താവ് മരിക്കുമ്പോഴും, ഒരു സ്ത്രീക്ക് വിവാഹം ചെയ്ത് പിള്ളകൾ ഇല്ലാമൽ ഇരിക്കും പോതും രണ്ടു വേദനയും ഭയങ്കരമായ വേദന. ഒരു സ്ത്രീ വിവാഹം കഴിച്ചിട്ട് മക്കളില്ലാതിരുന്നാൽ ഉണ്ടാകുന്ന വേദനയും ഇത് അതിഭയങ്കരമായ വേദനയാണ്. ഇതോ ഇവൾ ചക്ലാത്തി അവളെ തുன்பപ്പെടുത്തുகிறாർ. ഇവളുടെ സപത്നി അവളെ അധികം വേദനിപ്പിച്ചു. വളരെ തുன்பം, വളരെയധികം ഉപദ്രവം. വീട്ടിൽ ഇരിക്കായി, നീ എന്തിനീ വീട്ടിൽ പാർക്കുന്നു? നിനക്ക് പോയി മരിച്ചുകൂടെ? പുരുഷനെ ഏമാറ്റാതെ, എന്റെ ഭർത്താവിനെ നീ വെറുതെ ചതിക്കുന്നത് എന്തിന്? പുരുഷനെ നീ ദുഃഖിപ്പിക്കാതെ, എന്റെ ഭർത്താവിനെ ദുഃഖിപ്പിക്കേണ്ട, എന്റെ പുരുഷനെ കഷ്ടപ്പെടുത്താതെ, എന്റെ ഭർത്താവിനെ നീ കഷ്ടപ്പെടുത്തേണ്ട. എല്ലാം ചൊല്ലി 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 അവൾ വേദനപ്പെട്ടു. ഇങ്ങനെ പറഞ്ഞ് അവളെ വേദനിപ്പിച്ചു. അന്നാളെ പാരുങ്ങൾ, ആ ഹന്നയെ നോക്കുക. അവൾ തനിപ്പെട്ട മുറയിലെ ദേവസമൂഹത്തിലെ കാത്തിരുന്നാൾ. അവൾ തനിച്ച് ദൈവസന്നിധിയിൽ വിളങ്കവില്ലേ? എലിക്ക് പോലും മനസ്സിലായില്ല. കുടിച്ച് കുടിച്ച് എന്നമോ പേസുகிறாள். മദ്യപിച്ച് ലഹരി പിടിച്ച് എന്തൊക്കെയോ പുലമ്പുന്നു. കുടിവെറിയിലിരുന്ന് നീ എഴുമ്പുവായി. എപ്പോൾ നിന്റെ ലഹരി വിട്ട് ഒഴിയും? വെളിപ്പെടുത്തലില്ലാത്ത, ദർശനമില്ലാത്ത ആസാരിയൻ ആലയത്തിൽ പേസുകിற പേച്ച് കേളുങ്ക. വെളിപ്പാടില്ലാത്ത, ദർശനമില്ലാത്ത പുരോഹിതൻ ആലയത്തിൽ പറയുന്ന വാക്ക് കേൾക്കുക. യാരാവതും കുടിച്ച് ആലയത്തുക്കുൾ വരുവാറുകളാ? ആരെങ്കിലും മദ്യപിച്ച് ആലയത്തിൽ വരുമോ? യാരാവതും ആലയത്തിൽ കുടിപ്പാറുകളാ? ആരെങ്കിലും ആലയത്തിൽ മദ്യപിക്കുമോ? ആരാവതും ആലയത്തിൽ സിഗരറ്റ് പിടിപ്പാറുകളാ? ആരെങ്കിലും ആലയത്തിൽ പുകവലിക്കുമോ? സിഗരറ്റ് പിടിക്കുന്നവനും കൂടെ ഗേറ്റ് കിട്ട വരുമ്പോ അത് കീഴെ പോട്ട് കാലാലെ മെതിപ്പാൻ. പുകവലിക്കുന്നവർ പോലും ഗേറ്റിലെത്തുമ്പോൾ അത് താഴെയിട്ട് ചവിട്ടിക്കളയും. ഒരു വിശുദ്ധനായിട്ടുള്ളിൽ വരും. വെളിയെ പോകുമ്പോൾ മറുപടി സിഗരറ്റ്. ആരാധന കഴിഞ്ഞ് പുറത്തു പോകുമ്പോൾ വീണ്ടും വലിക്കും. ആലയത്തിൽ വലിക്കില്ല. ഏലിയുടെ വാക്ക് നോക്കുക. നീ എപ്പോഴും കുടിവെറിയിലിരുന്ന് എഴുമ്പുവാ. എപ്പോൾ നീ ലഹരി വിട്ട് എഴുന്നേൽക്കും? നീ എപ്പടി കുടിച്ച് ആലയത്തുക്കുൾ വരലാം? നീ എങ്ങനെ മദ്യപിച്ച ആലയത്തിലേക്ക് വരും? നീ ഒരു സ്ത്രീ അല്ലവാ? നീ ഒരു പെണ്ണല്ലേ? നീ ഒരു പുരുഷനാ? നീ ഒരു ആണല്ലോ? നീ എപ്പടി കുടിച്ച് ദേവനുടെ മഹാപരിശുദ്ധമായ ആലയത്തുക്കുൾ പ്രവേശിക്കലാം? നീ എങ്ങനെ മദ്യപിച്ചിട്ട് ദൈവത്തിന്റെ വിശുദ്ധ ആലയത്തിലേക്ക് വരാം? കൂടെ അവളെ ദുഃഖപ്പെടുത്തി. ഏലിയും അവളെ ദുഃഖിപ്പിച്ചു. അവളൊന്നും പറഞ്ഞില്ല. മികവും മനക്ലേശമുള്ള, മനോവേദനയുള്ള ഒരു സ്ത്രീ. ഞാൻ മനോവ്യസനമുള്ള ഒരു സ്ത്രീ. ഞാൻ ദേവനിടത്തിലെ എന്റെ കഷ്ടങ്ങളെ ഞാൻ ചൊല്ലുകയാണ്. ഞാൻ ദൈവത്തോട് എന്റെ കഷ്ടതകൾ അറിയിക്കുന്നു. ദൈവത്തിന് മഹത്വം. ദേവൻ മനതെ പാർക്കുന്നു. ദൈവ മനസ്സിനെ നോക്കുന്നു. മനുഷ്യനോ മുഖത്തെ പാർക്കാൻ, ദേവൻ ഹൃദയത്തെ പാർക്കുന്നു. മനുഷ്യൻ മുഖം നോക്കുമ്പോൾ ദൈവം ഹൃദയത്തെ നോക്കുന്നു. ദൈവത്തിന് മഹത്വം. അവളുടെ ജപത്തെ കേട്ട, അവളുടെ പ്രാർത്ഥന 2 വർഷത്തിനു പിറകെ, 2 വർഷത്തിനുള്ളിൽ സാമുവേലെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ, ആ ശമൂവേലിനെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ഏലിയോട് പറയുന്നു, ഇവനുക്കാകത്താൻ ഞാൻ അന്നേക്ക് ആ മൂലയിൽ ഇരുന്ന് മുറയിട്ടത്. ഈ ബാലന് വേണ്ടിയാണ് അന്ന് ആ മൂലയിലിരുന്ന് ഞാൻ നിലവിളിച്ചത്. കുഴന്തയില്ലാത്തതിനാല് എനിക്ക് പെരിയ നിന്ദകൾ, കഷ്ടങ്ങൾ, ക്ലേശങ്ങൾ, മനോവേദനകൾ കാണപ്പെട്ടത്. ഈ കുഞ്ഞില്ലാതിരുന്നത് കൊണ്ട് വലിയ നിന്ദകൾ, മനോവ്യസനം, വേദന ഞാൻ അന്തിക്ക് ദുഃഖിത്തെ. അന്ന് ദേഹയുടെ മുമ്പാകെ ഞാൻ ഇവനക്കാകെ ഞാൻ തനിപ്പെട്ട മുറയിലെ ഞാൻ ജപിത്തെ. ഇവന് വേണ്ടി ഞാൻ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചു. ഇവനക്കാകെ നീങ്ങളും ജപിക്ക വേണ്ടി. ഇവന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. ഇതാണ് അകമയുള്ള മനുഷ്യൻ. ഇതാണ് ജയജീവിതം. ജയജീവിതത്തിക്കാക തനിപ്പെട്ട മുറയിൽ ജപം തേവ. ജയജീവിതത്തിനായി വ്യക്തിപരമായ പ്രാർത്ഥന. അന്നാൽ തനിപ്പെട്ട മുറയിൽ ജപിച്ചതുപോലെ, ശമൂവേലിന് വേണ്ടി ഹന്ന തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചതുപോലെ, ജയജീവിതത്തിക്കാക ഉള്ളാന മനുഷ്യനുക്കാക തനിപ്പെട്ട മുറയിൽ ജപിക്ക വേണ്ടി നീയും നിന്റെ ജയജീവിതത്തിനായി അകമയുള്ള മനുഷ്യനായി തനിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. വെള്ളപ്പോളത്തിനാൽ ഉനക്കൊരു പരിശുദ്ധം ശുദ്ധീകരിപ്പുണ്ടാകും. ഇങ്ങനെ മൂർത്തയിലും കൊണ്ട് നിനക്കൊരു വിശുദ്ധീകരണം ഉണ്ടാകണം. അപ്പോൾ നീ രാജാവുക്ക് മുന്നാലെ നിൽക്ക മുടിയും. അപ്പോൾ മാത്രമേ നീ രാജാവിന്റെ മുൻപിൽ പോയി നിൽക്കൂ. സുഗന്ധവർഗത്തിനാലും ഉനക്കൊരു ശുദ്ധീകരണം. രണ്ടാമതായി സുഗന്ധവർഗം കൊണ്ട് നിനക്കൊരു വർഗം എന്നത് മാതൃകയും ജീവിതത്തെ വെളിപ്പെടുത്തുക. ഈ സുഗന്ധവർഗം എന്നത് ഒരു മാതൃകാ ജീവിതത്തെ കാണിക്കും. മാതൃകയും ജീവിതത്തിനാലും ഉനക്കൊരു പരിശുദ്ധം തേവ. മാതൃകാ ജീവിതത്താൽ നിനക്കൊരു വിശുദ്ധി വേണം. തിമോത്തിയോവുക്ക് ദേവൻ ചൊല്ലുമ്പോൾ, ആകയാൽ തിമോത്തിയോസിനോട് പറയുമ്പോൾ, 4:4 1 തിമോത്തിയോസ് 4:12 എല്ലാവറ്റിലെയും വിശ്വാസികൾക്ക് മുൻപാകെ മാതൃകയായി, ഇവയിലെല്ലാം വിശ്വാസികളുടെ മുൻപാകെ മാതൃകയായിരിക്കുക. പരിശുദ്ധാത്മാഭിഷേകത്താൽ മാതൃകയും ജീവിതം ചെയ്യാൻ മാതൃകാ ജീവിതം നയിക്കുവാനാവും. നമ്മെ നാം ആയത്തപ്പെടുത്ത വേണം. എങ്ങനെ നമുക്ക്
നമ്മെ തന്നെ ഒരുക്കുവാനാവും. ഇനി അടുത്തപടിയാക മണവാട്ടിயின் തകുതി என்ன? അടുത്തതായി മണവാട്ടിയുടെ യോഗ്യത. മണവാട്ടിക്ക് പല തകുതികൾ ഇരുന്നാലും കൂടെ മണവാട്ടിക്ക് പല യോഗ്യതകളുണ്ട്. ഒരു 5 തകുതിയെ നാം இந்த നാളുകളിൽ പഠിப்போம். ഈ ദിനങ്ങളിൽ ഒരു 5 യോഗ്യതകൾ. முதலாவது மணவாட்டிக்கு ஒரு வஸ்திரம் தேவை. ഒന്നാമത് മണവാട്ടിക്ക് ഒരു വസ്ത്രം വേണം. இரண்டாவது மணவாட்டிக்கு நகை தேவை. രണ്ടാമത് മണവാട്ടിക്ക് ആഭരണങ്ങൾ വേണം. மூன்றாவது மணவாட்டிக்கு ஒரு அலங்காரம் தேவை. മൂന്നാമത് മണവാട്ടിക്ക് ഒരു അലങ്കാരം വേണം. நாலாவது மணவாட்டிக்கு ஒரு சத்தம் தேவை. മണവാട്ടിക്ക് ഒരു ശബ്ദം വേണം. ஐந்தாவது மணவாட்டிக்கு ஒரு மறைவிடம் தேவை. അഞ്ചാമത് മണവാട്ടിക്ക് ഒരു മറവിടം വേണം. இதுதான் மணவாட்டியின் தகுதி. ഇതാകുന്ന മണവാട്ടിയുടെ യോഗ്യത. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. மணவாட்டிக்கு முதலாவது ஒரு வஸ்திரம். മണവാട്ടിക്ക് ഒന്നാമതൊരു വസ്ത്രം. அந்த வசனங்களை நீங்கள் எழுதி எடுத்துக் கொள்ளுங்க. ആ വചനങ്ങൾ നിങ്ങൾ എഴുതിയെടുത്തുകൊള്ളുക. യെരമ്യാ 2-ാം അധികാരം 32-ാം വചനം. യെരമ്യാവ് 2:32. മണവാട്ടി തൻ ആടയെ മറപ്പാളോ? മണവാട്ടി തന്റെ വസ്ത്രം മറക്കുമോ? എഴുതിയെടുത്ത പിറകെ ഒന്നൊന്നാക നാം പഠിപ്പോ. ഇതെല്ലാം എഴുതിയെടുത്തിട്ട് ഓരോന്നോരോന്നായി പഠിക്കാം. യെരമ്യാ 2:32. യെരമ്യാവ് 2:32. അത് വസ്ത്രത്തെ കുറിച്ച് சொல்லப்படுகிற വചനം. അവിടെ വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. രണ്ടാമത് യെശയ്യാ 61:10. യെശയ്യാവ് 61:10. മണവാട്ടിயின் നഗയെ കുറിച്ച് വാസിക്കും. മണവാട്ടിയുടെ ആഭരണങ്ങളെ കാണാം. യെശയ്യാ 61:10. യെശയ്യാവ് 61:10. മൂന്നാമത് വെളിപ്പെടുത്തൽ 21:2. മൂന്നാമത് വെളിപ്പാട് 21:2. മണവാട്ടിயின் അലങ്കാരം. മണവാട്ടിയുടെ അലങ്കാരം. വെളിപ്പെടുത്തൽ 21:2. വെളിപ്പാട് 21:2. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അടുത്തതായി യോവേൽ 2:16. യോവേൽ 2:16. മണവാട്ടിயின் മറവിടം. മണവാട്ടിയുടെ മറവിടം. യോവേൽ 2:16. യോവേൽ 2:16. ഇനി കടേസിയാക ഒടുവിലായി യെരമ്യാ 33:11. യെരമ്യാവ് 33:11. മണവാട്ടിயின் സത്തം. മണവാട്ടിയുടെ ശബ്ദം. യെരമ്യാ 33:11. യെരമ്യാവ് 33:11. ഒന്നും കൂടെ சொல்லுகிறேன். ഒന്നുകൂടെ പറയട്ടെ. முதலாவது മണവാട്ടിயின் ഉട അല്ലെങ്കിൽ വസ്ത്രം. ഒന്നാമത് മണവാട്ടിയുടെ വസ്ത്രം. യെരമ്യാ 2:32. യെരമ്യാവ് 2:32. രണ്ടാമത് മണവാട്ടിயின் നഗ. രണ്ടാമത് മണവാട്ടിയുടെ ആഭരണം. യെശയ്യാ 61:10. യെശയ്യാവ് 61:10. മൂന്നാമത് മണവാട്ടിயின் അലങ്കാരം. മൂന്നാമത് മണവാട്ടിയുടെ അലങ്കാരം. വെളിപ്പെടുത്തൽ 21:2. വെളിപ്പാട് 21:2. നാലാമത് മണവാട്ടിயின் മറവിടം. നാലാമത് മണവാട്ടിയുടെ മറവിടം. യോവേൽ 2:16. യോവേൽ 2:16. ஐந்தாவது மணவாட்டியின் சத்தம். അഞ്ചാമത് മണവാട്ടിയുടെ ശബ്ദം. യെരമ്യാ 33:11. യെരമ്യാവ് 33:11. இந்த விஷயங்கள் இந்த நாள்களில் நாம் படிப்போம். ഈ വിഷയങ്ങളെ ഈ നാളുകളിൽ പഠിക്കാം. പരിശുദ്ധാവിനാൽ പരിശുദ്ധമാക്കപ്പെടുகிற ജനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെടുന്ന തകുതിയെ നാം പെറ്റുകൊള്ള വേണ്ടി നാം ഇങ്ങനെയുള്ള യോഗ്യതകൾ പ്രാപിക്കണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. முதலாவது യെരമ്യാ 2:32 വാസിയുங்கள். ഒന്നാമത് യെരമ്യാവ് 2:32 വായിക്കാം. ഒരു കന്യക തന്റെ ആഭരണങ്ങളും ഒരു മണവാട്ടി തന്റെ അരക്കച്ചയും മറക്കുമോ? ഒരു പെൺ തൻ ആഭരണത്തെയും ഒരു മണവാട്ടി തൻ ആടകളെയും മറപ്പാലോ? ആടകളെയും മറപ്പാളോ? അവൾ തന്റെ വസ്ത്രം മറക്കുമോ? ദേവനുക്ക് മണവാട്ടി വസ്ത്രത്തെ മറപ്പാള? മണവാട്ടി തന്റെ ഉടയാടകൾ മറക്കുമോ? ഒരു നാൾ മറക്കമോ? ഒരിക്കലുമില്ല. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അടുത്ത വചനം. ஆனால் என் ஜனங்களோ என்னை மறந்து விட்டார்கள். എന്നാൽ എന്റെ ജനം എന്റെ ജനം എണ്ണമില്ലാത്ത നാളായി എണ്ണമില്ലാത്ത നാൾക്കളാക എന്നെ മറന്നിരിക്കുന്നു. എന്നെ മറന്നു വിട്ടാர்கள். എന്നെ മറന്നിരിക്കുന്നു. മണവാട്ടി തൻ ഉടയെ മറപ്പാളോ? മണവാട്ടി തന്റെ വസ്ത്രം മറക്കുമോ? മറക്ക മാട്ടാർ. ഒരിക്കലുമില്ല. ஆனால் என் ஜனங்கள் എന്നെ മറന്നു വിട്ടാர்கள். എന്നാൽ എന്റെ ജനം എന്നെ മറന്നു. ഒന്നോ രണ്ടോ നാളല്ല, ഒന്നോ രണ്ടോ നാളല്ല, എണ്ണ മുടിയാത്ത നാൾക്കളാക എന്നെ മറന്നു വിട്ടാർ. എണ്ണമില്ലാത്ത നാളുകളായി എന്നെ മറന്നു. മറக்கிறதுக்கு காரணம் என்ன? എന്നെ മറക്കുവാൻ കാരണം ദേവനുക്ക് മഹിമയുണ്ടാകും. ദൈവത്തിന് മഹത്വമുണ്ടാകും. മറக்கிறதுக்கு പല കാരണങ്ങളുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ദേവനുക്ക് ദൈവത്തിന് മഹിമയുണ്ടാകും. മഹത്വമുണ്ടാകും. முதலாவது தேவன் செய்த உபகாரத்தை மறந்து விடுகிறார்கள். ഒന്നാമത് ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറക്കുന്നു. 103-ാം സംഗീതം 2-ാം വചനത്തിൽ വാസിக்கிறோம். 103-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ. ഇനി അടുത്ത് என்னென்ன காரியத்தை மறந்து விட்டார்கள்? ഏതെല്ലാം കാര്യങ്ങൾ മറന്നു? அவர்கள் என்னை மறந்தார்கள். അവർകൾ എന്നെ മറന്നു. என்னை மறந்தார்கள் சொன்னா என்னென்ன காரியத்தை மறந்து விட்டார்கள்? എന്നെ മറന്നു
മറന്നു എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ മറന്നു? முதலாவது எசையா 65 அதிகாரம் 11 வசனத்தின்படி യെശയ്യാവ് 65:11 പ്രകാരം ഒന്നാമത് பரிசுத்த பர்வதத்தை அவர்கள் மறந்து விட்டார். അവർ എന്റെ വിശുദ്ധ പർവ്വതത്തെ മറന്നു. எசையா 65:11 യെശയ്യാവ് 65:11 എന്റെ പരിശുദ്ധ പർവ്വതത്തെ മറന്നു വിട്ടാർ. അവർ എന്റെ വിശുദ്ധ പർവ്വതത്തെ മറക്കുന്നു. പരിശുദ്ധ പർവ്വതം എന്നത് ഈ വിശുദ്ധ പർവ്വതം എന്നത് സംഗീതം 2-ാം സംഗീതം 11-ാം വചനത്തിൻപടി 2-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ സിയോൻ പർവ്വതത്തെ വെളിപ്പെടുത്തുന്നു. അത് സിയോൻ പർവ്വതത്തെ കാണിക്കുന്നു. സിയോൻ പർവ്വതം എന്നത് സിയോൻ പർവ്വതം എന്നത് സിയോനിൻ ഉപദേശത്തെ വെളിപ്പെടുത്തുന്നു. സിയോന്റെ ഉപദേശത്തെ കാണിക്കുന്നു. സിയോനിൻ ഉപദേശം എന്ന് സിയോന്റെ ഉപദേശം എന്താണ്? ഒന്നാക്കപ്പെടുതൽ, ഒന്നിപ്പിക്കപ്പെടുക. യോവാൻ 17-ാം അധികാരം 21-ാം വചനത്തിൻപടി യോഹന്നാൻ 17:21 ഞാനും നീരും ഒന്നായിരിക്കുന്നത് പോലെ ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് ഇവர்கள் നമ്മിൽ ഒന്നാകുമ്പടി ഇവർ നമ്മിൽ ഒന്നാകേണ്ടത് ഇവർക്കാக വേണ്ടുதல் செய்கிறார். ഇവർക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദേവൻ എங்கே വാസമായിരിக்கிறார்? നമ്മുടെ ദൈവം എവിടെ വസിക്കുന്നു? 48-ാം സംഗീതം 2-ാം വചനത്തിൻപടി 48-ാം സങ്കീർത്തനം 2-ാം വാക്യത്തിൽ വടദിശയിലുള്ള സിയോൻ പർവ്വതം വടിപ്പமான സ്ഥാനവും മഹാരാജാവിൻ നഗരവുമായി இருக்கிறது. മഹാരാജാവിൻ നഗരം. ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദമാകുന്നു. ഇത് മഹാരാജാവിന്റെ നഗരം. മേലും 132-ാം സംഗീതം 13-14 വചനങ്ങളെ പഠിക്കുമ്പോൾ 132-ാം സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ അവർ സിയോൻ പർവ്വതത്തിൽ വാസമായിരിக்கிறார். അവൻ സിയോൻ പർവ്വതത്തിൽ വസിക്കുന്നു. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. അപ്പൊ സിയോൻ പർവ്വതത്തെ മറന്നു വിട്ടാர்கள் சொன்னால் അർത്ഥം ആകയാൽ സിയോൻ പർവ്വതത്തെ മറന്നു എന്നാൽ ഒന്നാക്കപ്പെടുகிற ഉപദേശത്തെ മറന്നു വിടുക, ഒന്നിപ്പിക്കപ്പെടുന്ന ഉപദേശത്തെ മറക്കുന്നു. ദേവന് അവർ എണ്ണി മുടിയാത്ത നാൾക്കളാക മറന്നു വിട്ടാർ. അവരെണ്ണമില്ലാത്ത നാളുകളായി എന്നെ മറന്നിരിക്കുന്നു. എന്നുடைய ഒന്നാക്കപ്പെടുகிற ഉപദേശത്തെ മറന്നു വിട്ടാർ. ഒന്നാക്കപ്പെടുന്നതായ എന്റെ ഉപദേശത്തെ മറന്നു. രണ്ടാമത് ഏതേ മറന്നു വിട്ടാർ? രണ്ടാമത് അവർ എന്തിനെയാണ് മറന്നത്? യെരമ്യ 23:27-ാം വചനത്തെ പഠിക്കുമ്പോൾ യെരമ്യാവ് 23:27 അവർ എൻ നാമത്തെ മറന്നു വിട്ടാർ. അവരെന്റെ നാമത്തെ മറന്നു. ദൈവത്തിന് മഹത്വം. അവരുടെ നാമത്തെ മറന്നു വിട്ടാർ. അവന്റെ നാമത്തെ അവർ മറക്കുന്നു. അവരുടെ നാമം എന്ന് അവന്റെ നാമം എന്ത്? ലേവ്യരാഗമം 3-ാം അധികാരം 23-ാം വചനത്തിൻപടി ലേവ്യർ 3:27 അവരുടെ നാമം പരിശുദ്ധം. അവന്റെ നാമം പരിശുദ്ധം. 1 പേതുരു 1-ാം അധികാരം 15-16 വചനത്തിൻപടി 1 പത്രോസ് 1:15-16 വാക്യങ്ങൾ ഞാൻ പരിശുദ്ധർ ആനപടിനാൽ നിങ്ങളും പരിശുദ്ധരായിരുങ്ങൾ. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. എന്നുடைய പരിശുദ്ധ നാമത്തെ മറന്നു വിട്ടാർ. എന്റെ വിശുദ്ധ നാമത്തെ മറന്നു. എന്നുடைய പരിശുദ്ധത്തെ മറന്നു എന്റെ വിശുദ്ധിയെ മറന്നു. ഒന്നാക്കപ്പെടുகிற ഉപദേശത്തെ മറந்தார். ഒന്നാക്കപ്പെടുന്ന ഉപദേശത്തെ മറന്നു. പരിശുദ്ധത്തെയും മറந்தார். എന്റെ വിശുദ്ധിയെയും മറന്നു. എൻ നാമത്തെ മറന്നു വിട്ടാർ. അവരെന്റെ നാമത്തെ മറന്നു. ദേവനുക്ക് മഹിമയുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായി ഉപാഗമം 4-ാം അധികാരം 10-ാം വചനത്തിൻപടി ആവർത്തന പുസ്തകം 4:10 എൻ വാർത്തകളെ മറന്നു വിട്ടാർ. അവരെന്റെ വാക്കുകൾ വചനങ്ങൾ മറന്നു. ഉപാഗമം 4:10 ആവർത്തനം 4:10 എന്നുடைய വാർത്തകളെ മറന്നു വിട്ടാർ. അവരുടെ വചനങ്ങളെ മറന്നു. ദേവനുடைய വാർത്തകൾ എന്ന് ദൈവത്തിന്റെ വചനങ്ങൾ എന്താണ്? ദേവനുടെ വാർത്തയിൽ ജീവനുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ജീവനുണ്ട്. ദേവനുടെ വാർത്തയിൽ വല്ലമയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയുണ്ട്. ദേവനുടെ വാർത്തയിൽ ഉയർപ്പിക്കും വല്ലമയുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ ഉയർപ്പിക്കുന്ന ശക്തിയുണ്ട്. ദൈവത്തിന് മഹത്വം. ലാസറേ വെളിയെ വാ എന്ന് சொன்ன വേളയിൽ ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞു. ജീവനുള്ള വാർത്ത, ആ ജീവനുള്ള വചനം, വല്ലമയുള്ള വാർത്ത, ശക്തിമത്തായ ഉയർപ്പിക്കും വചനം അവനെ ഉയർപ്പിച്ചു. അപ്പടി ഉയർപ്പിക്കക്കൂടിയ എൻ വാർത്തയെ മറന്നു വിട്ടാர்கள். അങ്ങനെ ഉയർപ്പിക്കത്തക്കതായ എന്റെ വചനങ്ങളെ മറന്നു. സത്യത്തെയും അറിവീറുകൾ സത്യം നിങ്ങളെ വിടുതലയാക്കും. നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കും. പരിഹാരിയാന കർത്ത, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. ഞാൻ അവരെ ഗുണമാക്കിനെ. എന്റെ വചനം അയച്ചവരെ സൗഖ്യമാക്കി. വാർത്തയെ നാം മറന്നു വിടുക. ഈ വചനം നാം മറക്കുന്നു. ദൈവിക സുഖത്തെ മറന്നു വിടുക. ദൈവിക രോഗശാന്തി മറക്കുന്നു. അവർ എന്നെ എണ്ണി മുടിയാത്ത നാൾക്കളാക മറന്നു വിട്ടാർ. അവർ എണ്ണമില്ലാത്ത നാളുകളായി എന്നെ മറന്നു. ദൈവത്തിന് മഹത്വം. ആകയാൽ അവരുടെ വാർത്തയെ മറക്കലാകാം. ആകയാൽ അവന്റെ വചനങ്ങൾ മറക്കരുത്. ദൈവനുക്ക് മഹിമയുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്തതായി 137-ാം സംഗീതം 5-ാം വചനത്തിൻപടി 137:5 അവർ യെരുശലേമെ മറந்தாർ. അവർ യെരൂശലേമിനെ മറന്നു. ദൈവനുക്ക് മഹിമയുണ്ടാകട്ടെ. ദൈവത്തിന് മഹത്വം. യെരുശലേം മറന്നു വിട്ടാർ. യെരൂശലേമിനെ മറന്നു.
ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. യെരുശലേമേ നാം മറക്കലാകാതെ. നാം ഒരിക്കലും യെരുശലേമിനെ മറക്കരുത്. യെരുശലേമയെ കുറിച്ച് നമുക്ക് தெரியும். യെരുശലേമിനെ കുറിച്ച് നമുക്കറിയാം. യെരുശലേമേ ദേവനുடைய നിവാസം. യെരുശലേം ദൈവത്തിന്റെ നിവാസം. സമാധാനത്തിൻ നഗരം. സമാധാന നഗരം. നീതിയിൻ പുരം. നീതിപുരം. മഹിമയിൻ ഇടം. തേജസ്സിന്റെ വാസസ്ഥലം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആളുക ചെയ്യും ഇടം. വാഴുന്ന ഇടം. ഇതെല്ലാം താൻ യെരുശലേം. ഇതെല്ലാമാണ് യെരുശലേം. നീതിയെ മറന്നു വിട്ടാர்கள். ആ നീതിയെ മറന്നു. സമാധാനത്തെ മറന്നു. സമാധാനം മറന്നു. ആളുകയെ മറന്നു വിട്ടാர்கள். വാഴ്ചയെ മറന്നു. ഞാൻ അവർക്ക് ഉദവി ചെയ്വേൻ എന്നതാണ് പുറത്തെ മറന്നു വിട്ടാர்கள். ദൈവത്തിന് സഹായം വരുന്നതായ പർവ്വതത്തെ മറന്നു. അവர்கள் യെരുശലേമേ മറந்தார்கள். അവർ യെരുശലേമിനെ മറന്നു. ഒരു മണവാട്ടി തൻ ആടയെ മറപ്പാളോ? ഒരു മണവാട്ടി തന്റെ ആ വസ്ത്രം മറക്കുമോ? ഒരു നാൾ മറക്ക മാട്ടാ. ഇല്ല, ഒരിക്കലും മറക്കില്ല. ஆனால் என் ஜனமோ எண்ணி முடியாத நாட்களாக என்னே மறந்து விட்டார். എന്നാൽ എന്റെ ജനം എണ്ണമില്ലാത്ത നാളുകളായി എന്നെ മറന്നു. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇനി அந்த ആടയെ കുറിച്ച് നാം ചിന്തിപ്പோம். ഇനി ആ വസ്ത്രത്തെ കുറിച്ച് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം. നാം ദേവൻ നമുക്ക് തന്നതാന വസ്ത്രത്തെ മറക്കലാകാതെ. ദൈവം തന്ന വസ്ത്രങ്ങൾ ഒരിക്കലും മറക്കരുത്. ദേവൻ നമുക്ക് പല വസ്ത്രങ്ങൾ തന്നിരിക്കുന്നു. ദൈവം വിവിധ വസ്ത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇത് അനേകർക്ക് தெரிஞ்சதான വസനം. ഇത് അനേകർക്ക് പരിചയമുള്ള. ஆனால் இந்த വസ്ത്രത്തെ നാം ഡെയിലി നമ്മുടെ വസ്ത്രത്തിക്കാக സ്തോത്രം பண்ண வேண்டும். ദിവസേന ഈ വസ്ത്രങ്ങൾക്കായി സ്തോത്രം ചെയ്യണം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. என்னென்ன വസ്ത്രത്തെ ദേവൻ നമുക്ക് തന്നാർ? ദൈവം നമുക്ക് ഏതെല്ലാം വസ്ത്രങ്ങൾ തന്നു? യെശയ്യാ 61 അധികാരം 10 വചനത്തിൻപടി യെശയ്യാ 61:10 முதலாவது രക്ഷിപ്പിൻ വസ്ത്രം. ഒന്നാമത് രക്ഷയുടെ വസ്ത്രം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. രണ്ടാമത് യെശയ്യാ 61:10 യെശയ്യാ 61:10 രണ്ടാമത് നീതിയിൻ വസ്ത്രം. നീതിയുടെ വസ്ത്രം. മൂന്നാമത് യെശയ്യാ 61 മൂന്നാം വചനത്തിൻപടി 61 യെശയ്യാ 61:3 സ്തുതിയിൻ ആട. സ്തുതി എന്ന മേലാട. നാലാമത് യെശയ്യാ 52 മുതലാം വചനത്തിൻപടി യെശയ്യാ 52 ഒന്നാം വാക്യത്തിൽ നാലാമതായി അലങ്കാരത്തിൻ വസ്ത്രം. അലങ്കാര വസ്ത്രം. ഇനി അഞ്ചാമത് 45 സംഗീതം 13 വചനത്തിൻപടി 45 സങ്കീർത്തനം 13 വാക്യത്തിൽ ചരികയാന വസ്ത്രം. പൊൻകസവ് കൊണ്ടുള്ള വസ്ത്രം. ആറാമത് 45 സംഗീതം 14 വചനത്തിൻപടി 45 സങ്കീർത്തനം 14 വാക്യത്തിൽ ചിത്ര തയ്യലാട. കടേസിയാക ഒടുവിലായി വെളിപ്പെടുത്തൽ 19 അധികാരം 8 വചനത്തിൻപടി വെളിപ്പാട് 19:8 ശുദ്ധവും പ്രകാശവുமான മെല്ലിയ വസ്ത്രം. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം. ഇതാ ദേവൻ നമുക്ക് തന്ന വസ്ത്രം. ഇത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വസ്ത്രം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. இந்த വസ്ത്രത്തെ നാം മറക്കലാകാതെ. നാം ഒരിക്കലും ഈ വസ്ത്രം മറക്കരുത്. ഒരുവനുക്ക് വസ്ത്രം ഇരാവിട്ടാൽ ഒരുവന് വസ്ത്രമില്ലെങ്കിൽ അവൻ നിർവാണി. അവൻ നഗ്നൻ. പിശാസുക്ക് വസ്ത്രമില്ല. പിശാചിന് വസ്ത്രമില്ല. പിശാസുക്ക് മഹിമയില്ല. പിശാചിന് തേജസ്സില്ല. അവൻ നിർവാണിയാക അവൻ കാണപ്പെടുന്നു. നഗ്നനായിരിക്കുന്നു. അതിനാൽ നരകമേ നിർവാണികളുടെ ഇടം. ആകയാൽ നരകം നഗ്നരുടെ സ്ഥാനം. ദേവനുക്ക് ദൈവത്തിന് മഹത്വം. ദേവൻ നമുക്ക് വസ്ത്രത്തെ തന്ന. ദൈവം നമുക്ക് വസ്ത്രങ്ങൾ തന്നു. ദേവൻ ആദാമെ സൃഷ്ടിച്ച വേളയിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. പല കൺകളാൽ കാണ മുടിയാത്ത പല ആശീർവാദങ്ങളിനാല് അവനെ നിറപ്പിന. അഗോചരമായ അനേക അനുഗ്രഹങ്ങളാൽ ദൈവം അവനെ നിറച്ചു. ഒന്നാമതൊരു നിത്യജീവൻ. ഒന്നാമതൊരു നിത്യജീവൻ. രണ്ടാമത് ദേവസായ. രണ്ടാമത് ദൈവസാദൃശ്യം. മൂന്നാമത് ദേവമഹിമ. മൂന്നാമത് ദൈവ തേജസ്സ്. നാലാമത് അന്യോന്യം. നാലാമത് ഐക്യം. അഞ്ചാമത് അഴിയായ്മ. അഞ്ചാമത് ആറാമത് ആളുക. ആറാമത് വാഴ്ച. ഏഴാമത് നിത്യ സുതന്ത്രം. ഏഴാമത് നിത്യാവകാശം. ദേവൻ കൊടുത്തതാൽ ആശീർവാദം. ഇതെല്ലാം ദൈവം നൽകിയ അനുഗ്രഹം. മഹിമയിൻ വസ്ത്രത്തിനാൽ അവനെ മുടിസൂട്ടിന. തേജവസ്ത്രത്താൽ അവനെ കിരീടം ധരിപ്പിച്ചു. 104 സംഗീതം 1 വചനത്തെ നാം വാസിക്കുമ്പോൾ 104 സങ്കീർത്തനം 1 വാക്യത്തിൽ മഹിമയിനാൽ അവരെ ദേവൻ മുടിസൂട്ടിന. ദൈവം അവനെ മഹത്വവും ബഹുമാനവും അണിയിച്ചു. അവർക്ക് ഒരേ മഹിമയാക കാണപ്പെട്ടത്. അവൻ മഹത്വപൂരിതനായിരുന്നു. ഒരേ പ്രകാശമുടെ അവൻ പ്രകാശത്താൽ നിറഞ്ഞിരുന്നു. പ്രകാശം താൻ അവനുടെ വസ്ത്രം. ആ പ്രകാശം അവന്റെ വസ്ത്രമായിരുന്നു. നിർവാണി എന്ന് കാണപ്പെടവില്ല. ആകയാൽ നഗ്നത വെളിപ്പെട്ടില്ല. പാപം ചെയ്ത വേളയിൽ അവൻ പാപം ചെയ്തപ്പോൾ മഹിമയാനത് പോയിവിട്ടു. തേജസ് നഷ്ടപ്പെട്ടു. ഇപ്പോൾ இந்த ട്യൂബ് ലൈറ്റ് പാരുங்க. ഇപ്പോൾ ഈ ട്യൂബ് ലൈറ്റ് നോക്കുക. അതിൽ அந்த കമ്പനിയുടെ പേര് എഴുതി ഇരിക്കக்கூடும். അതിൽ ആ കമ്പനിയുടെ പേര് എഴുതിയിരിക്കും. ദേവനുക്ക് മഹിമ. அந்த മഹിമയിനാലെ ആ തേജസ്സിനാൽ அந்த പ്രകാശത്തിനാൽ ആ വെളിച്ചത്താൽ அந்த പേരെ നാം ഇപ്പോൾ പഠിക്ക முடியாது. ആ പേര് ഇപ്പോൾ വായിക്കാനൊക്കില്ല. എന്നാലോ കറണ്ട് മിൻസാരം പോകുന്ന വേള ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ പ്രകാശം പോകുമ്പോൾ പേരെ നാം പഠിക്കണം. ആ പേര് വായിക്കാം. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. ആദാം മഹിമയിൻ വസ്ത്രത്തിനാൽ അവനെ ധരിപ്പിച്ചപടി ആദാമിനെ മഹത്വ വസ്ത്രം ധരിപ്പിച്ചപ്പോൾ അവനക്ക് നിർവാണം എന്ന് തോന്നവില്ല. അവന് നഗ്നത കാണാൻ കഴിഞ്ഞില്ല.
മഹിമയാക കാണപ്പെട്ടു. അവൻ തേജസ്സിനാൽ നിറഞ്ഞിരുന്നു. ദൈവത്തിന് മഹത്വം. ഇതുപോലെ ആവിക്കുറിയ നിലമയിൽ ആത്മീകാവസ്ഥയിൽ നാം നിർവാണികളായി ഇരാമത് പഠിക്ക നാം നഗ്നരാകാതിരിക്കുക. പലവിധமான വസ്ത്രങ്ങൾ ദേവൻ നമുക്ക് തന്നിരുന്നു. പലവിധ വസ്ത്രങ്ങൾ ദൈവം തരുന്നു. ഈ വസ്ത്രത്തെ നാം എപ്പോഴും ധരിച്ചു കൊള്ള വേണം. എല്ലായ്പ്പോഴും ഈ വസ്ത്രം ധരിക്കണം. ആദാം വസ്ത്രത്തെ ഇഴന്നു പോന. ആദാം വസ്ത്രം നഷ്ടമാക്കി. അവൻ പാപിയാക മാറ്റപ്പെട്ടു. അവൻ പാപിയായി മാറി. അവൻ മഹിമയറ്റവനാക കാണപ്പെട്ടു. അവൻ തേജസ്സില്ലാത്തവനായി. എന്ത വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത ദേവ മഹിമയെ അറ്റവറുകളാനാർകൾ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സை ഇല്ലാത്തവരായി മാറി. അതിനാൽ തന്നെ ഇന്ന് പാപത്തിക്ക് ഒരു മതിപ്പില്ല. ആകയാൽ ഇന്ന് പാപത്തിന് ഒരു മാന്യതയില്ല. ചെയ്വതുക്ക് ഒരു വെക്കമില്ല, ഭയമില്ല, നാണമില്ല, ഒന്നുമില്ല. അതിക്രമം ചെയ്യുന്നതിന് യാതൊരുവിധമായ ലജ്ജയോ. നമ്മുടെ ദേശത്തിൽ അക്രമം ചെയ്യുന്നത് ആര്? ഇന്ന് ദേശത്ത് അക്രമം ചെയ്യുന്നത് ആര്? മുൻകാലങ്ങളിൽ പഠിപ്പറിവില്ലാത്തവർ, വിദ്യാഭ്യാസമില്ലാത്തവർ, ഒന്നും അറിയാത്തവർ, അല്പം പരിജ്ഞാനമില്ലാത്തവർ, അവർ ഏതോ പാപങ്ങൾ അക്രമങ്ങൾ ചെയ്യുവാർ. അവരൊക്കെ എന്തെങ്കിലും പാപങ്ങളും അക്രമങ്ങളൊക്കെ ചെയ്യും. നമ്മുടെ ഒരു സ്റ്റേറ്റിലെ DG ഒരു പെരിയ പാപത്തെ ചെയ്ത് ഇപ്പോൾ ജയിലുക്കുള്ളേ കിടക്കുക. ഇന്ന് നമ്മുടെ ഒരു സംസ്ഥാനത്തിലെ DGP ഒരു വലിയ പാപം ചെയ്ത് ജയിലിനകത്ത് കിടക്കുന്നു. DGP ആര്? ഈ DGP ആര്? ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. ദൈവത്തിന് മഹത്വം. അവനെ പാർക്കിൽ പെരിയ മനുഷ്യൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലേ? പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അവനേക്കാൾ ഉന്നത ഉദ്യോഗസ്ഥൻ ആ സംസ്ഥാനത്തില്ല. പത്രത്തിൽ വായിച്ചു. പഠിപ്പില്ല. അവന് വിദ്യാഭ്യാസമില്ല. IPS പഠിച്ച IPS കാരനാണ്. സർവീസ് മനുഷ്യൻ, സർവീസിലുള്ള അനുഭവമുള്ള അനുഭവ സമ്പന്നൻ, പലയിടങ്ങളിൽ പോയി വേല ചെയ്ത പല സ്ഥലങ്ങളിൽ സേവനം മനുഷ്യരുടെ സ്വഭാവത്തെ അറിയുന്നവൻ, മനുഷ്യരുടെ സ്വഭാവം അറിയാവുന്ന. എന്നാൽ ഒരു പാപത്തിക്ക് മുന്നാലെ, ഒരു പാപത്തിന്റെ മുൻപിൽ, ഒരു 16 വയസ്സുള്ള പെണ്ണുക്ക് മുന്നാലെ, ഒരു 16 വയസ്സുകാരുടെ മുൻപിൽ ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവന്റെ വസ്ത്രത്തെ കാത്തുകൊള്ള മുടിയ, വസ്ത്രം സൂക്ഷിക്കാനായില്ല. ഞാൻ ആരാണ്? ഞാൻ എന്ത് ചെയ്യുന്നു? ദൈവജനമേ, കാരണം ഇന്നേക്ക് പാപത്തിക്ക് ഒരു ഭയമില്ല. പാപത്തെ വലിയ ഭയപ്പെടുന്നു. പാപത്തിക്ക് ഭയമില്ല. എന്തിനു പാപത്തെ ഓർത്ത് പഠിക്കുന്നു? വസ്ത്രമില്ലായ്കയാൽ അവൻ ഏത് തിന്മയ്ക്കും ഏത് വിധமான പാപത്തിക്കും അക്രമത്തിക്കും അവൻ ആയുക്തമായി. ഏത് തിന്മ, പാപം, അതിക്രമം ചെയ്യാൻ അവൻ തുനിഞ്ഞൊരുങ്ങി ഇറങ്ങിയിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. കാരണം വ്യത്യാസമില്ല. എല്ലാവരും പാപം ചെയ്ത് ദേവമഹിമയെ അറ്റവറുകളാനാർകൾ. കാരണം ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി. നമ്മുടെ ദേശത്തിൽ അക്രമങ്ങൾ പെരുകുന്നു. ആകയാൽ ദേശത്ത് അതിക്രമങ്ങൾ പെരുകുന്നു. 3-ാം അധികാരം 10-ാം വചനത്തിൽ ഇരുന്ന് പഠിക്കുമ്പോൾ, റോമർ 3:10 മുതൽ വായിക്കുമ്പോൾ, പാപിയായ മനുഷ്യനുടെ ഒരു ചിത്രത്തെ, പടത്തെ അങ്ങ് പാർക്കാം. പാപിയായ ഒരു മനുഷ്യന്റെ ചിത്രം അവിടെ കാണാം. അവന് പാപിയായ മനുഷ്യനിൽ നീതിമാൻ ഇല്ല. പാപിയായ മനുഷ്യൻ നീതിമാനില്ല. രക്തത്തെ ചിന്തുகிறாൻ. അവർ രക്തം ചിന്തുന്നു. വഞ്ചന ചെയ്യുന്നു. ഒരിടത്തിൽ ഒരു ഗ്രൂപ്പ് ജനങ്ങൾ വന്ന്, ഒരു സ്ഥലത്ത് ഒരു കൂട്ടം ആളുകൾ വന്ന് ഒരു മകനെ കൊന്ന് ഒരു പാത്രത്തിൽ അവന്റെ രക്തത്തെ എടുത്ത്, ഒരു പാത്രത്തിൽ അവന്റെ രക്തം അവന്റെ തായെ പിന്നാലെ കയ്യെ കെട്ടിപ്പോട്ട്, അവന്റെ അമ്മയെ പുറകിൽ കൈകൾ കെട്ടിയിട്ട് ഒരു തൂണില് ഈ വിധமாக കെട്ടിപ്പോട്ട്, ഒരു തൂണിൽ കൈകൾ ചേർത്ത് ബന്ധിച്ച് പിടിച്ച് രക്തത്തെ അവരുടെ വായിൽ ഊറ്റി കൊടുത്താച്ച്, അവളുടെ വായിൽ ആ മകന്റെ രക്തം ഒഴിച്ചു കൊടുത്തു. അക്രമം പാരുങ്ക. അതിക്രമം നോക്കുക. ദൈവത്തിന് മഹത്വം. അവനെ കൊല ചെയ്തത് മറ്റുമല്ല, കൊന്നത് മാത്രമല്ല, അവളെ കെട്ടിപ്പോട്ട്, അവളെ കെട്ടിയിട്ട് അവന്റെ രക്തത്തെ ഒരു പാത്രത്തിൽ എടുത്ത്, അവന്റെ രക്തം ഒരു പാത്രത്തിൽ എടുത്ത് അവളുടെ വായിൽ ഊത്തി കൊടുത്ത, അവളുടെ വായിൽ ഒഴിച്ചു കൊടുത്തു. അവൾ എപ്പടി കുടിക്ക മുടിയും? അവൾക്ക് അതെങ്ങനെ കുടിക്കാനാവും? കുടിക്കാത്തത് കൊണ്ട് നെഞ്ചെ പാത്ത് ഒരു കുത്തും കൊടുത്ത, അവളുടെ നെഞ്ചിൽ ഒരു കുത്തു കുത്തി. ഇതാണ് ഇന്നേക്ക് നമ്മുടെ ഉലകം. ഇതാണ് ഇന്നത്തെ നമ്മുടെ ലോകം. ഇതാണ് വസ്ത്രമില്ലാത്ത നിലമ. ഇതാണ് വസ്ത്രമില്ലാത്ത അവസ്ഥ. ഇനി ഒരിടത്തില്, മറ്റൊരിടത്ത് ഒരു സ്ത്രീയാണവൾ, ഒരു സ്ത്രീ ഒരു ഇൻസ്പെക്ടറെ കൊല ചെയ്ത്, ഒരു ഇൻസ്പെക്ടറെ അവരുടെ പേരും എഴുതി പോട്ടാ, പേരോട് എഴുതി വെച്ചു. അവരുടെ പേരപ്പി എഴുതി പോട്ടാ, പേരവിടെ എഴുതി വെച്ചു. കേരളാവിൽ നടന്ന സംഭവം, കേരളത്തിൽ നടന്നതാണ്. ചില വർഷങ്ങൾക്ക് മുന്നേ, മുൻപേ, ഞാൻ നിனைக்கிறேன் 1971 ആണ്ടിൽ, 1971 ചിന്തിക്കുന്നു. 70-ഓ 71-ലോ ആയിരിക്കാം. 70-ഓ 71-ലോ ആയിരിക്കും. നിങ്ങൾക്ക് വന്ന സംഭവം தெரியும். നിങ്ങൾക്കും അത് അറിയാം. ഒരു പോലീസ് ഇൻസ്പെക്ടറെ കൊല ചെയ്ത്, ഒരു പോലീസ് ഇൻസ്പെക്ടർ തന്റെ വിരലെ அந்த രക്തത്തിൽ മുക്കി, തന്റെ വിരൽ രക്തത്തിൽ മുക്കി, ചുവരിൽ എഴുതി പോട്ട, തന്റെ പേര് ചുവരിൽ എഴുതി. എത്ര അക്രമം നോക്കുക. ഒരു രക്തത്തെ പാത്താൽ നാം തുടിപ്പോ, രക്തം കണ്ടാൽ നാം രക്തത്തെ പാത്ത ഉടനെ മയങ്ങി വീഴുവോ, രക്തം
കണ്ടാൽ ബോധക്ഷയം വരും. എന്നാൽ വസ്ത്രമില്ലേ? എന്നാൽ വസ്ത്രമില്ല. വസ്ത്രമില്ലാത്തവൻ എല്ലാ അക്രമത്തെയും ചെയ്യുവാൻ. വസ്ത്രമില്ലാത്തവൻ എല്ലാ അക്രമവും ചെയ്യും. വസ്ത്രമില്ലാത്തവൻ എല്ലാ ദ്രോഹത്തെയും ചെയ്യുവാൻ. വസ്ത്രമില്ലാത്തവൻ എല്ലാ ദ്രോഹവും ചെയ്യും. വസ്ത്രമില്ലാത്തവൻ എല്ലാവിധமான പാപങ്ങൾ ചെയ്യുവാൻ. വസ്ത്രമില്ലാത്തവൻ എല്ലാ പാപവും ചെയ്യും. സഹോദര സഹോദരി, സഹോദര സഹോദരി, ഉനക്ക് அந்த வஸ்திரம் உண்டு. നിനക്ക് ആ വസ്ത്രമുണ്ടോ? ദേവൻ சொன்னார், ദൈവം പറഞ്ഞു, നീ വസ്ത്രമുടയവനാക കാണപ്പെട വേണ്ട. നീ വസ്ത്രമുള്ളവനായിരിക്കണം. ഞാൻ அந்த മനുഷ്യനെ സൃഷ്ടിച്ചேன். ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചു. അവന് ആദാം എന്ന് പേര് വെച്ചു. അവൻ ആദാം എന്ന് പേരിട്ടു. അവനക്ക് ഞാൻ ഒരു വസ്ത്രത്തെ കൊടുത്തു. അവനൊരു വസ്ത്രം കൊടുത്തു. എന്നാൽ വസ്ത്രത്തെ അവൻ കാത്തുകൊള്ളവില്ല. എന്നാൽ വസ്ത്രം സൂക്ഷിച്ചില്ല. കുമാരനെ ഞാൻ അനുപ്പി, എന്റെ പുത്രനെ അയച്ച് വസ്ത്രത്തെ തരുമ്പടിയാക വസ്ത്രം തരുവാൻ. അവൻ ചെയ്ത പാപങ്ങളെല്ലാം സുമന്ത് പാപങ്ങളെല്ലാം കൽവാരിയിൽ മരിത്ത് കാൽവരിയിൽ മരിച്ചു. രക്തത്തെ സിന്തി, രക്തം ചിന്തി ഉനക്കാക വസ്ത്രത്തെ തരിക. ഇതാ നിനക്കായി വസ്ത്രം തരുന്നു. ദൈവത്തിന് മഹത്വം. ഈ വസ്ത്രത്തെ നാം ധരിച്ചു കൊള്ള വേണ്ട. ഈ വസ്ത്രം നാം ധരിക്കണം. മണവാട്ടിയാക മാറ്റപ്പെട വേണ്ട. നീ മണവാട്ടിയായി മാറണം. இந்த വസ്ത്രങ്ങൾ ഉനക്ക് തേവ. ഈ വസ്ത്രം അതിന് നിനക്ക് വേണം. ഒന്നാമത് രക്ഷിപ്പിൻ വസ്ത്രം. ഒന്നാമത് രക്ഷാവസ്ത്രം. 61 10 വസ്ത്രത്തെ പഠിക്കുമ്പോൾ 61:10 വായിച്ചാൽ നാം എന്നെ വാസിக்கிறோம். നാം എന്ത് വായിക്കുന്നു? രക്ഷിപ്പിൻ വസ്ത്രം എന്ന് വാസിக்கிறோം. രക്ഷാവസ്ത്രം എന്ന് വായിക്കുന്നു. എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവജനം. നാം എല്ലാവരും രക്ഷിക്കപ്പെട്ട ദൈവജനം. നമ്മുടെ രക്ഷിപ്പെ നാം പാതുകാക്കണം. നമ്മുടെ രക്ഷയെ സൂക്ഷിക്കണം. നമ്മുടെ രക്ഷിപ്പിൻ കനിയെ നാം കൊടുത്ത് ജീവിക്കണം. രക്ഷയ്ക്കേറ്റതായ ഫലം നൽകി ജീവിക്കണം. രക്ഷിപ്പിൻ സന്തോഷത്തിൽ കാണപ്പെടണം. രക്ഷയുടെ സന്തോഷത്തിൽ കാണപ്പെടണം. രക്ഷിപ്പിൻ ഇളയപ്പാർതലിൽ കാണപ്പെടണം. രക്ഷയുടെ സ്വസ്ഥതയിലായിരിക്കണം. ദേവനക്ക് ദൈവത്തിന് മഹത്വം. രക്ഷിക്കപ്പെട്ട ദൈവജനങ്ങൾ, രക്ഷിക്കപ്പെട്ട ദൈവജനം അന്ത രക്ഷിപ്പിൻ വസ്ത്രത്തെ അണിந்து ആ രക്ഷാവസ്ത്രം ധരിച്ച് നീ വെളിപ്പെടുത്താതെ, നിന്റെ നഗ്നത വെളിപ്പെടാതെ വണ്ണം, പാപത്തെ പാപം വെളിപ്പെടാതെ വണ്ണം, പാപം ചെയ്യാതെ പരിശുദ്ധവാനാക ജീവിക്ക വേണ്ട. ഒരു വിശുദ്ധനായി ജീവിക്കണം. രണ്ടാമത്തെ വസ്ത്രം യെശയ്യാ 61 അതേ 10 പഠിക്കുമ്പോൾ 61:10 തന്നെ എന്നെ വാസിக்கிறோം. എന്ത് വായിക്കുന്നു? വസ്ത്രം, നീതിയുടെ ഇത് വസ്ത്രം. ജ്ഞാനസ്നാനത്തിലൂടെ നാം പെറ്റുകൊള്ളുക. ഇത് ജലസ്നാനത്തിലൂടെ പ്രാപിക്കുന്നു. തണ്ണീരിൽ ജ്ഞാനസ്നാനം എടുക്ക വേണ്ടും എന്ന് ചൊല്ലുക. ആകയാൽ വെള്ളത്തിൽ മുങ്ങി സ്നാനം ഏൽക്കണം. അടുത്ത വസ്ത്രം, അടുത്തത് നീതിമൊഴി യെശയ്യാ 61 3 വചനത്തെ പഠിക്കുമ്പോൾ യെശയ്യാ 61:3 തുതിയിൻ ആട, സ്തുതി എന്ന മേലാട. പരിശുദ്ധാവിൻ അഭിഷേകത്തെ പെറ്റുകൊള്ളുമ്പോൾ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുമ്പോൾ തുതിയിൻ ആട നമുക്ക് തരും. അവിടെ സ്തുതി എന്ന മേലാട നൽകുന്നു. இந்த விஷயத்தை കുറിച്ച് கொஞ்சம் சிந்திப்போம். ഇതിനെ കുറിച്ച് അല്പം ചിന്തിക്കാം. നാം എപ്പോഴും ദേവനെ തുതിക്കുംപടിയാ. നാം എല്ലായ്പ്പോഴും ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചു. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. തുതിയിൽ വല്ലമയുണ്ട് നമുക്ക് தெரியும். സ്തുതിയിൽ ശക്തിയുണ്ടെന്ന് നമുക്കറിയാം. വല്ലമയുണ്ട്, സ്തോത്രത്തിൽ ശക്തിയുണ്ട്. ഉങ്ങളുടെ வாழ்க்கைയിൽ പലവിധமான പ്രശ്നങ്ങൾ വരலாம். നിങ്ങളുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നേക്കാം. നിങ്ങൾ വിഷമിക്കേണ്ട. ദേവനെ തുതിയും, ദൈവത്തെ സ്തുതിക്കും. ദേവനക്ക് സ്തോത്രം പണി. ദൈവത്തിന് സ്തോത്രം ചെയ്യും. ദേവൻ നല്ലവർ, അവർ കിരുബ என்றுമുള്ളത് ആർപ്പരിയുങ്ങൾ. ദൈവം നല്ലവൻ, അവന്റെ ദയ എന്നേക്കുമുള്ളതെന്ന് ഘോഷിപ്പിൻ. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. அந்த വസ്ത്രത്തെ ധരിച്ചു കൊള്ളുക. ആ വസ്ത്രം ധരിക്കുവിൻ. അതാ തുതിയിൻ ആട. അതാണ് സ്തുതിയുടെ മേലാട. ജനങ്ങളോ എന്നെ മറന്നു വിട്ടാൽ, എന്റെ ജനങ്ങൾ എന്നെ മറന്നു. വസ്ത്രമില്ലാതെ വസ്ത്രത്തെ എന്റെ വസ്ത്രം ധരിക്കാതെ എന്നെ അവരെന്നെ മറന്നു. ദൈവത്തിന് മഹത്വം. സ്തുതിയെ മറന്നു വിട്ടാൽ, ആ സ്തുതിയെ മറന്നു. നിങ്ങൾ എന്താ ദേവനെ തുതിത്തു പാരുക. നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചു നോക്കുക. വീട്ടിലും ദേവനെ തുതിയുങ്ങൾ. എല്ലാ വീട്ടിലും ദൈവത്തെ സ്തുതിക്കുക. പ്രശ്നങ്ങൾ വന്നാൽ, എങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്നാലും പ്രശ്നയെ മേற்കൊള്ള മുടിയും. നാം ആ പ്രശ്നങ്ങളെ കീഴടക്കാനാവും. ദൈവത്തിന് മഹത്വം. 2 നാளாகമം 20-ാം അധികാരത്തെ നാം പഠിക്കുമ്പോൾ 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ இந்த തുതിക്ക് നല്ല ഒരു നിഴലെ നാം അങ്ങ് പാർക്കുന്നു. ഈ സ്തുതിയുടെ ഒരു നല്ല ദൃഷ്ടാന്തം അവിടെ കാണാം. എരിഹോ പട്ടണം തകർന്നതും ഇടിந்து വീഴുന്നതും തുതിയിനാലെ എന്ന് നമുക്ക് தெரியும். എരിഹോ പട്ടണം ഇടിഞ്ഞു തകർന്നു വീണത് സ്തുതിയാലെ നമുക്കറിയാം. പൗലും സീലാസും ദേവനെ அந்த சிறைசாலையில் துதித்த வேளையிலே കാരാഗ്രഹത്തിലുடைய അസ്ഥിവാരം അസൈந்தது നമുക്ക് தெரியும். വിശുദ്ധ പൗലോസും ശീലാസും തടവറയിൽ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങിയത് നമുക്കറിയാം. അത് മാത്രമല്ല 2 നാளாகമം 20-ാം അധികാരം 1-ാം വചനത്തിലിരുന്ന് 22-ാം വചനം വരെ പഠിക്ക വേണ്ടും. ഇപ്പോഴത്തെ 19-ാം വചനത്തിലിരുന്ന് പഠിയെങ്കിൽ 2 ദിനവൃത്താന്തം 20-1 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിലും ഇപ്പോൾ 19-ാം വാക്യം വായിക്കാം. യൂദാ ദേശത്തിലെ രാജാവ് യഹോശാഫാത്ത്, യഹൂദാ ദേശത്തിലെ രാജാവ് യഹോശാഫാത്ത്, അവന്റെ കാലത്തിൽ ഒരു യുദ്ധം വന്നു. അവന്റെ കാലയളവിൽ ഒരു യുദ്ധം വന്നു. മോവാബ്യർ, സെയീർ, അമ്മോന്യർ, മോവാബ്യർ, അമ്മോന്യർ, സെയീർ 3 ദേശത്താർ ഒന്നാകെ ഒരുമനപ്പെട്ട്
മൂന്ന് ദേശക്കാർ ഒരുമനപ്പെട്ട് വിരോധமாக യുദ്ധத்துக்கு വന്നു. യഹൂദാദേശത്തിനെതിരായ യുദ്ധത്തിൽ വന്നു. യഹോശാഫാത്ത് നല്ല രാജാവ്. യഹോശാഫാത്ത് നല്ലൊരു രാജാവ്. ദേവസിത്തം ചെയ്യുന്ന രാജാവ്. അവൻ ദൈവഇഷ്ടം ചെയ്യുന്നവൻ. അവൻ ദേവനിടത്തിൽ കേട്ടാർ. അവൻ ദൈവത്തോട് ചോദിച്ചു. യുദ്ധத்துக்காக வந்து விட்டார்கள். അവർ യുദ്ധത്തിനായി വന്നു. ഞാൻ என்ன செய்ய வேண்டும்? ഞാൻ എന്ത് ചെയ്യട്ടെ? ഞാനും അവരെ പോലെ ഈട്ടി എടുത്ത് യുദ്ധத்துக்காக പോകട്ടെ. ഞാൻ അവരെ പോലെ കുന്തം എടുത്തുകൊണ്ട് യുദ്ധത്തിനായി പോകണം. കാരണം അവൻ രാജാ അവനെ അഭിഷേകം ചെയ്ത വേളയിൽ രാജാവായി അവനെ അഭിഷേകം ചെയ്തപ്പോൾ അവനൊരു തീരുമാനമെടുത്താൻ. എന്റെ തകപ്പനെ പോലെ ഞാൻ ജീവിക്ക മാട്ടേൻ. ഞാൻ എന്റെ അപ്പനെ പോലെ ജീവിക്കില്ല. താത്താവെ പോലെ ദാവീദെ പോലെ ഞാൻ ജീവിക്കും. എന്റെ വല്യപ്പനായ ദാവീദിനെ പോലെ ജീവിക്കും. എന്റെ ദാവീദ് ദേവ നടത്തിപ്പിൻപടി ദേവനിടത്തിൽ കേട്ട് കേട്ട് എല്ലാം ചെയ്താൻ. എന്റെ വല്യപ്പനായ ദാവീദ് ദൈവത്തിന്റെ നടത്തിപ്പിൻ പ്രകാരം എല്ലാം ചോദിച്ചറിഞ്ഞാണ് ചെയ്തത്. കേട്ടുതാൻ ചെയ്തു. ഞാനും അങ്ങനെ ചോദിച്ചിട്ടേ ചെയ്യൂ. തീരുമാനത്തുടൻ അവൻ സിംഹാസനത്തിൽ വന്നാൻ. അങ്ങനെ ഒരു തീരുമാനത്തോടെ അവൻ യുദ്ധം വന്നു വിട്ടത്. ഇപ്പോൾ യുദ്ധം വന്നു. ആണ്ടവരെ ഞാൻ എന്നെ ചെയ്യ വേണ്ടും. കർത്താവേ ഞാൻ എന്ത് ചെയ്യട്ടെ? ദൈവത്തിന് മഹത്വം. ആണ്ടവർ சொன்னார். ദൈവം പറഞ്ഞു, നീ യുദ്ധം பண்ண വേണ്ട. നീ യുദ്ധം ചെയ്യേണ്ട. സണ്ടയ്ക്ക് പോക വേണ്ട. നീ വഴക്കിന് പോകണ്ട. നീ കേസുക്കും പോക വേണ്ട. നീ കേസിനും പോകണ്ട. നീ കോർട്ടുക്കും പോക വേണ്ട. കോടതിയിൽ പോകണ്ട. നീ എങ്ങും പോക വേണ്ട. നീ എവിടെയും പോകണ്ട. നീ എന്നുடைய പിള്ളை. നീ എന്റെ പൈതൽ. നീ എന്നുடைய രക്തത്തിനാൽ മീഴ്ക്കപ്പെട്ടവൻ. നീ എന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവൻ. എന്നുடைய പ്രമാണத்துக்கு നീ കീഴ്പ്പെടിந்து നീ എന്റെ പ്രമാണത്തെ അനുസരിച്ച് ജീവിച്ചാൽ എന്റെ പ്രമാണത്തെ നീ എടുത്തുകൊൾ. എന്റെ പ്രമാണം നീ എടുക്കുക. എന്റെ വാർത്തയെ നമ്പ്. എന്റെ വാക്ക് വിശ്വസിക്കുക. അപ്പോൾ സിദ്ധി പെറുവീர்கள். അപ്പോൾ കൃതാർത്ഥരാകും. ദീർഘദർശികളെ നമ്പ്. എന്റെ പ്രവാചകന്മാരെ വിശ്വസിക്കുക. നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. ദൈവത്തിന് മഹത്വം. എൻ വാർത്തയെ നമ്പിക്കൊൾ. എന്റെ വചനം വിശ്വസിപ്പി. നീ യുദ്ധം ചെയ്യ വേണ്ട. നീ യുദ്ധം ചെയ്യേണ്ട. അതേ വേളയിൽ അതേ സമയം കൊഹാത്യരെ കൂപ്പിടുക. കൊഹാത്യരെ വിളിക്കുക. ലേവ്യരെ കൂപ്പിടുക. ലേവ്യരെ വിളിക്കുക. കൊഹാത്യരെ കൂപ്പിടുക. കൊഹാത്യരെ വിളിക്കുക. കർത്തർ നല്ലവർ അവർ കൃപ என்றுமுள்ளதே என்று ஆர்ப்பரியுங்கள். യഹോവ നല്ലവനല്ലോ അവന്റെ ദയയ്ക്ക് എന്നേക്കുമുള്ളതെന്ന് ഘോഷിപ്പിൻ. യഹോശാഫാത്ത് രാജാ വന്താൻ. യഹോശാഫാത്ത് രാജാവ് കൂപ്പിട്ടാൻ. ജനങ്ങളെ വിളിച്ചു. ജനങ്ങളെ നാം യുദ്ധத்துக்கு പോക വേണ്ട. ജനമേ നാം യുദ്ധം ചെയ്യേണ്ട. ദൈവം പറയുന്നു, ഇതോ ലേവ്യരെ കൂപ്പിടുക. ലേവ്യരെ വിളിക്കുവിൻ. കൊഹാത്യരെ കൂപ്പിടുക. കൊഹാത്യരെ വിളിപ്പിൻ. കർത്തർ നല്ലവർ അവരെ തുതിയുங்கள் എന്ന് சொல்லுகிறார். യഹോവ നല്ലവനല്ലോ എന്ന് പറഞ്ഞ് അവനെ സ്തുതിപ്പിൻ. ദേവനെ തുതിപ്പോം. നാം ദൈവത്തെ സ്തുതിക്കാം. ജനങ്ങളെല്ലാം ആമേൻ എന്ന് சொன்னார்கள். ജനങ്ങളെല്ലാം ആമേൻ എന്ന് പറഞ്ഞു. ഉമ്മത് വാർത്തയെ പോലെ ആകക്കടവത്. നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ. അതികാലയിലെ അതിരാവിലെ അവരെല്ലാവരും എഴുമ്പിനാர்கள். അവരെല്ലാം എഴുന്നേറ്റു. അതികാലയിൽ അതിരാവിലെ 4 മണിക്ക് എഴുമ്പിനാர்கள். 4 മണിക്ക് എഴുന്നേറ്റു. അവർ ദേവനെ തുതിത്താർ. അവർ ദൈവത്തെ സ്തുതിച്ചു. ആ പകുതി കൊണ്ട് വാസിപ്പോം. ആ ഭാഗം ഒന്ന് വായിക്കാം. 20-ാം അധികാരം 19-ാം വചനത്തിലിരുന്നു. 2 ദിനവൃത്താന്തം 20:19 മുതൽ. കെഹാത്യരും കോരഹ്യരുമായ ലേവ്യർ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അത്യുച്ചത്തിൽ സ്തുതിപ്പാൻ എഴുന്നേറ്റു. അടുത്ത പിന്നെ അവർ അതികാലത്ത് എഴുന്നേറ്റ് അതികാലയിൽ എഴുമ്പി തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെട്ടപ്പോൾ യഹോശാഫാത്ത് നിന്നുകൊണ്ട് യഹൂദ്യരും യെരൂശലേം നിവാസികളുമായുള്ളവരെ എന്റെ വാക്കു കേൾപ്പീൻ. നിങ്ങളുടെ ദൈവമായ യഹോവയിൽ വിശ്വസിപ്പീൻ. ദേവനാകിയ കർത്തരെ നമ്പുങ്ങൾ. എന്നാൽ നിങ്ങൾ ഉറച്ചു നിൽക്കും. അപ്പോഴും നിങ്ങൾ നിലച്ചിരിപ്പീர்கள். അവന്റെ പ്രവാചകന്മാരെ ദീർഘദർശികളെ നമ്പുങ്ങൾ. എന്നാൽ നിങ്ങൾ കൃതാർത്ഥരാകും എന്ന് പറഞ്ഞു. സിദ്ധി പെറുവീர்கள். ഇവിധமாக അവர்கள் ദേവനെ തുതിത്താർ. അവരിങ്ങനെ ദൈവത്തെ സ്തുതിച്ചു. സ്തുതിயின் ആടയെ ധരിത്താർ. സ്തുതിയുടെ മേലാട ധരിച്ചു. സ്തുതിயின் ആട് മുഖ്യமான വസ്ത്രം. സ്തുതിയുടെ മേലാട വളരെ പ്രാധാന്യമർഹിക്കുന്നു. ദൈവത്തിന് മഹത്വം. அந்த 7 വസ്ത്രങ്ങൾ നമുക്ക് തേവ. ആ 7 വസ്ത്രങ്ങൾ വേണം. നിർവാണിയാക മാറ്റപ്പെടக்கூடாது. നഗ്നനായി മാറരുത്. ദേവനെ തുതിപ്പോം. നാം ദൈവത്തെ സ്തുതിക്കാം. അവർ തുതിച്ച വേളയിൽ അവർ സ്തുതിച്ചപ്പോൾ അവരുടെ ശത്രുക്കൾ മധ്യയിൽ പെരിയ കലക്കമുണ്ടായി. ശത്രുക്കളുടെ നടുവിൽ കലക്കമുണ്ടായി. അവർ ഒന്നാക യുദ്ധத்துக்கு വന്നാലും കൂടെ അവർ ഒത്തൊരുമിച്ച് യുദ്ധത്തിൽ അവർക്കുള്ള പെരിയ കലക്കമുണ്ടായി. അവരിൽ വലിയ ഭിന്നതയുണ്ടായി. ഒരുവർ വിരോധமாக കൈ കലർந்தார். അവർ അന്യോന്യം കയ്യേറ്റം ചെയ്തു. അവർ ഒരുവരോടൊരുവർ എതിർത്ത് അടിത്ത് அப்படியே മാണ്ടു വിട്ടാர்கள். അവർ തമ്മിൽ എതിർത്ത് വഴക്കിട്ട് പട്ടുപോയി. അപ്പോൾ വിവിധമായ യുദ്ധത്തിൽ യഹോശാഫാത്ത് ജയിത്താർ. ഈ യുദ്ധത്തിൽ ഇങ്ങനെ യഹോശാഫാത്ത് പലവിധமான കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾ, പോരാട്ടങ്ങൾ, വ്യാധികൾ, തൊല്ലകൾ, കടൻ തൊല്ലയും വരക്കൂടും. നിനക്ക് പല കഷ്ടങ്ങൾ, രോഗങ്ങൾ, ക്ലേശങ്ങൾ, കടക്കണികൾ വന്നേക്കാം. നീ ഭയപ്പെടാതെ, നീ പേടിക്കേണ്ട, നീ കവലപ്പെടാതെ, നീ വിഷമിക്കേണ്ട, ഭാരപ്പെടേണ്ട, കടത്തിന്മേൽ കടനെ വാങ്ങാതെ, കടത്തിനുമേൽ കടം വാങ്ങിക്കൂട്ടേണ്ട, കയ്യിൽ പ്രയാസത്തെ വട്ടിക്ക് കൊടുത്ത് നീ അഴിഞ്ഞു പോകാതെ, നിന്റെ കൈയുടെ അധ്വാന ഫലം പലിശ കൊടുത്ത് നീ കയ്യിൽ പ്രയാസം പ്രത്യാരുടെ വീട്ടിൽ പോകലാകാതെ, നിന്റെ അധ്വാന ഫലം വല്ലവന്റെയും വീട്ടിലായി പോകരുത്. ഉനക്കന്ത വസ്ത്രം ഇരുന്താൽ, നിനക്ക് ഈ വസ്ത്രമുണ്ടായ
கையின் பிரயாசத்தை நீயே சாப்பிடுவாய். നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തന്നെ തിന്നും. உனக்கு பாக்கியமும் நன்மையும் உண்டாகும். നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. நீதிமொழிகள் 5ஆம் அதிகாரம் 10ஆம் வசனத்தை படிக்கும்போது സദൃശവാക്യം 5:10 உன் கையின் பிரயாசம் പ്രത്യാരുടെ വീട്ടിൽ പോകലാകാതെ. നിന്റെ അധ്വാനം വല്ലവന്റെയും വീട്ടിലായി പോകരുത്. കഷ്ടപ്പെട്ട് സമ്പാദിக்கிறோம், നാം ബുദ്ധിമുട്ടി അധ്വാനിക്കുന്നു, இரவு பகலாக சம்பாதிக்கிறோம், രാപകലെന്നെ അധ്വാനിക്കുന്നു, நல்ல வேர்வு தள்ளி தள்ளி சம்பாதிக்கிறோம், നന്നായി വേർപ്പ് ചിന്തി അധ്വാനിക്കുന്നു, கொஞ்சம் പണത്തെ ചേർത്ത് வைக்கிறோம், അല്പം പണം സ്വരുക്കൂട്ടുന്നു. കടസി പാർത്താൽ ഒടുവിലോ யாருடையோ വീട്ടിൽ പോയി വല്ലവന്റെയും വീട്ടിൽ പോകുന്നു. പ്രത്യാരുടെ വീട്ടിൽ പോകലാകാതെ. വല്ലവന്റെയും വീട്ടിൽ പോകരുത്. പഠിങ്ക വായിച്ചാട്ടെ. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നുകളയരുത്. നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിൽ ആയി നിന്റെ പോകരുത്. പ്രയാസം പ്രത്യാരുടെ വീട്ടിൽ പോകലാകാതെ. നിന്റെ പ്രയത്നഫലം വല്ലവന്റെയും വീട്ടിലായി പോകരുത്. ദേവജനമേ ഗവനിയുങ്ങൾ. പ്രിയ ദൈവജനമേ ശ്രദ്ധിപ്പിക്കുക. നീ കഷ്ടപ്പെടുகிறாய். ഇന്ന് നീ വളരെ പ്രയാസപ്പെടുന്നു. പകലാക നീ പ്രയാസപ്പെടുന്നു. രാപകൽ എന്നെ അധ്വാനിക്കുന്നു. നീ പ്രയാസപ്പെടുகிற പ്രയാസത്തെ നീ സാപ്പിടുகிறாയ. നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നുവോ? ഉன்னுடைய കുടുംബത്താർ ഉன்னுடைய പിള്ളകൾ സാപ്പിടുகிறார்கள். നിന്റെ കുടുംബം കുട്ടികൾ തിന്നുന്നുവോ? പ്രത്യാരുടെ വീട്ടിൽ പോകുന്നു. വല്ലവന്റെ വീട്ടിൽ പോകും. ഒന്റെ വൈദ്യർ, ഒന്ന് ഡോക്ടർ, രണ്ടാമത് ഡോക്ടർ സോറി കോർട്ട്, രണ്ടാമത് കോടതി, മൂന്നാമത് ഇൻട്രസ്റ്റ്, മൂന്നാമത് പലിശ. വട്ടിക്ക് പണം പോകുന്നു, പലിശ കൊടുത്ത് മുടിയുന്നു. ദേവനക്ക് മഹിമ. പ്രത്യാരുടെ വീട്ടിൽ പോകലാകാതെ. അവൻ വല്ലവന്റെ വീട്ടിൽ പോകരുത്. 128ആം സംഗീതം 1ആം വസനത്തെ പഠിക്കുമ്പോൾ 128ആം സങ്കീർത്തനം 1ആം വാക്യത്തിൽ കർത്തർക്ക് ഭയന്ന് അവരുടെ വഴിയിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവയെ ഭയപ്പെട്ടവന്റെ വഴികളിൽ നടക്കുന്നവൻ അവന് ഭാഗ്യവാൻ. ഭാഗ്യവും നന്മയും ഉണ്ടാകും. അവൻ ഭാഗ്യവാൻ, അവന് നന്മ വരും. അവനുടെ കയ്യിൻ പ്രയാസത്തെ അവനെ സാപ്പിടുവാൻ. അവന്റെ കൈയുടെ അധ്വാന ഫലം അവൻ തന്നെ തിന്നും. ദേവനുടെ ആശീർവാദ സംഗീതത്തെ പാരുങ്ക. ദൈവത്തിന്റെ അനുഗ്രഹ സങ്കീർത്തനം ദേവനുടെ നോക്കുക. വാക്ക് പാരുങ്ക. ദൈവത്തിന്റെ വാക്ക് നോക്കൂ. പ്രയാസത്തെ നീയേ സാപ്പിടുവാൻ. നിന്റെ അധ്വാന ഫലം നീ തന്നെ തിന്നും. ഉன்னுடைய പ്രയാസം അന്യനുടെ വീട്ടിൽ നിന്റെ പോകലാകാതെ. അധ്വാനം വല്ലവന്റെയും വീട്ടിൽ പോകരുത്. നാം കഷ്ടപ്പെട്ട് സമ്പാദിக்கிறோം, ബുദ്ധിമുട്ടി അധ്വാനിക്കുന്നു. അതെവിടെ പോകുന്നു? കാരണം എന്നെ കാരണം തുതിയിൻ ആടയില്ല. സ്തുതി എന്ന മേലാടയില്ല. തുതി എന്റെതാണ് அந்த ആട ഇരുന്നാൽ. സ്തുതി എന്ന മേലാടയില്ലെങ്കിൽ കർത്തരെ തുതിത്താൽ, നീ ദൈവത്തെ സ്തുതിച്ചാൽ കർത്തർ ഉന്നെ ആശീർവദിപ്പാർ. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. യഹോശാഫാത്തെ പാരുങ്ക. യഹോശാഫാത്തിനെ നോക്കുക. ആണ്ടവരേ, യുദ്ധം വന്നു വിട്ടത്. കർത്താവേ, യുദ്ധം വന്നു. ഞാൻ എന്നെ ചെയ്യ ഞാൻ வேண்டும். എന്ത് ചെയ്യട്ടെ? നീ ഒന്നും യുദ്ധം പണ്ട വേണ്ട. നീ ഒന്നും യുദ്ധത്തിന് പോകേണ്ട. എന്നെ തുതിയുങ്ക. നീ എന്നെ സ്തുതിക്കുക. എவ்வளவு ആഴமான സത്യം. എത്രയോ ആഴമായ സത്യം. ഒരുവേള ഇത് ഉനക്ക് ഒരു കേവലமாக பார்க்கலாம். ഇതൊരു തുതി, തുതിയിൽ എന്നാ இருக்குது? ഈ സ്തുതി എന്താണ്? സ്തോത്രം சொல்லுகிற வார்த்தையை பாருங்க. ദൈവം പറയുന്നത് നോക്കുക. എന്നെ തുതിയുங்கள். എന്നെ സ്തുതിക്കുക. കർത്തർ നല്ലവർ. യഹോവ നല്ലവൻ. അവർ കൃപ എന്നുമുള്ളത്. അവന്റെ ദയ എന്നേക്കുമുള്ളത്. എന്നെ തുതിയുங்கள். എന്നെ സ്തുതിക്കുക. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. അപ്പോഴേ നീ സിദ്ധി പെറുവീർ. അപ്പോൾ നിങ്ങൾ കൃതാർത്ഥരാകും. നിനക്ക് നന്മയുണ്ടാകും. നിനക്ക് നന്മ വരും. ഉന്ന പ്രയാസത്തെ നീയേ സാപ്പിടണം. നിന്റെ അധ്വാന ഫലം നീ തിന്നും. അതിനാൽ ഏഴുകൾ കൊണ്ടും കൊടുക്കക്കൂടാതെ എന്റെ അർത്ഥമല്ല. ആകയാൽ പാവപ്പെട്ടവർക്ക് കൊടുക്കരുതെന്നല്ല, നാം ഇറങ്ങ വേണ്ടും. നാം ദരിദ്രരോട് കരുണ കാണിക്കണം. ഉദവി ചെയ്യ വേണ്ടും. ദരിദ്രരെ സഹായിക്കണം. വീട്ടിൽ പോകലാകാതെ. വല്ലവന്റെ വീട്ടിൽ പോകരുത്. അതുതാണ് തുതിയിൻ ആടയിൻ മഹിമ. അതാണ് സ്തുതിയുടെ ആടയുടെ മഹത്വം. നീ ദേവനെ തുതിത്താൽ, നീ ദൈവത്തെ സ്തുതിച്ചാൽ, ആടയെ നീ ധരിച്ചു ആ മേലാട ധരിച്ചാൽ, ഉന്റെ പ്രയാസത്തെ നീയേ സാപ്പിടണം. നിന്റെ അധ്വാന ഫലം നീ തിന്നും. യഹോശാഫാത്തെ പാരുങ്ക. യഹോശാഫാത്തിനെ നോക്കുക. കർത്തർ നല്ലവർ എന്ന് തുതിത്താൽ, യഹോവ നല്ലവനെന്ന് അവൻ സ്തുതിച്ചു. അന്ത തുതിയിൽ ദേവൻ വാസം പണിനാർ. ആ സ്തുതിയിൽ ദൈവം വസിച്ചു. നമ്മുടെ ദേവൻ തുതിയിൽ വാസമായി ഇരിക്കണം. നമ്മുടെ ദൈവം സ്തുതിയിൽ വസിക്കുന്നു. ദേവനെ തുതിക്ക തുതിക്ക. നീ ദൈവത്തെ സ്തുതിക്കും തോറും തുതിയിൽ അവർ വാസമായി ഇരുപ്പാർ. ആ സ്തുതിയിൽ അവൻ അധിവസിക്കുന്നു. വീട്ടിൽ വന്ന് അവൻ വീട്ടിൽ വന്ന് കേൾവിയെ കേൾക്கிறார். ഒരു ചോദ്യം ചോദിക്കുന്നു. என்னுடைய നാற்കാലി എங்கே? എന്റെ ആ ഇരിപ്പിടം എവിടെ? உன்னுடைய വീട്ടിൽ ഞാൻ വന്ന് ഉட்கார வேண்டும். നിന്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കണം. என்னுடைய നാற்കാലി എங்கே? എനിക്കുള്ളതായ കസേര എവിടെ? വീട്ടിൽ എங்கே വന്ന് ഈ ഉட்காரும்? വീട്ടിൽ ഞാൻ എവിടെ ഇരിക്കും? എനിക്ക് ഉட்கார்றதுக்கு ഒരു നാற்കാലി കൊട്. എനിക്ക് ഇരിക്കാൻ ഒരു കസേര തരിക. എന്നാ നാற்കാലി? ഏതാണ് ആ കസേര? അതുதான் ദേവനെ തുതിക്കും തുതി. അത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തുതി. ദേവനെ തുതിക്കും വീട്ടിൽ ദേവൻ വന്ന് വാസം പണ്ണുക. ദൈവത്തെ സ്തുതിക്കുന്ന വീട്ടിൽ ദൈവം വന്ന് വസിക്കുന്നു. ഉക്കാന്താത്താൻ ആശീർവാദത്തെ പറ്റിക്കൊള്ള മുടിയും. അവൻ അവിടെ ഇരുന്നാലേ അനുഗ്രഹം നൽകൂ. തുതികളിൽ വാസമായി ഇരിക്കണം. അവൻ സ്തുതികളിൽ അധിവസിക്കുന്നു. ദേവജനമേ, തുതി മികവും മികവും മുഖ്യം. പ്രിയ ദൈവജനമേ, സ്തുതി എന്നത് അത്യന്താപേക്ഷിതം.
உங்களுடைய வீடுகளில் அப்படிப்பட்ட துதி இராவிட்டால் இன்றைக்கே தொடங்கிக்கொள்ளுங்க. നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സ്തുതിയില്ലെങ്കിൽ ഇന്ന് തന്നെ ആരംഭിക്കുക. தேவனை துதிக்கிறார்கள். അനേകർ ദൈവത്തെ സ്തുതിക്കുന്നു. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. രണ്ട് നാൾ മുന്നാലെ 2 ദിനം മുമ്പേ സൗദിയിലെ ഒരു പ്രശ്നം, സൗദിയിൽ ഒരു നമ്മുടെ ഒരു വിശ്വാസി அந்த பிரச்சனைக்கு போனார்கள். നമ്മുടെ വിശ്വാസി ആ പ്രശ്നത്തിലേക്ക് പോയി. എല്ലാം കോംപ്ലിക്കേഷൻ, എല്ലാം സങ്കീർണം. ഒരു അവളുടെ മകളുടെ പ്രസവം, മകളുടെ പ്രസവമാണ്. പ്രഷർ ജാസ്തി, പ്രഷർ അധികം, ഡയബറ്റിസ്, എല്ലാം പ്രശ്നം, എല്ലാം പ്രശ്നം. ഓപ്പറേഷൻ പണിതാ എടുക്ക വേണ്ടുമെന്ന് ഡോക്ടർ എഴുതി പോട്ടോ. ഓപ്പറേഷൻ ചെയ്താലേ കഴിയുമെന്ന് ഡോക്ടർ. സഹോദരി ഇങ്ങ ഇരുന്ന് അഴുത് പുലമ്പി പോണ. സഹോദരി ഇവിടുന്ന് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചു. ഊഴിയர்கள் എല്ലാരും പോയി ജപിത്താർ, വേലക്കാരെല്ലാം പ്രാർത്ഥിച്ചു, ധൈര്യപ്പെടുത്തി. ഞാനും പോയി. വെറും തുതിയിങ്ക സിസ്റ്റർ, സ്തുതിച്ചാൽ മതി എന്ന് പറഞ്ഞു. തുതിയിങ്ക, നിങ്ങൾ സ്തുതിക്കുക, ദേവനെല്ലാം അനുകൂലം ചെയ്യുക, ദൈവമെല്ലാം അനുകൂലമാക്കും. അപ്പടിയേ ചെയ്യുക, അതുപോലെ ചെയ്യാം. മിகவும் കലക്കത്തോടെ താൻ പോന, വളരെ കലക്കത്തോടെ പോയി. കാലയിൽ ഫോൺ വന്നു, രാവിലെ ഫോൺ വന്നു, സന്തോഷமான ഫോൺ, സന്തോഷത്തോടെ. നോർമൽ ഡെലിവറി, പ്രഷറും ഇല്ല, പ്രഷർ ഇല്ല, ഒന്നുമില്ല. ദേവൻ പാരുങ്ക ചെയ്ത അത്ഭുതം, ദൈവം ചെയ്ത അത്ഭുതം നോക്കൂ. സ്തുതിച്ചു നോക്ക്, സ്തുതിച്ചു നോക്ക്. സ്തുതിക്കാതിരുന്നാൽ ഓപ്പറേഷൻ പണി എന്ത് നിലമേൽ ഇരുന്നിരിക്കും. ഓപ്പറേഷൻ ചെയ്ത ഏത് അവസ്ഥയിലാകും. സ്തുതിയിൽ ശക്തിയുണ്ട്. അരുമയാന ദേവജനമേ, പ്രിയ ദൈവജനമേ, സ്തുതിയിൻ ആട എങ്കെ, സ്തുതിയുടെ മേലാട് എവിടെ? ദേവൻ തന്ന ആ വസ്ത്രം എങ്കെ? ദൈവം തന്ന ആ വസ്ത്രം എവിടെ? ദേവനെ തുതിക്രായ, നീ ദൈവത്തെ സ്തുതിക്കുന്നു. തുതിത്താൽ ഉൻ പ്രശ്നയ്ക്ക്, ഉன்னுடைய വീട്ടിലെ കഷ്ടങ്ങൾക്ക് എല്ലാം ഒരു മുടിവുണ്ട്. നീ സ്തുതിച്ചാൽ നിന്റെ വീട്ടിലെ കഷ്ടങ്ങൾ, പ്രശ്നങ്ങൾക്ക് ഒരു അവസാനം, ഗുണമായി വിടും, രോഗം സൗഖ്യമാകും. നീ മരുന്നിന്റെ പിന്നാലെ പോകണ്ട, നീ മരുന്നിന്റെ പുറകെ പോകേണ്ട. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. ദേവനെ തുതിയുങ്ക, ദൈവത്തെ സ്തുതിപ്പിൻ. മണവാട്ടിയാക മാറ്റപ്പെടണം, മണവാട്ടിയായി മാറണം. അനപടിനാൽ നാം ദേവനെ തുതിത്തുകൊണ്ടേയിരിക്കും. ആകയാൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കും. പാഠത്തിൻ മൂലമാക ഈ ബൈബിൾ ക്ലാസ്സിൽ എല്ലാ വീടുകളും ദേവനെ തുതിക്കും വീടാക മാറട്டும். നമ്മുടെ വീടുകളെല്ലാം ദൈവത്തെ സ്തുതിക്കും വീടാകട്ടെ. വീടുകളിൽ ദേവനെ തുതിക്കുന്ന സത്തത്തെ കേൾക്കണം. ഇന്ന് അനേക വീടുകളിൽ ദൈവത്തെ സ്തുതിക്കുന്ന ശബ്ദം കേൾക്കുന്നു. എന്നാൽ ഇന്നും തുതി ഉയരട്ടെ, എന്നാൽ ഇനിയും സ്തുതി ഉയരട്ടെ. ദൈവത്തെ സ്തുതിപ്പിൻ. പ്രശ്നയെ നീ പാർക്ക വേണ്ട, പ്രശ്നങ്ങളെ നോക്കേണ്ട, യുദ്ധത്തെ ദുഃഖത്തെ നോക്കേണ്ട, നീ എന്റെ ശത്രുക്കളെ ശത്രുക്കളെ നോക്കേണ്ട. രാജാവ് യഹോശാഫാത്ത് നോക്കിയില്ല, അവൻ ദേവനെ പാർത്ത, അവൻ ദൈവത്തെ നോക്കി, ദൈവമുഖത്തേക്ക് നോക്കി. ഞാൻ എന്നെ ചെയ്യ വേണം, ഞാൻ എന്ത് ചെയ്യണം? ദൈവത്തെ സ്തുതിപ്പിൻ. അതാണ് സ്തുതിയുടെ മേലാട. നീ ക്ഷീണിക്കണ്ട, കടൻ തൊല്ലയായിരിക്കണം, കടക്ലേശമായിരിക്കാം, സമ്പാദിപ്പതെല്ലാം വട്ടിക്ക് പോയിക്കൊണ്ടേ, സമ്പാദിക്കുന്നത് പലിശ കൊടുത്ത് തീർന്നേക്കാം. പണമെല്ലാം മരുന്നുക്ക് പോകുന്നു, പണം മരുന്നിന് ചെലവാകുന്നു, നിന്റെ പണമെല്ലാം വീണാകുന്നു, നിന്റെ പണം വൃഥാവാകുന്നു, നീ ദുഃഖപ്പെടുക, നീ ദുഃഖിക്കുന്നു. പല കുടുംബങ്ങളെ ഇങ്ങനെ പല കുടുംബങ്ങളെ അറിയാം. ശമ്പളത്തെ കവറിൽ വാങ്ങുക, ശമ്പളം കവറിൽ വാങ്ങും. വെളിയെ വന്ന ഉടനെ, പുറത്തു വന്ന ഉടനെ അപ്പടിയേ വീതിത്ത് കൊടുപ്പാൻ, എല്ലാം വീതിച്ചു കൊടുക്കും. വീട്ടിൽ വരുമ്പോൾ വെറും കൈയോടെ വരും. ഒരു മുറ ഞാനും அந்த വീട്ടിൽ ഇരുന്ന്, ഒരിക്കൽ ഞാനും അങ്ങനെ ഒരു വീട്ടിലിരുന്നു. എന്നെ പാർത്ത ഉടനെ, എന്നെ കണ്ടയുടനെ സത്തം പോട്ട് അഴുത, താൻ ഉച്ചത്തിൽ കരഞ്ഞു. ഇതാ എന്നോട് ശമ്പള കവർ, പാസ്റ്റർ ഇതാണ് എന്റെ ശമ്പള കവർ, എല്ലാം എഴുതി വെച്ചിരിക്ക, എല്ലാം എഴുതി വെച്ചിരിക്കുന്നു. ശമ്പളം, എന്റെ ശമ്പളം, ഇതെല്ലാം എനിക്ക് എഴുതിയിരിക്കും. മറ്റു ചിലവുകളെല്ലാം 1000 രൂപ ഞാൻ വാങ്ങിനെ. 1000 രൂപ വെളിയെ വന്ന ഉടനെ, പുറത്തു വന്നയുടനെ കടക്കാർ നിന്നുകൊണ്ടിരിക്കുന്നു, കടക്കാർ നിൽക്കുന്നു. അവനെല്ലാം പിടിങ്ങിന, അവരെല്ലാം തട്ടിപ്പറിച്ചു. എന്റെ ബാഗ് പാരുങ്ക പാസ്റ്റർ, ഇപ്പോൾ പാസ്റ്റർ ബാഗ് നോക്ക്, കവർ പാരുങ്ക, എന്റെ കവർ നോക്ക്. എന്നോട് പിള്ളകൾക്ക് ഒരു പൊട്ടലത്തെ വാങ്ങ എനിക്ക് പണമില്ല, മക്കൾക്ക് ഒരു ഭക്ഷണപ്പൊതി കൊടുക്കാനില്ല, വീട്ടിലെ പിള്ളകൾക്ക് ഒരു നല്ല സാപ്പാട് പോട എന്നാലും മുടിക്കുന്നത്, മക്കൾക്ക് ഒരു നല്ല ആഹാരം കൊടുക്കാൻ കഴിയുന്നില്ല. നീ കവലപ്പെടാതെ, ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട, നീ ദേവനെ തുതി, നീ ദൈവത്തെ സ്തുതിക്കൂ, ദേവനെ തുതി, നീ ദൈവത്തെ സ്തുതിക്കൂ. ഉന്നുടെ ആ തുതി എന്റെ ആടയെ നീ ധരിച്ചു, നിന്റെ സ്തുതിയുടെ മേലാട അണിഞ്ഞുകൊള്ളുക. ദൈവ പ്രമാണത്തെ നമ്പ്, നീ ദൈവ പ്രമാണം വിശ്വസിക്കുക, വാക്കേ നമ്പ്, ദൈവത്തിന്റെ വചനം വിശ്വസിക്കുക, വാർത്തയെ നമ്പ്, ക്രിസ്തുവിന്റെ വാക്ക് വിശ്വസിക്കുക. ദേവനുടെ വാർത്തയെ നമ്പിനാൽ നിലത്തിരുപ്പീരുക, അവന്റെ വാക്കിൽ വിശ്വസിച്ചാൽ ഉറച്ചു നിൽക്കും. വാർത്തയെ നമ്പിനാൽ സിദ്ധി പെറുവീർ, പ്രവാചകന്മാരെ വിശ്വസിച്ചാൽ കൃതാർത്ഥരാകും. അവൻ അതേപോലെ അഴുത് സ്തോത്രം ചെയ്തു, അവൻ അതുപോലെ കരഞ്ഞു സ്തോത്രം ചെയ്തു, സ്തോത്രം ഭാര്യയും സ്തോത്രം ചെയ്തു, 2 പിള്ളകളും
സ്തോത്രം രണ്ട് ചെയ്താൽ മക്കളും സ്തോത്രം ഞാൻ ചെയ്തു. കുറച്ചു നേരം മുഴങ്കാലിൽ നിന്ന് സ്തോത്രം ചെയ്ത് ഞാനും അല്പനേരം മുഴങ്കാലിൽ നിന്ന് സ്തോത്രം ചെയ്തു. കവർ വാങ്ങി அந்த கவர் மேல் கையை வைத்து കവറിൽ കൈവച്ചു. ஆண்டவரே அடுத்த முறை சம்பளம் வாங்கும் போது കർത്താവേ, അടുത്ത മാസം ശമ്പളം വാങ്ങുമ്പോൾ ഇതിലിരുന്ന് ഒരു പൈസ പോകக்கூடாது. അവന്റെ ഈ കവറിൽ നിന്ന് ഒരു പൈസ പോകരുത്. ആശീർവദിക്ക வேண்டும். ഇത് അനുഗ്രഹിക്കണം. അടുത്ത നാളിലെ പിറ്റേ ദിവസം അവനക്കേ தெரியாது, അവൻ അറിയാതെ கொஞ்சம் அரியர்ஸ் பணம் வந்தது. അല്പം കുടിശ്ശിക പണം തിരിച്ചു കിട്ടി. ഇവനും മറന്നു വിട്ടാ, ഇവനും മറന്നു, എല്ലാരും മറന്നു വിട്ടാ, എല്ലാരും മറന്നു. എപ്പടിയോ കമ്പനിയിൽ എപ്പടിയോ അത് ഒരു കിളപ്പി കമ്പനിയിൽ എങ്ങനെയാ എല്ലാവരും അറിഞ്ഞ് കൊണ്ടുവന്ന് അത് കൊണ്ടുവന്ന് നിനക്ക് കുടിശ്ശികയായിട്ടുള്ള പണം കിട്ടിയിട്ടുണ്ട്, നീ എന്തുകൊണ്ട് വാങ്ങിയില്ല? സുത്തമാക മറന്നു വിട്ട, ഇവൻ പൂർണ്ണമായി മറന്നു. അയ്യോ സാർ വാങ്ങവില്ല സാർ, ഞാൻ മറന്നുപോയതാണ്. ഉടനെ വാങ്ങി. ലക്ഷക്കണക്ക് പണം, ലക്ഷക്കണക്കിന് രൂപ ഉടനെ വാങ്ങി. അടുത്ത നാൾ, പിറ്റേ ദിവസം, അടുത്ത നാൾ, പിറ്റേ ദിവസം പണത്തെ വാങ്ങി, ആ പണം വാങ്ങി കടക്കാർക്കെല്ലാം കൊടുത്തു. കടനില്ല, കടമില്ല. അടുത്ത മാസ ശമ്പളത്തിലെ പിറ്റേ മാസ ശമ്പളത്തിൽ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവനത് മുഴുവനായി വീട്ടിൽ കൊണ്ടുവന്നു. വിശ്വാസ വീട്ടിൽ വന്നു. നേരെ വിശ്വാസ വീട്ടിൽ വന്നു. എന്നെ പാർത്താൻ, എന്നെ നോക്കി, എൻ ശമ്പളം എല്ലാം എന്നുடைய പയ്യിൽ ഇരിക്കുന്നത്. പാസ്റ്റർ, എന്റെ ശമ്പളം എന്റെ ബാഗിൽ തന്നെയുണ്ട്. 1000 രൂപ അപ്പടിയേ എന്റെ കവറുക്കുള്ള ഇരിക്കുന്നത്. 1000 രൂപ അതുപോലെ കവറിലുണ്ട്. അനുഗ്രഹിച്ചു തരണം. ഞാൻ അനുഗ്രഹിച്ചു. പാരുങ്ക തുതിയിൻ വല്ലമേ, പാരുങ്ക സ്തുതിയുടെ ശക്തിയെ നോക്കിയാട്ടെ. സ്തുതിയുടെ ശക്തി നോക്കൂ. ദേവകൃപയിനാൽ, ഇന്ന് ദൈവകൃപയാൽ അവൻ മെർസിഡീസ് ബെൻസ് വണ്ടിയിൽ പോകാൻ, താൻ മെർസിഡീസ് ബെൻസ് കാറിൽ യാത്ര ചെയ്യുന്നു. ദൈവത്തിന് മഹത്വം. 2300 cc ഡീസൽ മെർസിഡീസ് ബെൻസ്. 2300 cc മെർസിഡീസ് ബെൻസ് കാറിൽ. ബെൻസ് വേണമോ? ബെൻസ് വേണം. പാസ്റ്റർ, ബെൻസ് വേണ്ട, ഒന്നും വേണ്ട, സൈക്കിൾ കടച്ചാലേ പോകും. പാസ്റ്റർ, ബെൻസ് പോയിട്ട് ഒരു സൈക്കിൾ എങ്കിലും കിട്ടിയാൽ കൊള്ളാം. പാരുങ്ക, നോക്ക്, കടൻ തൊല്ലയിലിരുന്ന മനുഷ്യൻ, കടക്ലേശത്തിലായിരുന്നു. അവന്റെ പേര് രാജേന്ദ്രൻ. തന്റെ പേര് രാജേന്ദ്രൻ. ഇന്ത്യക്ക് മെർസിഡീസ് ബെൻസിൽ ഇന്ന് മെർസിഡീസ് ബെൻസിൽ 3 വീടുണ്ട്. 3 വീടുണ്ട്. ഒരു വീട് അവനക്ക്, ഒന്ന് തനിക്ക്, 2 വീട് വാടക, 2 വാടക. ഇന്ത്യക്ക് അവനക്ക് ദേവകൃപയിനാൽ നല്ല പണം, ദൈവകൃപയാൽ വളരെ പണം ലഭിക്കുന്നു. എപ്പടി കടച്ചത്? എങ്ങനെ കിട്ടി? കൈ ഉയർത്തി, തന്നെ താഴ്ത്തി, ദേവനുടെ വാർത്തയെ നമ്പി, തുതിയിൻ ആടയെ അവൻ ധരിച്ചു കൊണ്ടാണ്. കൈകൾ ഉയർത്തി, തന്നെ താൻ താഴ്ത്തി, ദൈവത്തിന് സ്തുതിച്ച് സ്തുതിയുടെ മേലാട ധരിച്ചു. இந்த തുതിയിൻ ആട ഉനക്ക് വേണമോ? ഈ സ്തുതിയുടെ ആട് നിനക്ക് വേണ്ടേ? എത്ര പേർക്ക് തേവ? എത്ര പേർക്ക് അത് വേണം? എത്ര പേർക്ക് തേവ? എത്ര പേർക്ക് വേണം? ഹല്ലേലൂയ சொல்லுங்க. ഹല്ലേലൂയ പറയാ. ദേവനുക്ക് മഹിമേ. തുതിയെ ധരിച്ചു കൊള്ളുക. സ്തുതിയുടെ മേലാട ധരിപ്പീൻ. നീ ദേവനുടെ വാർത്തയെ അവിശ്വസിക്കാതെ, കർത്താവിന്റെ വാക്ക് അവിശ്വസിക്കേണ്ട. അവൻ മെർസിഡീസ് ബെൻസിൽ പോകണം. ഇന്ന് അവൻ മെർസിഡീസ് ബെൻസിൽ യാത്ര ചെയ്യുന്നു. 2300 ജർമ്മൻ വണ്ടി. 2300 cc ജർമ്മൻ കാർ. ജർമ്മനിയിൽ നിന്ന് വന്നതാണ്. ജർമ്മനിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു. ഒരു വർഷം താൻ ഭാവിച്ചാണ്. അവിടെ ഒരു വർഷം ഉപയോഗിച്ചു. സെക്കൻഡ് ഹാൻഡിൽ കടച്ചു. സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടി ഒരു ബെൻസ് കാർ. നോക്ക്, സൈക്കിളും കൂടെ ഇല്ലാമ തർക്കുലേക്ക് പോന മനുഷ്യൻ, സൈക്കിൾ പോലും ഇല്ലാതെ ആത്മഹത്യയിലേക്ക് പോയവൻ, ശമ്പളം വാങ്ങിന കാലി കവറോടെ വരിക, ശമ്പളം വാങ്ങിയാലും കാലിക്കവറോടെ വരുന്നവൻ, വെളിയിലെ നിന്നുകൊണ്ടിരിക്കാൻ, പുറത്ത് കടക്കാർ നിൽക്കുന്നു. ദൈവത്തിന് മഹത്വം. കവർ വാങ്ങും, എല്ലാവരും എടുക്കുന്നു. എന്നെ ചെയ്യാൻ മുടിയും? എന്ത് ചെയ്യാനൊക്കും? കടൻ വാങ്ങിയവൻ കടൻ പെട്ടവനക്ക് അടിമ, വായ്പ വാങ്ങിയവൻ വായ്പ നൽകിയവൻ അടിമയാകുന്നു. ഒന്നും ചെയ്യാനൊക്കില്ല. എതിർത്താൽ പിന്നെ മർദ്ദനം. എല്ലാവരും തന്നെ വിധിച്ചെടുത്ത് മിച്ചത്തെ പോട്ട് ബാക്കി കൊടുക്കുന്നു. വീട്ടിൽ വന്നാൽ കണ്ണുനീരും കൈയുമായി. എന്നാൽ ദേവനുടെ വാർത്തയെ കീഴ്പ്പെടുന്നു. കർത്താവിന്റെ വാക്കനുസരിച്ചു. ഞാൻ ദേവനുടെ വാർത്തയെ അവിശ്വാസിച്ചു. ദൈവത്തിന്റെ വാക്ക് ഞാൻ അവിശ്വസിച്ചു. ഇതുക്ക് മുന്നാലെ നിങ്ങൾ ചൊല്ലും പോലെ തുതിത്ത എന്നതാൻ കിടക്കും എന്നെല്ലാം ഞാൻ சொன்னேன். മുമ്പേ പാസ്റ്റർ പറയുമ്പോഴൊക്കെ സ്തുതിച്ചാൽ എന്താ കിട്ടാൻ പോകുന്നത് ഞാൻ പറഞ്ഞു. പണം കിടക്കുമോ? സ്തോത്രം ചെയ്താലൊക്കെ പണം കിട്ടുമോ? തുതിത്താൽ വാനം കിളിത്ത ആശീർവാദം ഇറങ്ങുമോ? സ്തോത്രം ചെയ്താൽ ആകാശം കീറി അനുഗ്രഹം വരുമോ? അവരുടെ മനവി അറിക്കയിട്ട ഭാര്യയേറ്റ് പറഞ്ഞു, പാസ്റ്റർ ഇവർ തുതിക്ക് വിരോധமாக പേசுகிறார். പാസ്റ്റർ സ്തോത്രത്തിനെതിരായിട്ടൊക്കെ എന്റെ വീട്ടിൽ ശാപം, അതുകൊണ്ടാണ് വീട്ടിൽ ഈ ശാപം വന്നത്. അവനും താനും പറഞ്ഞു, തുതിത്താൽ വാനം കിളിത്ത് ദേവൻ എന്നെ ഇറക്കുവാരാ. സ്തുതിച്ചാൽ ദൈവം ആകാശം കീറി കെട്ടി ഇറക്കി തരുമോ? അധ്വാനിച്ചാലല്ലേ വല്ലതും കിട്ടൂ. ഞാൻ അപ്പോൾ ഒന്നും പേസവില്ല. ഞാനൊന്നും അവന്റെ ഹൃദയം നുറുങ്ങി വിട്ടത്. എന്നാൽ ഹൃദയം തകർന്നു പോയല്ലോ. കണ്ണെല്ലാം കണ്ണീരിനാൽ നിറമ്പി, കണ്ണെല്ലാം കണ്ണുനീര് കൊണ്ട് നിറഞ്ഞു. அந்த വേളയിൽ ഏതാവത് പേസിനാൽ അവൻ മയങ്ങി വീഴുവാൻ. അന്നേരം എന്തെങ്കിലും പറഞ്ഞാൽ അവന് ബോധക്ഷയം വരും. പറവായില്ല, സാരമില്ല, ഏതായാലും നിങ്ങളെ താഴ്ത്തുക. ഏതായാലും നിങ്ങളെ താഴ്ത്തുക, ദേവനുക്ക് മുൻപാകെ താഴ്ത്തുക. ദൈവത്തിന് മുൻപാകെ താഴ്ത്തുക. പ്രമാണമല്ല,
ഇതെന്റെ പ്രമാണമല്ല, പ്രമാണം. ഇത് ദൈവത്തിന്റെ പ്രമാണത്തിക്ക് കീഴ്പടിയും. ദൈവപ്രമാണം അനുസരിച്ച് നിങ്ങളെ ആശീർവദിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തുതിയിൻ ആടയെ ധരിത്തുകൊള്ളും. സ്തുതി എന്ന മേൽ ആട ധരിപ്പിൻ. അടുത്ത നാൾ പാരുங்க, പിറ്റേ ദിവസം അവൻ പോയ ഉടനെ അവന്റെ മേലുള്ള മാനേജർ കൂപ്പിട്ട്, തന്റെ മുകളിലുള്ള മാനേജർ, അരിയേഴ്സ് വാങ്ങാമലേ ഇരിക്കറായി, അരിയേഴ്സ് ഒന്നും വാങ്ങാത്തത് എന്താ? ഇവനെ മറന്നു വിട്ട. ഇവൻ മറന്നു. ആമാ സാർ, 10 ലക്ഷക്കണക്കുണ്ട്, ലക്ഷക്കണക്കിനുണ്ട്. സാർ മറന്നു വിട്ടാൽ സാർ, ഞാൻ മറന്നുപോയതാണ്. അവരേ എന്നെ ചെയ്ത താനെന്ത് എല്ലാ പേപ്പറും ക്ലിയർ പണി, എല്ലാ പേപ്പറും ക്ലിയർ ചെയ്ത് വല്ലമേ പാരുங்க, സ്തോത്രത്തിന്റെ ശക്തി നോക്ക്, സ്തുതിയുടെ ശക്തി നോക്ക്. ശത്രുക്കളുടെ മധ്യേ കലക്കമുണ്ടാക്കി ഒരുവർക്കൊരുവർ വിരോധமாக எழுப்பி கையோங்கி அடித்து பட்டனது போல இதோ பாருங்க മറ്റുള്ളവകളെ ഉനക്കാക എളുമ്പി ഉദവി ചെയ്യ. ശത്രുക്കൾ ഭിന്നിച്ച് കലഹിച്ച് തമ്മിൽ കയ്യേറ്റം ചെയ്ത് സംഹരിച്ച് നശിച്ചതുപോലെ നിനക്ക് വേണ്ടി മറ്റുള്ളവർ തന്നെ എഴുന്നേറ്റ് പ്രവർത്തിക്കും. ദൈവത്തിന് മഹത്വം. നീ ദൈവത്തെ സ്തുതിക്കുന്നത് വിശ്വസിക്കുക, സ്തുതിയെ വിശ്വസിക്കുക. സഹോദരനെ പോലെ നീ അവിശ്വാസിത്തെ ഒരു വേള പേശി ഇരിക്കണം, ഒരുപോലെ ആ സഹോദരനെ പോലെ അവിശ്വസിച്ച് നീയും സംസാരിച്ചിരിക്കും. വാനം കിളിത്ത് ദേവൻ ആശീർവാദത്തെ ഇറക്കുവാൻ, ആകാശം കീറി കെട്ടിയിറക്കി തരുമോ എന്തെല്ലാം നീ കേട്ടിരിക്കും, അങ്ങനെ ചോദിച്ചിരിക്കും. പറവായില്ലേ, സാരമില്ല, ആണ്ടവരേ എനക്ക് മന്നിയം എന്ന് ചൊല്ലുക, കർത്താവിനോട് ക്ഷമിക്കണമേ എന്ന് പറയുക. നീ ദേവനെ തുതിയുക, നീ ദൈവത്തെ സ്തുതിക്കുക. വീട് തുതിയിൽ വീടാക മാറും, നിന്റെ വീട് സ്തുതിയുടെ വീടാകട്ടെ. ഈ നാളുകളിൽ കൊട്ടാരക്കരയിലും കൂടെ തുതിയിൻ വല്ലമയെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കും. ഈ നാളുകളിൽ കൊട്ടാരക്കരയിലും സ്തുതിയുടെ ശക്തി അനുഭവിക്കുന്നു. വേദപാഠത്തിൻ മൂലമാക ഈ ബൈബിൾ ക്ലാസുകളിൽ ദേവമക്കളുടെ വീടുകളും തുതിക്കും വീടാക മാറട്ടെ. ദൈവജനത്തിന്റെ വീട് സ്തുതിക്കുന്ന വീടുകളായി മാറട്ടെ. പ്രയാസത്തെ നീയേ സാപ്പിട, നിന്റെ അധ്വാന ഫലം നീ തിന്നും. ഉൻ കയ്യിൻ പ്രയാസം പ്രത്യാരുടെ വീട്ടിൽ പോകലാകാം. നിന്റെ അധ്വാന ഫലം വല്ലവന്റെ വീട്ടിൽ പോകരുത്. ഒരു പൈസ മരുന്നുക്ക് പോകരുത്, ഒരു പൈസ മരുന്നിനായി ചെലവാക്കരുത്. ഒരു പൈസ കോർട്ടുക്ക് പോകരുത്, ഒരു പൈസ കോടതി ചെലവിന് പോകരുത്. ഒരു പൈസ വട്ടിക്ക് പോകരുത്, ഒരു പൈസയും പലിശയായി പോകരുത്. ഒരു പൈസ വീണാകൂടാ, ഒരു പൈസയും പാഴാകരുത്. എത്ര പേർ തീരുമാനം പണ്ണ പോകുന്നു, എത്ര പേർ തീരുമാനിക്കാൻ പോകുന്നു, എത്ര പേർ തീരുമാനം പണ്ണ പോകുന്നു, എത്ര പേർ തീരുമാനിക്കാൻ പോകുന്നു. തീരുമാനത്തിൽ ദേവൻ ഇറങ്ങ പോകും, നിങ്ങളുടെ തീരുമാനത്തിൽ ദൈവം ഇറങ്ങും. മീതിയാന കാര്യങ്ങൾ പിറകു നാം പഠിക്കും, ശേഷിക്കുന്ന കാര്യങ്ങൾ പിന്നീട് പഠിക്കാം. ദൈവത്തിന് മഹത്വം. നാളേക്ക് മണവാട്ടിயின் നഗയെ കുറിച്ച് പഠിപ്പோம். നാളെ മണവാട്ടിയുടെ ആഭരണത്തെ കുറിച്ച് പഠിക്കാം. നമുക്ക് നഗ തേവ, നമുക്ക് ആഭരണം വേണം. ദേവൻ എല്ലാവരും നഗ പോടണം, എല്ലാവരും ആഭരണം ധരിക്കണം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അത് എന്നാ നഗയെന്ന് നാളേക്ക് പഠിപ്പோம். ആഭരണം എന്താണെന്ന് നാളെ പറഞ്ഞു തരാം. ഇൻறைக்கு இப்போது കണ്ണുകളെ മൂടുவோம், ആകയാൽ ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കാം. ദേവനക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. എല്ലാവരും ദേവനെ സ്തുതിയും, എല്ലാവരും ദൈവത്തെ സ്തുതിപ്പി, എല്ലാവരും ദേവനെ, എല്ലാവരും ദൈവത്തെ സ്തുതിപ്പി. இப்போது உன்னுடைய வாழ்க்கையில், ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ, ഉன்னுடைய കുടുംബത്തിൽ, നിന്റെ കുടുംബത്തിൽ നീ പണത്തിനാൽ മികവും കവലപ്പെടുവായി, പണത്തിന് വേണ്ടി നീ വളരെ വിഷമിക്കുന്നു. നീ വട്ടിക്ക്, നീ പണത്തെ വാങ്ങി വട്ടി കൊടുത്തുകൊണ്ടിരിക്കണം, കടം വാങ്ങി പലിശ കൊടുത്തുകൊണ്ടിരിക്കും. വട്ടി കൊടുത്ത് നീ മികവും വേദനയിൽ കാണപ്പെടുക, പലിശ കൊടുത്ത് നീ വേദനിക്കുന്നു. അയ്യോ ഞാൻ എന്നെ ചെയ്വേൻ എന്നതായി നീ ഏങ്ങിക്കൊണ്ടിരിക്കണം. അയ്യോ ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ വളരെ വിഷമിക്കുന്നു. എന്നുடைய കുടുംബத்துக்கு എൻ പിള്ളകൾക്ക് ഞാൻ ഉദവി ചെയ്യ முடியாத നിലമയിൽ കാണപ്പെടുകയാണ്. എന്റെ കുടുംബത്തെ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ കഴിയാതെ നീ സഹായനായിരിക്കുന്നു. നീ മണവാട്ടിയാക അழைக்கப்பட்டവൻ, നീ മണവാട്ടിയാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ദേവനുടെ മണവാട്ടി, നീ ദൈവത്തിന്റെ മണവാട്ടി. അന്ത വസ്ത്രത്തെ ധരിച്ചു, ആ വസ്ത്രം ധരിക്കൂ. അന്ത തുതിയിൻ ആടയെ ധരിച്ചു, ആ സ്തുതിയുടെ മേലാട ധരിക്കൂ. വസ്ത്രങ്ങളെയും ധരിച്ചു, ആ വസ്ത്രങ്ങൾ ധരിക്കുക. രക്ഷിപ്പിൻ വസ്ത്രത്തെ ധരിച്ചു, രക്ഷാവസ്ത്രം അണിയുക. നീതിയിൻ വസ്ത്രത്തെ ധരിച്ചു, നീതിയുടെ അങ്കി ധരിക്കുക. സ്തുതിയിൻ ആടയെ ധരിച്ചു, സ്തുതി എന്ന മേലാട അണിയുക. പൊൻചരിക വസ്ത്രത്തെ ധരിച്ചു, പൊൻകസവുള്ള വസ്ത്രം അണിയുക. ചിത്രത്തയ്യൽ ആടയെ ധരിച്ചു, ചിത്രത്തയ്യൽ ആട അണിയുക. പരിശുദ്ധലങ്കാര വസ്ത്രത്തെ ധരിച്ചു, വിശുദ്ധ വസ്ത്രാലങ്കാരം അണിയുക. പ്രകാശവുமான മെല്ലിയ വസ്ത്രത്തെ ധരിച്ചു, ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം അണിയുക. വസ്ത്രം ധരിച്ചവളാക, അങ്ങനെ വസ്ത്രം ധരിച്ചവളായുടേവളാക, തേജസ്സുള്ളവളാക, മണവാട്ടിയാക, മണവാട്ടിയാ നീ മാറ വേണ്ടുമെന്ന് ദേവൻ ഉന്നെ കുറിച്ച് വാഞ്ചിക്കുന്നു. ഇങ്ങനെ നീ മാറുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. എന്നുடைய മണവാട്ടി, നീ എന്റെ മണവാട്ടി. നീ മണവാട്ടിയാകുമ്പടി ഞാൻ ഉന്നെ അழைത്ത്, ഞാൻ നിന്നെ മണവാട്ടിയാകുവാൻ വിളിച്ചു. എൻ മണവാട്ടിയെ എന്നുடைய വസ്ത്രത്തെ ധരിച്ചുകൊൾ, ആകയാൽ എന്റെ മണവാട്ടിയെ എന്റെ വസ്ത്രം അണിയൂ. നാം എല്ലാവരും ഒന്ന് എളുമ്പി നിൽപ്പോം. അതിനായി എഴുന്നേറ്റ് നിൽക്കാം. നിമിഷത്തിൽ കൂട്ടത്തെ ഒരു 10 മിനിറ്റ് കൊണ്ട് യോഗം അവസാനിപ്പിക്കാം. നാം ഒരു തീരുമാനത്തിലേക്ക് വരുവാം, ഒരു തീരുമാനത്തിലേക്ക് വരാം. ഉன்னுடைய ജീവിതത്തിലെ കുറവുകൾ കുറ്റങ്ങളെ இந்த വേളയിൽ നീ ഒന്ന് കണ്ടുപിടിപ്പായ, ഇപ്പോൾ നിന്റെ ജീവിതത്തിലെ കുറവുകൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക. നീ ദേവനുடைய മനവി, നീ ദൈവത്തിന്റെ കാന്ത. മനവി തന്റെ സ്വഭാവത്തിൽ അവർക്ക് സേവ ചെയ്യ വേണം, ഭാര്യയുടെ സ്വഭാവത്തിൽ അവനെ സേവിക്കുക. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. അവർക്ക് നാം പൂർണ്ണമായി കീഴ്പടിയ വേണം, അവനെ പൂർണ്ണമായി അനുസരിക്കാം. അവർക്ക് നാം
പൊറുപ്പുള്ളവരാக കാണപ്പെട അവന്റെ മുൻപിൽ ചുമതലാബോധമുള്ളവരായിരിക്കാം. അതേ അൻപിനാൽ എല്ലാവற்றைയും നാം സുമക്ക வேண்டும். ദൈവസ്നേഹത്താൽ എല്ലാം സഹിക്കാം. ദേവനുടെ നാം ഭക്തിയുള്ളവരാக കാണപ്പെട வேண்டும். ദൈവത്തോട് ഭയഭക്തിയുള്ളവരായിരിക്കാം. ദൈവത്തിന് മഹത്വം. ആ മനവിയാനവൾ സ്വഭാവത്തിൽ മറുരൂപപ്പെട്ട് ആ ഭാര്യ സ്വഭാവ രൂപാന്തരം പ്രാപിച്ച് മണവാട്ടിയാക മാറ്റപ്പെട வேண்டும். ഇതാ മണവാട്ടിയായി മാറണം. മണവാട്ടിക്ക് ഒരു വസ്ത്രം, മണവാട്ടിക്ക് ഒരു വസ്ത്രമുണ്ട്. അതിൽ മുഖ്യமான വസ്ത്രം തുതിയിൻ. അതിൽ അതിപ്രധാനമായത് സ്തുതി എന്ന മേലാടയെ ധരിച്ചു കൊള്ളുക. ആ മേലാടയെ അണിയാം. ഇപ്പോൾ നാം ദേവനെ തുതിപ്പോം. ഇപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പരിശുദ്ധാത്മാഭിഷേകം அந்த തുതിയിൻ ആടയെ നമുക്ക് തന്ന ആ സ്തുതി എന്ന മേലാട തന്നു. அந்த ആടയെ ധരിച്ചു കൊള്ളുക. ആടയെ അണിയാം. ഉന്നയുടെ കഷ്ടങ്ങൾ, നിന്റെ കഷ്ടതകൾ, നിന്റെ രോഗങ്ങൾ, ഉന്നയുടെ കുടുംബത്തിലെ കുടുംബ പ്രശ്നങ്ങൾ, ഉന്നയുടെ കുടുംബത്തിലെ ശാപങ്ങൾ, നിന്റെ കുടുംബത്തിലെ ശാപങ്ങൾ, വല്ലമകൾ, അന്ധകാര ശക്തികൾ ഇപ്പോഴത് മാറപ്പോകുന്നത്. ഇപ്പോൾ മാറും. നീ വിശ്വാസിക്കറായ, നീ വിശ്വസിക്കുന്നുവോ? നീ വിശ്വാസിക്കറായ, നീ വിശ്വസിക്കുന്നുവോ? രാജേന്ദ്രൻ വിശ്വാസിത്താൻ. ആ രാജേന്ദ്രൻ വിശ്വസിച്ചു. അവനക്കത് നീതിയാക കണക്കിട്ടു. അതവന് നീതിയായി കണക്കിട്ടു. അബ്രഹാം വിശ്വാസിച്ചു. അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാമിന് നീതിയാക അതവന് നീതിയായി കണക്കിട്ടു. അവരെ ആശീർവദിച്ചതുപോലെ അവനെ അനുഗ്രഹിച്ചതുപോലെ ഉന്നെയും ദൈവം ഇപ്പോൾ നിന്നെ അനുഗ്രഹിക്കും. നാം ദേവനെ തുതിപ്പോമോ? ദൈവത്തെ സ്തുതിക്കാം. അഭിഷേകത്തിൽ നിറമ്പി തുതിയുங்கள். ദൈവത്തെ സ്തുതിക്കാം. അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. ആമേൻ. ദേവനെ തുതിയുங்கள். ദൈവത്തെ സ്തുതിക്കാം. Praise the Lord, praise the Lord, praise the Lord. തുതിയുங்கள், തുതിയുங்கள், സ്തുതിക്കാം, സ്തുതിക്കാം, സ്തുതിക്കാം. അന്യഭാഷയിൽ പേസുങ്ങൾ. അന്യഭാഷ സംസാരിക്കാം. ദേവന്റെ അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. ഇപ്പോഴത്തെ ഉനക്ക് വിടുതല. ഇപ്പോഴത്തെ വിടുതല. ഇപ്പോൾ തന്നെ വിടുതൽ. ഇതാ ഇപ്പോഴത്തെ വിടുതല. ഇപ്പോൾ തന്നെ വിടുതൽ. ഉന്റെ എല്ലാ വ്യാധികളെ ഗുണമാക്ക പോകുക. രോഗങ്ങൾ സൗഖ്യമാകും. ഉരുടെ കടൽ തള്ളയെ മാറ്റ പോകുക. ക്ലേശങ്ങൾ മാറ്റും. ഇതാ ഉനക്ക് വഴി വാസലുകൾ തിരക്ക പോകുക. വഴിവാതിലുകൾ തുറക്കും. ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ശരീരത്തെ വിട്ടുകൊടുങ്ങൾ, വിട്ടുകൊടുങ്ങൾ. ശരീരത്തെ വിട്ടുകൊടുത്താട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. അഭിഷേകം ഇറങ്ങട്ടെ. പരിശുദ്ധാവിയാനവർ ഇറങ്ങട്ടെ. ദൈവാത്മാവ് ഇറങ്ങട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നാം എല്ലാവരും കർത്തരെ സ്തോത്രം. നാം എല്ലാവരും ദൈവത്തിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കാக സ്തോത്രം பண்ணுவோம். ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. முதலாம் நாள் கூட்டத்தை தேவன் பொறுப்பெடுத்தார், ஆசீர்வதித்தார். அதற்காக ஸ்தோத்திரம் பண்ணுவோம். ഒന്നാം രാത്രി യോഗം ദൈവം ഭാരമെടുത്ത് അനുഗ്രഹിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. தேவன் வெளிப்படுத்திய எல்லா സത്യവചനങ്ങൾക്കാக സ്തോത്രം பண்ணுவோம். ദൈവം വെളിപ്പെടുത്തിയ സത്യവചനങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദേവ സമൂഹത്തിൽ കൊണ്ടുവന്ന എല്ലാ ആത്മാക്കൾക്കാக സ്തോത്രം. ദൈവസന്നിധിയിൽ കൊണ്ടുവന്ന എല്ലാ ആത്മാക്കൾക്കായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. തുതിயின் ആടയിനാല് ദേവനെ തുതിക്കുന്നതിനാല് നമ്മുടെ എല്ലാ കുടുംബങ്ങളും നമ്മുടെ ദേശവും ആശീർവദിക്കപ്പെട வேண்டும். அதற்காக കരങ്ങളെ ഉയർത്തി 100 സ്തോത്രം பண்ணுங்க. ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ നമ്മുടെ കുടുംബം ദേശമെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ കരങ്ങൾ ഉയർത്തി 100 സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദേശത്തെ ആശീർവദിക്കണമേ. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം.
സോത്രം 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 സോത്രം. മേലും നമ്മുടെ ദേശത്തിൽ പന്തി കാച്ചൽ, നമ്മുടെ ദേശത്ത് പന്നിപ്പനി അത് മുമ്പറമാകെ പെരുകി വരുകിன்ற, അത് വളരെ അധികം ഇങ്ങനെ വർദ്ധിച്ച് വ്യാപരിക്കുന്നു. அந்த பன்றி காய்ச்சலுக்கு விரோதமாக அந்த பொல்லாத வல்லமையை தேசத்தை விட்டு தேவன் அகற்ற வேண்டும். இப்போது அந்த பனியினாலே காய்ச்சலினால் யாரெல்லாம் கஷ்டப்படுகிறார்களோ அவர்களுக்கெல்லாம் விடுதலை தேவன் தர வேண்டும். அதற்காக தேசத்துக்காக எல்லாரும் ஸ்தோத்திரம் பண்ணுங்க. പനി എന്ന ആരോഗ്യശക്തിയെ ദൈവം മാറ്റണം. കഷ്ടപ്പെടുന്നവരെ വിടുവിക്കാനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സോദരം 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 സ്തോത്രം സോദരം 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 ഹല്ലേലൂയ സോദരം 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 பண்ணுங்க. സോദരം பண்ணுங்க. സോദരം 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 എല്ലാവരും സ്തോത്രം ചെയ്താൽ സ്തോത്രം സോദരം 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 പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് സ്തോത്രം 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 മാറ്റണമേ സ്തോത്രം 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 പന്തി കാഴ്ചലേ മാറ്റണമേ മാറ്റണമേ സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. എല്ലാ സ്തുതി ഘന മഹിമ കർത്തർക്ക് സെലുത്തി സ്തോത്രം. എല്ലാ സ്തുതിയും മാനമഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പിതാ കുമാരൻ പരിശുദ്ധാവിയാനവർക്കായി സ്തോത്രം பண்ணுவோம். സ്തോത്രം 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 സ്തോത്രം. നാം ജപം பண்ணுவோം. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ കർത്താവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ നല്ല സമയത്തിനായ സ്തോത്രം. ഒന്നാം ദിവസത്തെ തന്നെ ഈ കൂട്ടത്തെ നടത്തുവാൻ വലിയവനായ ദൈവം ഞങ്ങളുടെ മധ്യേ ഇറങ്ങി വന്നതിനായ സ്തോത്രം. ഈ കൂട്ടത്തെ നടത്തുവാൻ തൊക്കണം ഈ സ്ഥലവും സൗകര്യവും ദൈവം ഞങ്ങൾക്ക് ഒരുക്കി തന്നതിനായി സ്തുതിക്കുന്ന കർത്താവേ, ഇന്ന് രാത്രിയിൽ നിന്റെ സന്നിധി കൂടി വന്നതായ എല്ലാ ജനങ്ങളെയും നിന്റെ പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും പ്രത്യാശയെ പുതുക്കുവാൻ തൊക്കണം ദൈവം സഹായിക്കുകയും ചെയ്തതിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ കർത്താവിൻ്റെ മണവാട്ടിയായി തീരുവാൻ തൊക്കണം രക്ഷാവസ്ത്രം ധരിച്ചുകൊണ്ട്, സ്തുതി എന്ന മേലാട് ധരിച്ചുകൊണ്ട്, വിശ്വാസ ജീവിതം ചെയ്ത്, നീതിപ്രവർത്തികൾ ചെയ്ത്, നീതിയുടെ വസ്ത്രം ധരിച്ച്, ചിത്രത്തയുള്ള വസ്ത്രം ധരിച്ച് കർത്താവിൻ്റെ മണവാട്ടിയായി ഞങ്ങളെല്ലാവരും കാണപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചും ദൈവത്തെ ഭയപ്പെട്ടും ദൈവത്തിൻ്റെ കൽപ്പനയെ അനുസരിച്ചും ഓരോ ദിവസവും ജീവിപ്പാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും സഹായിക്കണമേ. നിന്റെ മക്കൾക്ക് സഹായിക്കണമേ. ദൈവസന്നിധി കൂടി വന്നിരിക്കുന്ന എല്ലാ ജനത്തിൻ്റെയും സകല പ്രശ്നങ്ങളും ദൈവം പരിഹരിക്കണമേ. ദൈവ സമാധാനം കൊണ്ട് എല്ലാവരും നിറയ്ക്കണമേ. ഇനിയും ധാരാളമായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിലെ കൂട്ടത്തെ കർത്താവ് നടത്തിയതിനായ സ്തോത്രം. നിന്റെ ദാസനും കൂടെ ഞങ്ങൾക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചനകൾ തന്നതിനായ സ്തോത്രം. തുടർന്നുള്ള കൂട്ടത്തെയും കർത്താവ് അനുഗ്രഹിച്ച് നടത്തണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു വേഗം വരുന്നു. ആ കർത്താവിനെ എതിരേൽപ്പാൻ തൊക്കണം. ഞങ്ങളെല്ലാവരും ഒരുക്കപ്പെട്ടവരായിരിക്കാൻ കർത്താവ് സഹായിച്ചാട്ടെ. തുടർന്നവർത്തെ കൃപയെ സാന്നിധ്യം മഹത്വമുള്ള വരവിനായി അടിയങ്ങളെ ഒരുക്കും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. യേശുവിൻ നാമം തന്നെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ കൃപയും പിതാവാകിയ ദേവനുടെ അൻപും പരിശുദ്ധാവിയാനവരുടെ ഐക്യവും പാതുകാപ്പും നമ്മുടെ അനവരോടും വിശേഷமாக தேவ சமூகத்தில் வந்து ஆசீர்வாதங்கள் விடுதலையை பெற்ற எல்லா தேவ ஜனங்களோடும் கூட இன்று முதல் கொண்டு என்றென்றைக்கும் இருப்பதாக. ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா.